Good evening, good evening. Hi, hi, hi. എടാ ഓഡിബിൾ ആണോടാ? ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? ഓക്കെ ഓക്കെ, അമീൻ അമീൻ, യെസ്, ഓഡിബിൾ ആണ് അല്ലേ? ഓക്കെ ഓക്കെ, കേൾക്കാം കേൾക്കാം കേൾക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യടാ. ഓക്കെ, ഇനി സമയം കളയണ്ട, സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് വലിയൊരു ടാസ്ക്കാണ്. നമ്മളെ JEE എക്സാമുകളിൽ +1 ഫിസിക്സിന്റെ ഹോൾ ടോപ്പിക് എടുത്തിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ഓൺലി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അതിനകത്ത് നിന്ന് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ചോദിച്ചു കാണുന്നു, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഓരോ ചാപ്റ്ററിനും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാരണ രീതിയിൽ ചോദിച്ചു കാണും. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ എക്സാം ആയില്ലേ, അപ്പോൾ അതിലോട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു റിവിഷൻ പോലെ നിങ്ങൾ ഇതിനെ കാണണം. +1 ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തു പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, ശരിക്കും നോക്കണം. നമ്മൾ എക്സാമിന് മുമ്പായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്, ഈ അവസാനവട്ട പ്രിപ്പറേഷനാണ് ഭയങ്കര റിസൾട്ടിക്ക് നമ്മളെ കൊണ്ടുപോവുക. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോടാ. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും എത്തിയെന്ന് വിചാരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ. അല്ല, ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലിസൺ. എ ടോർക്ക് മീറ്റർ ഈസ് കാലിബ്രേറ്റഡ് with reference standards of mass, length and time with 5% accuracy. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നത് മാസിലുള്ള എറർ അല്ലെങ്കിൽ അക്യുറസി 5% ആണ്, ലെങ്ത്തിലാണെങ്കിലും ടൈമിലാണെങ്കിലും ഉള്ള എറർ 5% ആണ്. എ ടോർക്ക് മീറ്റർ ഈസ് കാലിബ്രേറ്റഡ് to reference standard of mass, length and time each with 5% accuracy. After calibration, the measured torque with this torque meter will have net accuracy of നോക്ക്, 2022 JEE ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്താ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾ ടോർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതുക. ടോ ഈക്വൽ ടു ml² T⁻². ഇത് നമുക്ക് അറിയുന്നതാണ് അല്ലേ? ഇനി പെർസെൻറ്റേജ് എററിംഗ് ടോർക്ക് ഡെൽറ്റ ടോ ഡിവൈഡ് ബൈ ടോ ഇൻറ്റു 100 is equal to. ഓക്കെ, ഇനി അത് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഡെൽറ്റ എം ഡിവൈഡ് ബൈ എം ഇൻറ്റു 100 പ്ലസ് 2 ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു 100 പ്ലസ് 2 ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100. നമുക്കറിയാലോ, ഇങ്ങനെയാണ് എറർ എഴുതുക അല്ലേ? മാസിലുള്ള പെർസെൻറ്റേജ് എറർ 5% ആണ്. പ്ലസ് 2 ഇൻറ്റു ലെങ്ത്തിലുള്ള പെർസെൻറ്റേജ് എറർ 5% ആണ്. പ്ലസ് 2 ഇൻറ്റു ടൈമിലുള്ള പെർസെൻറ്റേജ് എററും 5% ആണ്. Therefore, the answer is 25% ആണ് ഇവിടെ ടോർക്ക് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന എറർ. ദാറ്റ് ഇസ് ബി ഓപ്ഷൻ, 25%. ഇതായിരിക്കും ഇവിടുത്തെ എറർ. സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ? എടാ, അപ്പോൾ മാസിലുള്ള എററും ലെങ്ത്തിലുള്ള എററും ടൈം മെഷർ ചെയ്തപ്പോൾ എററുമാണ് തന്നിട്ടുള്ളത്. ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള എററാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ സിംപ്ലി അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതുക. ml² T⁻²2 ആണ്. എന്നിട്ട് ടോർക്കിലുള്ള പെർസെൻറ്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ബി ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാവും ക്വസ്റ്റ്യൻ വരിക. ലിസൺ, നമ്മൾ അവസാനത്തെ ഒരു ഫൈനൽ ലാപ്പാണ്, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. എ സിൽവർ ഹാസ് എ മാസ് 0.6 gram. ഓക്കെ, റേഡിയസ് 0.5 millimeter, length 4 ± 0.04 centimeter, maximum percentage error in the measurement of density. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ മാസ് ബൈ വോളിയം എന്ന് കൊടുത്തു.
ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതിനെനിക്ക് മാസ് ഡിവൈഡഡ് ബൈ റേഡിയസും ലെങ്ത്തും ഒക്കെ തന്നതുകൊണ്ട് പൈ ആർ സ്ക്വയർ എൽ എഴുതാം. ക്ലിയർ ആണല്ലോ? എടാ ഇനി പെർസെൻറ്റേജ് എറർ ഇൻ ഡെൻസിറ്റി ഡെൽറ്റ റോ ബൈ റോ ഇൻറ്റു 100 ഈക്വൽ ടു പെർസെൻറ്റേജ് എറർ ഇൻ മാസ് ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 പ്ലസ് പ്ലസ്. ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, പൈ നമ്മൾ മെഷർ ചെയ്തതല്ല, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. പ്ലസ് 2 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ റേഡിയസ് ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 പ്ലസ് 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 ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു 100. ഇങ്ങനെ വന്നു. ഇനി നോക്കടാ, ലിസൺ, എല്ലാവർക്കും അറിയാൻ, ഇനി ആർക്കെങ്കിലും അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ മാസ് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, മാസിലുള്ള എറർ 0.006 ആണ്. ഞാൻ അതിനെ 6 ഇൻറ്റു 10⁻³ എന്ന് എഴുതി. ഓക്കെ, ഇനി മാസ് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നത് 6 ഇൻറ്റു 10⁻⁻1 ശരിയല്ലേ? 0.6നെ 6 ഇൻറ്റു 10⁻⁻1 എഴുതി ഇൻറ്റു 100. ഇപ്പൊ മാസിനെ കൊണ്ടുള്ള ശല്യം തീർന്നു. 2 ഇൻറ്റു റേഡിയസ് മെഷർ ചെയ്യുമ്പോൾ എറർ 0.005 ആണ്. ഞാൻ അതിനെ 5 ഇൻറ്റു 10⁻³ എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ റേഡിയസ് 0.5 ആണ്. ദാറ്റ് ഈസ് 5 ഇൻറ്റു 10⁻⁻1 എന്ന് എഴുതാം ഇൻറ്റു 100. വളരെ ഈസി. ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ എറർ 0.004 ആണ്. ദാറ്റ് ഈസ് 4 ഇൻറ്റു 10⁻² എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് പറഞ്ഞ് 4 ആണ് ഇൻറ്റു 100. ഇങ്ങനെ കൊടുത്തു. ഇനി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കടാ, 10⁻³ 10⁻1 10⁻² ആണ്. അതും ഇതും ക്യാൻസൽ ചെയ്യും. 10⁻³ ഡിവൈഡ് ബൈ 10⁻1 അത് 10⁻² ആണ്. അതും ഈ 100 പോയി. 10⁻² ഈ 100 പോയി. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 2 ഇൻറ്റു 1, തേർഡ് ടേം അഗെയിൻ 1. പറയണ്ടല്ലോ. Therefore the answer is 4%. ഓക്കേടാ? എ ഓപ്ഷൻ ആയിരിക്കും ആൻസർ, 4%. ഐ മീൻ വെരി ഗുഡ്. സരിത ഒക്കെ ആൻസർ കിട്ടി. ഒരുപാട് ആളുകൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ് കേട്ടോ. ഓക്കെ, നോക്ക്, 2022 ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നല്ലപോലെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, ഓരോ ക്വസ്റ്റ്യനിലും സ്റ്റിക്ക് ഓൺ ചെയ്യുക. ലാസ്റ്റ് ലാപ്പ് ആട്ടോ, ഇപ്പൊ ഇത് ശരിക്കും മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ. In the experiment of Ohm's law, potential difference of 5.0 volt is applied across the ends of a conductor 10.0 centimeter and diameter 5.00 millimeter. Measured current in the conductor is 2.00 ampere. Maximum permissible error in the resistivity. ഓക്കേടാ, പണി തുടങ്ങാ. ലിസൺ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? വേഗം പറഞ്ഞോ. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്? സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയോ, മാക്സിമം പെർസെൻറ്റേജ് എറർ റെസിസ്റ്റിവിറ്റിയിലുള്ള പെർസെൻറ്റേജ് എറർ ആണ്. റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ RA ഡിവൈഡ് ബൈ L ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ റെസിസ്റ്റൻസ് ഇല്ല, പകരം വോൾട്ടേജും കറണ്ടും ഉണ്ട്. ഞാൻ ഇതിന് റോ ഈക്വൽ ടു V ബൈ I. ഓക്കെ, ഏരിയയ്ക്ക് പകരം പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ L ഇങ്ങനെ എഴുതാം. കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, ഇനി എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ലിസൺ, ശരിക്കും ശ്രദ്ധിക്കുക. പെർസെൻറ്റേജ് എറർ ഇൻ റെസിസ്റ്റിവിറ്റി ഡെൽറ്റ റോ ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു 100. ഇതാണ് പെർസെൻറ്റേജ് എറർ ഇൻ റെസിസ്റ്റിവിറ്റി, വിച്ച് ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് എറർ ഇൻ പൊട്ടൻഷ്യൽ ഡെൽറ്റ V ബൈ V ഇൻറ്റു 100. ഫസ്റ്റ് ടേം ആയി. പ്ലസ് 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 പ്ലസ്. ഇനി ആരടാ? ഏരിയ അല്ലേ? പൈ ഒരു കോൺസ്റ്റന്റ് ആണ്, നമുക്കറിയാം. ഓക്കെ, ആറിലുള്ള എറർ എന്ന് പറഞ്ഞാൽ 2 ഡെൽറ്റ R ഡിവൈഡഡ് ബൈ R ഇൻറ്റു 100. ഇങ്ങനെ കൊടുക്കാം നമുക്ക്. 2 ഡെൽറ്റ R ഡിവൈഡ് ബൈ R ഇൻറ്റു 100 ഓൾ ഡിവൈഡഡ് ബൈ ഡിവൈഡ് ബൈൻ്റെ ആവശ്യമില്ലല്ലോ, എറർ അല്ലേ? പ്ലസ് പ്ലസ് പ്ലസ്. ഇനിയുള്ളത് ഡെൽറ്റ I ഡിവൈഡഡ് ബൈ I ഇൻറ്റു 100. ഓക്കെ, പ്ലസ് 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 ഡെൽറ്റ L ഡിവൈഡഡ് ബൈ L ഇൻറ്റു 100. ഇങ്ങനെ വന്നു. എല്ലാ ടേമുകളും നമ്മൾ എഴുതി അല്ലേ? ലിസൺ, പൊട്ടൻഷ്യൽ എഴുതി, റേഡിയസിലുള്ള എറർ എഴുതി, I എഴുതി, L എഴുതി, L എഴുതി. ഇനി പൊട്ടൻഷ്യൽ 5.0 വോൾട്ട് ആണ്. 5.0 വോൾട്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇതിൽ എറർ 5.0 എന്ന് പറയുമ്പോൾ ലീസ്റ്റ് കൗണ്ട് 0.1 ആണ്. അപ്പൊ ഇവിടുത്തെ എറർ ഡെൽറ്റ V എന്ന് പറയുന്നത് 0.1 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 100. ഫസ്റ്റ് ടേം ഓക്കെ. എടാ, രണ്ടാമത്തെ കേസിൽ ഡയമീറ്റർ മെഷർ ചെയ്തപ്പോഴുള്ള എറർ
അല്ലെങ്കിൽ റേഡിയസ് മെഷർ ചെയ്തപ്പോഴുള്ള എറർ 0.01 ആണ്. അങ്ങനെ തന്നെ എടുത്താൽ മതി. ബൈ 2 ക്യാൻസൽ ചെയ്ത് പോകും അതല്ലേ. 2 into 0.01 divided by 5 into 100 രണ്ടാമത്തെ ടേമായി. ഓക്കെ, പ്ലസ് 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 പ്ലസ്. നെക്സ്റ്റ് ഡെൽറ്റ ഐ കറന്റ് മെഷർ ചെയ്യുമ്പോഴുള്ള എറർ 0.01 ആണ്. 0.01 by 2 into 100 അത് കഴിഞ്ഞു. ഇനിയുള്ളത് ലെങ്ത് മെഷർ ചെയ്യുമ്പോഴുള്ള എറർ ആണ്. പ്ലസ് ലെങ്ത് മെഷർ ചെയ്യുമ്പോഴുള്ള എറർ 0.1 ആണ്. 0.1 ആണ്. 10 എന്നാണ് എഴുതിയത്. 0.1 ഡിവൈഡ് ബൈ 10 into 100 ഇങ്ങനെ കിട്ടി. ഇനി ഇത് ആലോചിച്ച് നോക്കടാ. ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 10/5 ആണ്, which is equal to 2. അപ്പൊ ഫസ്റ്റ് ടേമിൽ നമുക്ക് എറർ ഡെൻസിറ്റി വേണ്ടത് ഡെൽറ്റ റോ ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു 100ല് ഫസ്റ്റ് ടേം 2 പ്ലസ് പ്ലസ് പ്ലസ്. ലിസൺ, സെക്കൻഡ് ടേമിക്ക് കിടക്കാം. സെക്കൻഡ് ടേം എന്തായിരിക്കും? വേഗം സെക്കൻഡ് ടേം 2/5 അല്ലേ? നമുക്ക് അടുത്ത ഇതിൽ സെറ്റ് ആക്കാം. 2/5 പ്ലസ് പ്ലസ് പ്ലസ്. തേർഡ് ടേം എന്തായിരിക്കും? ലിസൺ, ഈ ഭാഗം ശ്രദ്ധിക്കുക. 10/2 10/2 ഇങ്ങനെയല്ലേ വരിക? തേർഡ് ടേം വരുന്നത് ഓക്കേടാ 0.01 ഡെൽറ്റ ഐ 0.01 ഡിവൈഡ് ബൈ 2. അപ്പോൾ 1/2 സോറി 10/2 അല്ല 1/2 പ്ലസ് പ്ലസ് പ്ലസ്. ലാസ്റ്റ് ടേം ദാ ഇങ്ങനെ വരും, അതായത് 10/10 ദാറ്റ് ഈസ് 1 ഇങ്ങനെ വന്നു. എടാ ഇതിന്ന് 2 പ്ലസ് 2/5 എന്ന് പറഞ്ഞാൽ 0.4 പ്ലസ് 0.5 പ്ലസ് 1. ദിസ് ഇസ് ഈക്വൽ ടു 3.9%. ക്ലിയർ ആയോ? 3.9%. അങ്ങനൊരു ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ടാവണം. 3.9%. ശരിയാടാ? ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റും. 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ നമുക്ക് അയക്ക് കൊടുക്കാം. എടാ നെക്സ്റ്റ് വൺ. Diameter and height of a cylinder are measured by meter scale by 12.6 plus or minus 0.1 the diameter and 34.2 plus or minus 0.1 respectively. What will be the value of its volume appropriate to significant figure? What will be its value of volume appropriate to significant figure? എടാ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആക്ച്വലി വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr² L ആണ്, നമുക്കറിയാം. നോക്ക്, ആൻസറിൽ മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് വേണ്ടത്, ആണല്ലോ. ഞാൻ ഇതിനകത്ത് നിങ്ങളടുത്ത് പറയും ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് എന്ന് പറയും. ഇവിടെ എത്തുമ്പോൾ ഇവിടെയും ഞങ്ങളടുത്ത് പറയും 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് എന്ന് പറയും. ശരിയാണല്ലോ? അതാണ് ആക്ച്വലി വാല്യൂ, മറ്റത് എറർ ആണ്. 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ആൻസറിൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗറേ വരാൻ പാടുള്ളൂ. എ ഓപ്ഷൻ ഞാൻ എടുത്തു, ഇവിടെ 2 സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ, അപ്പൊ ഇത് ആൻസർ അല്ല. എടാ ബി ഓപ്ഷൻ എടുത്തു, ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്, അപ്പൊ ഇത് ആൻസർ ആകാം. 3 വേറെ ആളുകൾ ഉണ്ടെങ്കിൽ പണി കിട്ടും. എടാ അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എടാ സി ഓപ്ഷൻ നമ്മൾ എടുത്തു, ഇതിനകത്ത് 5 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ഡി ഓപ്ഷൻ ഞാൻ എടുത്തു, ഇതിനകത്ത് 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതുമല്ല ഇതുമല്ല എയുമല്ല. ഇതിനകത്ത് ആൻസർ ആവാൻ സാധ്യതയുള്ള ഒരൊറ്റ ആളേ ഉള്ളൂ, ബി ഓപ്ഷൻ. കാരണം അതിനകത്താണ് 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ളത്. അറിയാലോ, ലാസ്റ്റ് വരുന്ന 0 സിഗ്നിഫിക്കന്റ് അല്ല. ക്ലിയർ അല്ലടാ? ഓക്കെ, ബി. നമുക്കത് ചെയ്യാതെ തന്നെ ആൻസറിലെത്തും കേട്ടോ. എടാ അടുത്ത ക്വസ്റ്റ്യൻ. ഡെൻസിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ SI യൂണിറ്റ് ഈസ് 128 kilogram per meter cube. Okay, in a certain unit in which unit of length is 25 centimeter and the unit of mass is 50 gram. Numerical value of density of the material is numerical value of density of the material. പണി തുടങ്ങല്ലേ? എടാ ഏതോ ഒരു യൂണിറ്റ്, അതിനകത്ത് ലെങ്ത്തിന്റെ യൂണിറ്റ് 25 സെന്റിമീറ്റർ ആണ്, മാസിന്റെ യൂണിറ്റ് 50 gram ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു യൂണിറ്റിലെ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ഡെൻസിറ്റി എത്രയാണെന്നുള്ളതാണ്. എടാ ഈ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. ലിസൺ, എല്ലാവരും ശ്രദ്ധിക്കുക. N1 U1 is equal to N2 U2. ഇതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. മെഷേർഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് U is equal to Q equal to NU എന്ന് എഴുതാം. N പ്രൊപ്പോർഷണൽ ടു 1/U ആണ്. NU equal to കോൺസ്റ്റന്റ് ആണ്. N1 U1 is equal to N2 U2. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. N1 into ഞാൻ ഒന്നെങ്കിൽ യൂണിറ്റ് എഴുതാം അല്ലെങ്കിൽ ഡയമെൻഷൻ ഫോമിൽ എഴുതാം. നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ N1 into
ഇവിടെ m1 L1 raised to minus 3 എന്ന് കൊടുത്തു. കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ ബൈ L1 ക്യൂബ് കൊടുത്താൽ മതി. n2 m2 L2 raised to minus 3 എന്ന് എഴുതി. ക്ലിയർ അല്ലേ? ഞാൻ ഈ n1 പകരം 128 കൊടുക്കും. ഈ n2 കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, n2 ഈക്വൽ ടു ലിസൺ n1 ഇൻറ്റു m1 ബൈ m2 L1 ബൈ L2 ഓൾ റൈസ് ടു മൈനസ് 3 ഇങ്ങനെ കിട്ടി. എടാ n1 എന്ന് പറയുന്നത് 128 ആണ്. m1 എന്ന് പറഞ്ഞാൽ ദാ ഇവിടുത്തെ മാസിന്റെ യൂണിറ്റ് എന്തായിരിക്കും? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇങ്ങനെ നമുക്ക് തന്നിട്ടില്ലേ? അപ്പൊ m1 പകരം കിലോഗ്രാം എന്ന് കൊടുത്തു. ഡിവൈഡഡ് ബൈ അടുത്ത എന്താടാ? 50 ഗ്രാം. 50 ഗ്രാം. ഓക്കെ, ലിസൺ 50 ഗ്രാം. എടാ L1 എന്ന് പറയുന്നത് മീറ്റർ, L2 എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ, ഓൾ റൈസ് ടു മൈനസ് 3 ഇങ്ങനെ എഴുതി. ഓക്കെ, ലിസൺ ഓൾ റൈസ് ടു മൈനസ് 3. ഓക്കേടാ, ശ്രദ്ധിക്കട്ടോ. ഇനി നമ്മളെ പണി 128 അവിടെ നിൽക്കട്ടെ. എടാ കിലോഗ്രാം ഉണ്ട്, താഴെ 50 ഗ്രാം ആണ്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ എഴുതാം? ലിസൺ 50 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 3 കിലോഗ്രാം എന്ന് എഴുതാം. ഫസ്റ്റ് ടേം കഴിഞ്ഞു. ഇനി അടുത്തതിൽ മീറ്റർ ആണ്, പിന്നെ ഉള്ളത് 25 സെന്റിമീറ്റർ ആണ്. അപ്പൊ 25 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 മീറ്റർ, ഓൾ റൈസ് ടു മൈനസ് 3 ഇങ്ങനെ കിട്ടി. എല്ലാവരും ശ്രദ്ധിച്ചോ, ഈ കിലോഗ്രാമും ഇവിടുത്തെ കിലോഗ്രാമും പോയി. അങ്ങനെ വരുമ്പോ n2 ഈക്വൽ ടു ലിസൺ 128. പിന്നെ താഴെ 1/50 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 3 ആണ്. ഞാൻ അതിനെ 10 റൈസ് ടു 3, അതായത് 1000 ഡിവൈഡഡ് ബൈ 50 എന്ന് കൊടുത്തു. കുഴപ്പമില്ലല്ലോ. ഇപ്പുറത്താണെങ്കിൽ മീറ്ററും ക്യാൻസൽ ചെയ്തു. എനിക്കതിനെ ലിസൺ 10 സ്ക്വയർ, അതായത് 100 ഡിവൈഡ് ബൈ 25 ഓൾ റൈസ് ടു മൈനസ് 3 എന്നും എഴുതാം. കുഴപ്പമില്ല. എടാ ഇതിന്ന് n2 ഈക്വൽ ടു, എല്ലാവരും ശ്രദ്ധിക്കട്ടോ, n2 ഈക്വൽ ടു 128 ഞാൻ ഫൈനൽ ആൻസറിൽ എത്താൻ പോവാണ്. 128 10 റൈസ് ടു 3 ഡിവൈഡഡ് ബൈ 50, 10 റൈസ് ടു 3 ഡിവൈഡഡ് ബൈ 50 എന്ന് പറഞ്ഞാൽ 1000 ബൈ 50, 100 ബൈ 5, അതായത് 20. ഈ ടേം 20 ആണ്. അടുത്തത് 10 സ്ക്വയർ ബൈ 25, 4 ഇൻറ്റു, ഇനി അവിടെ 10 റൈസ് ടു മൈനസ് 3 ആണുള്ളത്. എടാ കഴിഞ്ഞു. 128 ഇൻറ്റു 20 ഇൻറ്റു 1/4 ക്യൂബ് ഇങ്ങനെ എഴുതാം. എടാ ഈ 4 ക്യൂബ് എന്ന് പറയുന്നത് നമുക്കറിയാം 64 ആണെന്ന് അറിയാം. 4 ക്യൂബിന് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ 128ഉം 64ഉം കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 എന്ന് കിട്ടും. ഇതിന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും n2ന്റെ വാല്യൂ 40 ആണ്. 40, n2 ഈക്വൽ ടു 40 അങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരിക്കും. എ ഓപ്ഷനാണ് ആൻസർ, n2 ഈക്വൽ ടു 40. എടാ ചെയ്തത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വെരി ഗുഡ്. അമീൻ ആൻസർ പറഞ്ഞിട്ടുണ്ട് 40 ട്ടോ. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ n1 u1 n2 u2. n1 നമുക്ക് തന്നിട്ടുണ്ട് 128, u1 അവിടുത്തെ യൂണിറ്റ് എഴുതുക, കിലോഗ്രാം മീറ്റർ റൈസ് ടു മൈനസ് 2 അല്ലെങ്കിൽ ml റൈസ് ടു മൈനസ് 3, m1 L1 റൈസ് ടു മൈനസ് 3. n2 ആണ് കണ്ടുപിടിക്കേണ്ടത്, u2 ന് പകരം m2 L2 റൈസ് ടു മൈനസ് 3. എന്നിട്ട് തന്ന ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്താൽ കറക്റ്റ് ആൻസറിലെത്തും. ഓക്കെ, നെക്സ്റ്റ് വൺ. വെരി ഗുഡ്. നമുക്ക് അടുത്ത സെക്ഷൻ കിടക്കാം കേട്ടോ. നോക്കാം. ഹൗ മെനി അസ്ട്രോണമിക്കൽ യൂണിറ്റ്സ് ആർ ദർ ഇൻ 1 മീറ്റർ? ഹൗ മെനി അസ്ട്രോണമിക്കൽ യൂണിറ്റ്സ് ആർ ദർ ഇൻ 1 മീറ്റർ? ഒരു മീറ്ററിൽ എത്ര അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് ചിലപ്പോൾ ചില ആളുകൾക്ക് മെമ്മറി പവർ കുറവായിരിക്കും. എനിക്ക് അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്നെ പോലെ എല്ലാവരെയും കാണാൻ ശ്രമിക്കുന്നത്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്രയെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് പെട്ടെന്നൊന്നും ഓടൂല. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു സാധനമുണ്ട്, സണ്ണിനും എർത്തിനും ഇടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലേ? അപ്പോൾ ഇതിന്റെയൊക്കെ വാല്യൂ എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. 1 astronomical unit is equal to 1.496 അല്ലെങ്കിൽ 1.5 ഇൻറ്റു 10 റൈസ് ടു 11 മീറ്റർ ആണ്. എടാ അതെങ്ങനെ വന്നു നിങ്ങൾക്ക് അറിയാം. സണ്ണിനും എർത്തിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ മതി. എടാ വെലോസിറ്റി, ലൈറ്റിന്റെ വെലോസിറ്റി 3 ഇൻറ്റു 10 റൈസ് ടു 8 ആണ്. ലൈറ്റിന് സണ്ണിന്ന് എർത്തിലോട്ട് എത്താൻ എടുക്കുന്ന സമയം 500 സെക്കൻഡ് ആണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സണ്ണിന്ന് ലൈറ്റിന് എർത്തിലോട്ട് എത്താൻ എടുക്കുന്ന സമയം 500 സെക്കൻഡും അതിന്റെ ലൈറ്റിന്റെ വെലോസിറ്റി 3 ഇൻറ്റു 10 റൈസ് ടു 8 ആണ്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 1500 ഇൻറ്റു
10⁸ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ 1.5 ഇൻറ്റു 10⁻11 അല്ലെങ്കിൽ 1.496 ഇൻറ്റു 10⁻11 മീറ്റർ എന്ന് എഴുതാറ്. ഇനി ചോദ്യം, ഹൗ മെനി അസ്ട്രോണമിക്കൽ യൂണിറ്റ്സ് ആർ ദർ ഇൻ 1 മീറ്റർ? ഒരു മീറ്ററിൽ എത്ര അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉണ്ട്? വളരെ സിമ്പിൾ, കഴിഞ്ഞു. 1 astronomical unit is equal to 1.496 into 10⁻11 എന്ന് കിട്ടി. എടാ ഇതിന്ന് ഏതൊരാൾക്കും മനസ്സിലാവും 1 meter is equal to 1 by 1.5 അല്ലെങ്കിൽ 1.5 എന്ന് കൊടുക്കുക അല്ലേ? എന്നാൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 1 by 1.5 into 10⁻11 മീറ്റർ. എടാ കഴിഞ്ഞു. 10 into 10⁻−12 അപ്പോഴല്ലേ 10⁻−11 ആകുള്ളൂ. 10⁻−12 ഡിവൈഡ് ബൈ 1.5. ഒരു സംശയമല്ല, 6 point something into 10⁻−12 meter. 6 point something into 10⁻−11 astronomical unit. 1 meter is equal to 6 point something into 10⁻−12 astronomical unit. D option. Okay, very good. D option. Clear ആണല്ലോ? 1 meter is equal, നമുക്കറിയാം 1 astronomical unit is equal to 1.5 into 10⁻11 meter. 1 meter is equal to 1 by 1.5 into 10⁻11 astronomical unit. Okay. Next one. A star is very far from Earth. If light 10 years from it to reach the Earth, 10 light in 10 year പിടിക്കും. Calculate the distance between star and Earth. Calculate the distance between star and light. എടാ ലൈറ്റ് 10 വർഷം ട്രാവൽ ചെയ്താലാണ് എർത്തിലെത്തുന്നത്. നമുക്കറിയാം ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ദൂരം. ഇത് നിങ്ങൾക്ക് അറിയണം 9.46 ഇൻറ്റു 10⁻15 മീറ്റർ ആണ്. ഇതാണ് 1 ലൈറ്റ് ഇയർ, ഒരു വർഷം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ദൂരം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? ആ സ്റ്റാറിനും എർത്തിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. എർത്തിന്ന് ആ സ്റ്റാറിലോട്ടുള്ള ദൂരം 10 ലൈറ്റ് ഇയർ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ലൈറ്റ് 10 വർഷം ട്രാവൽ ചെയ്താലേ അവിടെ എത്തുള്ളൂ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും 10 ലൈറ്റ് ഇയർ ആണ് അതിനിടയിലുള്ള ഡിസ്റ്റൻസ്. എടാ അത് കിട്ടണമെങ്കിൽ എത്ര മീറ്റർ ആണ് ചോദിക്കുകയാണെങ്കിൽ 10 ഇൻറ്റു 9.46 ഇൻറ്റു 10⁻15 മീറ്റർ, ഓർ വി ക്യാൻ റൈറ്റ് 9.46 ഇൻറ്റു 10⁻16 മീറ്റർ. അങ്ങനെ ഒരു സാധനം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. 9.46 ഇൻറ്റു 10⁻16 അല്ലെങ്കിൽ 45 ഇൻറ്റു 10⁻16. ശരിയല്ലോ? ഒരു ലൈറ്റ് ഇയർ എത്രയെന്ന് അറിയണം. ഇനി 10 ലൈറ്റ് ഇയർ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതാണ് സണ്ണിനും എർത്തിനും അല്ലെങ്കിൽ ആ പ്ലാനറ്റിനും എർത്തിനും ഇടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസ്. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് മുഴുവൻ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോട്ടോ. മാച്ച് ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻ ഗിവൺ ബിലോ. ഓക്കെ, ടോർക്കിന്റെ യൂണിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ടോർക്ക് എന്ന് പറഞ്ഞാൽ ജൂൾ ആണ് അല്ലെ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ അത് ന്യൂട്ടൺ മീറ്റർ ആണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് എക്ക് നേരെ നമ്മൾ കൊടുക്കേണ്ടത് 3 ആണ്. എക്ക് നേരെ 3, A3 ഇതിലൊരു ഓപ്ഷനാണ് ആൻസർ. ഇനി സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ, പ്രഷർ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ ബി എന്ന് പറയുന്നത് 4 ആണ്. B4 കഴിഞ്ഞു. ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ലാസ്റ്റ് ലാപ്പ് ആയതുകൊണ്ട് മുഴുവൻ കണ്ടുപിടിക്കൂല, ഇവിടെ നിർത്തും. ബി ഓപ്ഷൻ. ഓക്കെ, വളരെ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, 2022 ക്വസ്റ്റ്യൻ ആട്ടോ. നെക്സ്റ്റ് വൺ. ടൈം, വെലോസിറ്റി ആൻഡ് ആംഗുലാർ മൊമെന്റം ആർ ടേക്കൺ ആസ് ദി ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഡയമെൻഷൻ ഓഫ് മാസ് ഇൻ ടേംസ് ഓഫ് TV and L. എടാ ടൈമും വെലോസിറ്റിയും ആംഗുലാർ മൊമെന്റും ആണ് ഫണ്ടമെന്റൽ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് മാസ് ആണ് ചോദിച്ചത്. ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കേസ് മാസ് പ്രൊപ്പോർഷണൽ ടു ടൈം റേസ് ടു x, വെലോസിറ്റി റേസ് ടു y, ആംഗുലാർ മൊമെന്റം L റേസ് ടു z. ഇങ്ങനെ കൊടുത്തു. ഇനി മാസിന്റെ ഡയമെൻഷൻ ഫോർമുല m തന്നെയാണ്, പ്രൊപ്പോർഷണൽ ടു. ടൈമിന്റെ ഡയമെൻഷൻ ഫോർമുല T റേസ് ടു x, വെലോസിറ്റിന്റെ ഡയമെൻഷൻ ഫോർമുല LT റേസ് ടു -1 റേസ് ടു y. ഇനി ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ ഫോർമുല MVR. പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ ഞാൻ എഴുതൂല. MVR, LT റേസ് ടു -1 ഇൻറ്റു R. അപ്പൊ ML² T റേസ് ടു -1 പവർ Z. ഓക്കേടാ, ഇങ്ങനെ കൊടുത്തു. ഇനി കഴിഞ്ഞു M പ്രൊപ്പോർഷണൽ ടു
ആദ്യം ടീൻ്റെ പവറുകൾ നോക്കുക. ടി റൈസ് ടു എക്സ് മൈനസ് വൈ മൈനസ് സെറ്റ് കഴിഞ്ഞു. എടാ അടുത്ത എല്ലിന്റെ നോക്കുക. എൽ റൈസ് ടു വൈ പ്ലസ് 2z. ഇനി എമ്മിന്റെ നോക്കുക. എം റൈസ് ടു സെറ്റ്. ഇത് അനലൈസ് ചെയ്തപ്പോൾ പവേഴ്സ് ഇക്വേറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സെഡ് എന്ന് പറയുന്നത് 1 ഈക്വൽ ആണ്. സെഡ് ഇസ് ഈക്വൽ ടു 1. അപ്പൊ അത് ഞാൻ ആദ്യം എഴുതി. സെഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. എടാ സെഡ് എന്ന് പറഞ്ഞ ആംഗുലാർ മൊമെന്റത്തിന്റെ പവറാണ് നമ്മൾ സെഡ് ആയിട്ടുള്ളത്. അത് 1 ആണ്. ഫസ്റ്റ് ഓപ്ഷനിൽ ആംഗുലാർ മൊമെന്റത്തിന്റെ പവർ 1 അല്ല. സെക്കൻഡ് ഓപ്ഷനിൽ ആംഗുലാർ മൊമെന്റത്തിന്റെ പവർ -1 ആണ്. തേർഡ് ഓപ്ഷനിൽ അത് 1 ആണ്. ലാസ്റ്റ് ഓപ്ഷനിലും 1 ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ. ശരിയല്ലേ? ഇനി ഞാൻ എല്ലിക്ക് കിടക്കുകയാണ്. എല്ലിക്ക് കിടക്കുമ്പോൾ y പ്ലസ് 2z ഇസ് ഈക്വൽ ടു 0. z 1 ആണെന്ന് മനസ്സിലായി. y പ്ലസ് 2 ഈക്വൽ ടു 0, y ഈക്വൽ ടു -2. y ഈക്വൽ ടു -2 എന്ന് കിട്ടി. y ആയിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത് വെലോസിറ്റിന്റെ പവറാണ്. വെലോസിറ്റിന്റെ പവർ -2 വരണം. ഒരു സംശയമില്ല. ആംഗുലാർ മൊമെന്റത്തിന്റെ പവർ 1, വെലോസിറ്റിന്റെ പവർ -2. Therefore the answer is D. D. ശരിയായോ? സിമ്പിൾ അല്ലേ? ഡി. ഓക്കെ. ഇനി നമ്മൾ അങ്ങനെ പോകുള്ളൂ. ഇതുവരെ നമ്മൾ ഓരോ ഓപ്ഷൻ കൊടുത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് അതിനൊന്നും സമയമല്ല കേട്ടോ. വേഗം ആൻസറിൽ ഇങ്ങനെ എത്തുക, അങ്ങനെ പോവാം. നെക്സ്റ്റ് വൺ നോക്ക്. ഡയമെൻഷൻ ഓഫ് ബി സ്ക്വയർ ബൈ മ്യൂ 0 വിൽ ബി. ഡയമെൻഷൻ ഓഫ് ബി സ്ക്വയർ ബൈ മ്യൂ 0. ഇങ്ങനത്തെ സംഭവമൊക്കെ വരും. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കത്തണം. ബി സ്ക്വയർ ബൈ മ്യൂ 0 എവിടെയോ കേട്ടിട്ടുണ്ട്. ഉണ്ട്. നമ്മൾ കേട്ടത് മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റിന്റെ ഇക്വേഷൻ ബി സ്ക്വയർ ബൈ 2 മ്യൂ 0. ഇത് മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റിന്റെ ഇക്വേഷൻ ആണ്. എടാ 2 ഡയമെൻഷൻ ഇല്ലാത്ത ആളാണ്. അപ്പൊ ഇതിന്ന് ബി സ്ക്വയർ ബൈ മ്യൂ 0ന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എനർജി ഡെൻസിറ്റിന്റെ ഡയമെൻഷൻ ആണ്. ഓക്കേടാ. എനർജി ഡെൻസിറ്റി മീൻസ് എനർജി ബൈ വോളിയം ആണ്. എനർജിന്റെ ഡയമെൻഷൻ ml സ്ക്വയർ ടി റൈസ് ടു -2 ആണ്. വോളിയത്തിന്റെ ഡയമെൻഷൻ എൽ ക്യൂബ് ആണ്. ശരിയല്ലേ? അപ്പൊ ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. എം എൽ റൈസ് ടു -1, ടി റൈസ് ടു -2. ഇതാണ് എനർജി ഡെൻസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. Therefore the answer is C. ഓക്കെ. ശരിയല്ലോ? ഇതാണ് എനർജി ഡെൻസിറ്റിന്റെ സി. ക്ലിയർ ആയല്ലോ? എടാ അടുത്ത ക്വസ്റ്റ്യൻ പോവാ. ലിസൺ. റിലേഷൻ ബിറ്റ്വീൻ ടൈം t and distance x is t equal to ax square plus bx, where a and b are constant. Acceleration is equal to t equal to ax square plus bx തന്നിട്ടുണ്ട്. എയും ബിയും കോൺസ്റ്റന്റ് ആണ്. ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. സിമ്പിൾ. എടാ ഇവിടുന്ന് ഇത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dt is equal to 2ax dx plus b dx ഇങ്ങനെ കിട്ടും. ക്ലിയർ അല്ലേ? ഇവിടുന്ന് dt by dx is equal to 2ax plus b. dt by dx എന്ന് പറഞ്ഞാൽ 1 by v ആണ്. dx by dt ആണ് v. എടാ ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായി. v ഈക്വൽ ടു 1 by 2ax plus b ഇങ്ങനെ കിട്ടി. ശരിയല്ലേ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇത് വെലോസിറ്റി ആണ്. വെലോസിറ്റി പൊസിഷന്റെ ടേമിലാണ് തന്നിട്ടുള്ളത്. ഇവിടുന്ന് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വളരെ ഈസി. ആക്സലറേഷൻ ഈക്വൽ ടു v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. നമുക്ക് അറിയുന്നതാണ്. ഞാൻ ഇനി ഇത്തരം കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യൂല. വേഗം ചെയ്യും. v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. എടാ ഇനി നമ്മൾ ചെയ്യേണ്ടത് ലിസൺ, എല്ലാവരും ശ്രദ്ധിക്കുക. ആക്സലറേഷൻ ഈക്വൽ ടു വിന്റെ ടേം അവിടെ എഴുതി. അതെന്താ സാധനം? v ഈക്വൽ ടു 1 by 2ax plus b. ഇത് v കൊടുത്തു. ഇനി ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -1 by 2ax plus b ഹോൾ സ്ക്വയർ ഇൻറ്റു 2a. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നത്. ഈ തിയറി സെക്ഷനിലൊക്കെ ഞാൻ കുറെ പറഞ്ഞത് അതിനെ കുറിച്ച്. -1 by 2ax plus b whole square into 2a. Therefore, acceleration is equal to -2a divided by 2ax plus b whole cube എന്ന് കിട്ടും. നിങ്ങൾ ആലോചിക്കൂ. 1 by 2x plus b whole cube ആണ് v. Therefore, acceleration is equal to -2a v cube. Acceleration equal to -2a v cube. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ ആൻസറിലെത്തും. ഓക്കേടാ? സി. Okay, next one. Listen. A car is moving with a speed 40 km/h.
can be stopped after 2 meter by applying brakes. If the same car is moving with a speed of 80 km/h, what is the minimum stopping distance? എടാ ഇവിടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താണെന്ന് അറിയണം. ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല. v square is equal to u square plus 2as. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് u square ആയിട്ട് എടുക്കാം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ റിട്ടാർഡേഷൻ ആണ് ഉണ്ടാവുക. റിട്ടാർഡേഷൻ ഓക്കെ, റിട്ടാർഡേഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ അതിനെ -2as എന്ന് എഴുതി. എടാ 2as ഈക്വൽ ടു യു സ്ക്വയർ എന്ന് കിട്ടി. ഇതിനകത്ത് നിന്ന് s is equal to u square by 2a. ഇത് നമുക്കറിയാം. ഇതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നു ഈ ഇക്വേഷൻ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ഇക്വേഷൻ ആണ്. അതുകൊണ്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അവിടെ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, ആക്സലറേഷനും കോൺസ്റ്റന്റ് ആണ്, ടൂവും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്കറിയാം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു യു സ്ക്വയർ. ഇങ്ങനെ എഴുതി. ഓക്കെ, എടാ ഇവിടുന്ന് s2 divided by s1 is equal to u2 divided by u1 whole square. ഇങ്ങനെ എഴുതാം. s2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. s1 എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ വളരെ ഈസിയാണ്. ഇവിടെ വെലോസിറ്റി ഡബിൾ ആയിക്കാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് u2 എന്ന് പറയുന്നത് 80, u1 എന്ന് പറയുന്നത് 40 ഹോൾ സ്ക്വയർ. ഇങ്ങനെ കിട്ടും. അപ്പൊ ശരിക്കും 2 സ്ക്വയർ ടൈംസ് ആണ് കൂടുക. s2 is equal to 2 square into 2, that is 8 meter. ശരിയല്ലോ? 8 meter. വെരി ഗുഡ് 8 meter. എടാ അടുത്ത ക്വസ്റ്റ്യൻ പോകട്ടോ. അല്ല ഉഷാറായിട്ടിരിക്കെ. A particle moves along a straight line OX at time t second. The distance x of the particle from O is given by distance എന്നുണ്ട് 40 plus 12t minus t cube. How long would the particle travel before coming to rest? റെസ്റ്റിലോട്ട് വരുന്നതിന് മുമ്പ് എത്ര ദൂരം ട്രാവൽ ചെയ്യും? സിമ്പിൾ ക്വസ്റ്റ്യൻ. എടാ റെസ്റ്റിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇതിന്റെ വെലോസിറ്റി 0 ആയി. അതാണ് അതിന്റെ കണ്ടീഷൻ. അപ്പൊ ഞാൻ ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ് നോക്കി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 12 minus 3t square. ഇങ്ങനെ കിട്ടി. How long it will travel before coming to rest, which means body comes to rest. That is 12 minus 3t square is equal to 0. 12 equal to 3t square. t square is equal to 12 by 3, 4. t equal to 2 second. റെസ്റ്റിലോട്ട് വരാൻ എടുക്കുന്ന സമയം 2 സെക്കൻഡ് ആണ്. ഇതിന്റെ ഉള്ളിൽ ഇയാൾ എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നു? അതാണ് ചോദ്യം. അപ്പൊ എക്സ് ഇയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എക്സ് is equal to 40 plus 12 into 2 minus 2 cube. ശരിയല്ലേ? 40 plus 12 into 2 minus 2 cube. ഇങ്ങനെ കിട്ടി. എടാ 40 plus 24 minus 8. ശരിയല്ലേ? ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 56 മീറ്റർ. സി ഓപ്ഷൻ 56 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് വൺ. A particle at x is equal to 0 start moving along x direction with the velocity varies as v equal to alpha root x. Where alpha is a dimensionless constant. Displacement of the particle varies with the time as. A particle is located at x is equal to 0. Start moving along x-axis with the okay. അപ്പൊ നിങ്ങളൊരു കാര്യം നോക്ക്. ഈ ഇക്വേഷൻക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനൊരു ഇക്വേഷൻ തന്നിട്ട് ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചത്. ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എടാ ഇത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ അറിയോ? ഇഫ് എക്സ് is equal to 0, v equal to 0 എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇതെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അല്ലേ? ഇനി ഞാൻ ആ വെലോസിറ്റിനെ dx by dt എന്ന് എഴുതി, which is equal to alpha root x എന്ന് കൊടുത്തു. എടാ dx divided by root x is equal to alpha dt ഇങ്ങനെ കൊടുത്തു. രണ്ട് സൈഡും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അതിനുശേഷം രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്തു. dx by root x 2 root x അല്ലേടാ? ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ 2 root x കിട്ടും. ആൽഫ ഡി ടി ഇന്റഗ്രേറ്റ് ചെയ്താൽ ആൽഫ ഇൻറ്റു ടി ഇങ്ങനെ കിട്ടി. സിമ്പിൾ. ഇതിന്ന് നമുക്ക് റൂട്ട് എക്സ് പ്രൊപ്പോർഷണൽ ടു ടി എന്ന് കിട്ടി. ദാറ്റ് ഈസ് എക്സ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ. ഓക്കേടാ, ശരിയല്ലേ? എക്സ് പ്രൊപ്പോർഷണൽ ടു
ടി സ്ക്വയർ. ഞാൻ ചെയ്തത് ഇത്രയാണ്. ആ ഇക്വേഷൻ അതിൽ വെലോസിറ്റിനെ dx/dt ഈക്വൽ ടു ആൽഫ റൂട്ട് എക്സ് കൊടുത്തു. dx/√x ഇസ് ഈക്വൽ ടു ആൽഫ dt എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. നിങ്ങൾക്ക് അറിയേണ്ടത് 1/√x ഇന്റഗ്രേറ്റ് ചെയ്യാൻ മാത്രമാണ് അറിയേണ്ടത്. അതറിഞ്ഞാൽ ആൻസറിലെത്തും. ടി സ്ക്വയർ കുഴപ്പമില്ലല്ലോ. ഓക്കെ ഓക്കെ. ടി സ്ക്വയർ അല്ലടാ വരിക, ഡി അല്ലോ, ടി റേസ് ടു 1/2 അല്ലോ. റൂട്ട് എക്സ് പ്രൊപ്പോർഷണൽ ടു ടി എന്ന് വന്നു, എക്സ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ. ഐ മീൻ എക്സ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ. ഓക്കെടാ. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വൺ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞങ്ങൾ മെസ്സേജ് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണം. എടാ അടുത്ത ക്വസ്റ്റ്യൻ. വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ v ഈക്വൽ ടു v0 പ്ലസ് gt പ്ലസ് ft സ്ക്വയർ. Its position at x is equal to 0 at t equal to 0. Then displacement after time t equal to 1 second. നമുക്ക് വെലോസിറ്റി തന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണ് വേണ്ടത്. ടി 0 ആകുമ്പോൾ എക്സ് 0 ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സിമ്പിൾ. ഈ വെലോസിറ്റിന്റെ ഇക്വേഷനെ ഞാൻ dx/dt എന്ന് എഴുതി, which is equal to v0 plus gt plus ft സ്ക്വയർ. ഇങ്ങനെ എഴുതാം. എടാ ഇവിടുന്ന് dx is equal to v0t plus gt dt, v0 dt plus gt dt plus ft സ്ക്വയർ dt. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ ടൈം 0 ആണ്. അവിടുന്ന് 1 സെക്കൻഡ് വരെ ട്രാവൽ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ആവേണ്ടത്. ഇപ്പൊ 0 to 1 കൊടുത്തു. എടാ ടൈം 0 ആകുമ്പോൾ പൊസിഷൻ 0 തന്നെയാണ്. അപ്പോൾ ഇവിടെ 0. ഇനി ടൈം 1 ആകുമ്പോൾ പൊസിഷൻ x ആണെന്ന് നമ്മൾ വിചാരിച്ചു. അപ്പൊ 0 to x ഇന്റഗ്രൽ 0 to x dx, അത് LHS. ഇന്റഗ്രൽ 0 to 1, പിന്നെ ബാക്കിയുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നോക്കി LHS നമുക്ക് x - 0 അതായത് x കിട്ടി എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോഴുള്ള ഡിസ്റ്റൻസ്. ഇനി ഇയാളെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉഷാറാന്ന് എനിക്കറിയാം. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് v0. ശരിക്കും v0t എന്നാണ് വരിക. ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 - 0 ദാറ്റ് ഇസ് v0 പ്ലസ് g t സ്ക്വയർ ബൈ 2, t സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ t സ്ക്വയർ ബൈ 2 1 സ്ക്വയർ ബൈ 2 g ബൈ 2 പ്ലസ് f t ക്യൂബ് ബൈ 3 1 ക്യൂബ് മൈനസ് 0 ബൈ 3 f ബൈ 3. പോരെ? കൺഫ്യൂഷൻ അല്ലല്ലോ. നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഇത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ പെറുക്കി ഇങ്ങനെ പറയലല്ല. ലാസ്റ്റ് ലാപ്പ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാതിരിക്കുന്നത്. v0 g ബൈ 2 f ബൈ 3 ബി ഓപ്ഷൻ. ഓക്കെ. നെക്സ്റ്റ് വൺ. A small toy car moving from the position of rest. അപ്പൊ എന്തുമാവട്ടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് മനസ്സിലായി. അണ്ടർ എ കോൺസ്റ്റന്റ് ആക്സലറേഷൻ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ്. ഇഫ് ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് 10 മീറ്റർ ഇൻ t സെക്കൻഡ്, t സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ടോയ് കാർ ഇൻ ദി നെക്സ്റ്റ് t സെക്കൻഡ്. ആദ്യത്തെ t സെക്കൻഡിൽ 10 മീറ്റർ ട്രാവൽ ചെയ്താൽ അടുത്ത t സെക്കൻഡിൽ എത്ര ദൂരം ട്രാവൽ ചെയ്യും? സിമ്പിൾ. ഞാൻ ഒന്നും പറയില്ല. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവലിന്റെ റേഷ്യോ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടി 1:3:5:7 ഈ റേഷ്യോയിലാണ് പോവുക. ആദ്യത്തെ t സെക്കൻഡിൽ 1 മീറ്റർ ട്രാവൽ ചെയ്താൽ അടുത്ത t സെക്കൻഡിൽ 3 മീറ്റർ, പിന്നെ 5 മീറ്റർ. നമുക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യത്തെ 3 സെക്കൻഡിൽ 10 മീറ്റർ ട്രാവൽ ചെയ്തു, അടുത്ത t സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്നത് 30 മീറ്റർ ആയിരിക്കും. സിമ്പിൾ അല്ലേ? സി 30 മീറ്റർ 1:3:5 റേഷ്യോയിലാണ് ഇയാൾ ട്രാവൽ ചെയ്യുക. എടാ എത്ര എളുപ്പമുണ്ട്. 2022 ക്വസ്റ്റ്യൻ. ഓക്കെ. എടാ നെക്സ്റ്റ് വൺ. എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ such that its velocity increases 5 meter per second per meter. 5 meter per second per meter എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ which is equal to 5 meter per second per meter. നോക്ക് യൂണിറ്റ് നോക്ക്. ഈ വെലോസിറ്റിന്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്, ഈ പൊസിഷന്റെ യൂണിറ്റ് ആണ് പെർ മീറ്റർ. അപ്പൊ 5 meter per second per meter. ഞാൻ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ എഴുതുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക dv/dx ന്റെ വാല്യൂ ആണ് 5 meter per second per meter. Acceleration of the particle is dash meter per second at a point where velocity is equal to 20 meter per second. വെലോസിറ്റി 20 meter per second ആകുന്ന സമയത്ത് ആക്സലറേഷൻ എത്തിയാൽ വളരെ സിമ്പിൾ. ആക്സലറേഷൻ ഈക്വൽ ടു നമുക്ക് dv/dx അല്ലേ തന്നത്, v ഇൻറ്റു dv/dx എന്ന് എഴുതാം. ഓക്കെ. എടാ വിന്റെ വാല്യൂ നമുക്കറിയാം 20, dv/dx 5. Therefore we can write 100.
ശരിയല്ലേ? 2022 ക്വസ്റ്റ്യൻ. എടാ നമ്മൾ ഇതുവരെ കുറച്ചൊരു ഗിയറൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് ആൻസർക്ക് എത്തുന്ന ഒരു ഗിയറിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതിക്ക് മനസ്സിലാവുക 100. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. Relation between time t and distance x for a moving body is given as t equal to mx square plus nx, where m and n are constant. Retardation of the motion is. എടാ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ മിക്കവാറും ഷിഫ്റ്റിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ കയറി വരുന്നത്. ഞങ്ങൾ ലെറ്റേഴ്സ് ഒക്കെ അങ്ങനെ മാറ്റി കൊടുത്തിട്ട് മിക്കവാറും ഷിഫ്റ്റിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഓക്കെ, ഇതിന് വളരെ പെട്ടെന്നാണ് ഞാൻ ഇത് ചെയ്യുന്നത്. റിട്ടാർഡേഷൻ ആണ് വേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്തു ഡി ടി ഈസ് ഈക്വൽ ടു, ഇതോടുകൂടെ ഈ സെക്ഷൻ സെറ്റ് ആവണം, 2mx dx പ്ലസ് എൻ ഡി എക്സ് ഇങ്ങനെ കിട്ടും. ഡി ടി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2mx പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1/2mx പ്ലസ് എൻ വെലോസിറ്റി ആയി. എടാ ഇതിന്ന് ആക്സലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്, ശരിയല്ലേ? വിക്ക് പകരം 1/2mx പ്ലസ് എൻ. ഓക്കെ, ഇനി ഡി വി ബൈ ഡി എക്സ് ആണെങ്കിൽ -1/2mx പ്ലസ് എൻ ഹോൾ സ്ക്വയർ ഇൻറ്റു 2m. അപ്പൊ നമുക്ക് ആക്സലേഷൻ ഇസ് ഈക്വൽ ടു -2m ഡിവൈഡഡ് ബൈ 2mx പ്ലസ് എൻ ഹോൾ ക്യൂബ് എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് -2m v ക്യൂബ് ഇങ്ങനെ എഴുതാം. റിട്ടാർഡേഷൻ ആണ് ചോദിച്ചത്. therefore a is equal to 2m v ക്യൂബ്. റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സൈൻ്റെ ആൻസർ ആവശ്യമില്ല. 2m v ക്യൂബ്, 2m v ക്യൂബ്. എ ഓപ്ഷൻ 2m v ക്യൂബ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോവാ. 2m v ക്യൂബ്. നെക്സ്റ്റ് വൺ, velocity displacement graph of a particle is shown in the figure. Acceleration displacement graph of the particle is represented by. എടാ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവും. ഇതിന് എങ്ങനെ ആക്സലേഷൻ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക? സിമ്പിൾ. ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ ആ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതുക. നമുക്കറിയാം സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ y is equal to mx plus c ആണ്. എടാ y ആക്സിൽ കാണിച്ചിട്ടുള്ളത് വെലോസിറ്റി ആണ്, അപ്പോൾ v. ഓക്കെ, എം എന്ന് പറയുന്നത് ഇതിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. ഈ ഫിഗർ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും y2 - y1 എന്ന് പറയുന്നത് -v0, x2 - x1 എന്ന് പറയുന്നത് x0. അപ്പൊ നമുക്ക് -v0 ബൈ x0 ഇൻറ്റു എക്സ് ആക്സിൽ എക്സ് തന്നെ പ്ലസ് y ഇന്റർസെപ്റ്റ് v0 ആണ്. ഇങ്ങനെ കിട്ടി, ശരിയല്ലേ? ഇനി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ വെലോസിറ്റിന്റെ ഇക്വേഷൻ വെലോസിറ്റി പൊസിഷൻ റിലേഷൻ ആണ്. എടാ വെലോസിറ്റി പൊസിഷൻ റിലേഷൻ കിട്ടിയാൽ ആക്സലേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് a ഈക്വൽ ടു v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. പണി കഴിഞ്ഞു. v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഈ ഇക്വേഷന് ഡി വി ബൈ ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും -v0 ബൈ x0 ആണ്. ഞാനത് ചെയ്യേണ്ട ആവശ്യമില്ല. -v0 ബൈ x0 അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എടാ വിക്ക് പകരം -v0 ബൈ x0 ഇൻറ്റു എക്സ് പ്ലസ് v0 ഇൻറ്റു ഡി വി ബൈ ഡി എക്സിന് പകരം -v0 ബൈ x0. ഓക്കേടാ, നിങ്ങൾ ആലോചിച്ചു. ഇപ്പൊ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു, ഞാൻ അതിനെ മൾട്ടിപ്ലൈ ആണ്, ഈ സാധനത്തിന് ഇങ്ങനെ മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എനിക്ക് കിട്ടുന്നത് ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു v0 ബൈ x0 ഹോൾ സ്ക്വയർ, ഓക്കെ, ഇൻറ്റു എക്സ് മൈനസ് v0 സ്ക്വയർ ഡിവൈഡ് ബൈ x0. ഇതാണ് ആക്സലറേഷന്റെ ഇക്വേഷൻ ആണല്ലോ. എടാ ഇതിനെ നിങ്ങൾ y is equal to mx plus c ഫോമിൽ ആണെന്ന് വിചാരിക്കാം. mx plus c ഫോം. അപ്പൊ ഒരു സംശയമല്ല, m ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് v0 ബൈ x0 ആണ്, ശരിയല്ലേ? സ്ലോപ്പ് പോസിറ്റീവ് ആണ്. y ഇന്റർസെപ്റ്റ് സിന്റെ സ്ഥലത്ത് -v0 ബൈ x0 ആണ്. y ഇന്റർസെപ്റ്റ് നെഗറ്റീവ് ആണ്. സ്ലോപ്പ് പോസിറ്റീവും y ഇന്റർസെപ്റ്റ് നെഗറ്റീവുമായിട്ടുള്ള ഗ്രാഫ്, y ഇന്റർസെപ്റ്റ് നെഗറ്റീവുമായിട്ടുള്ള ഗ്രാഫ്. എടാ നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലല്ലോ. സി സ്ലോപ്പ് പോസിറ്റീവും y ഇന്റർസെപ്റ്റ് നെഗറ്റീവുമായിട്ടുള്ള ഗ്രാഫ്. ശരിക്കും മനസ്സിലാക്കാം. y is equal to mx plus c എന്നുള്ള ഇക്വേഷൻ എഴുതി, എന്നിട്ട് y ആക്സിൽ v ഈക്വൽ ടു സ്ലോപ്പ് -v0 ബൈ x0 ഇൻറ്റു എക്സ് v0. ആക്സലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. എടാ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി വി ബൈ ഡി എക്സ് കിട്ടും. നിങ്ങൾ അയക്കന്നെ നോക്ക്. ഡി വി ബൈ ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -v0 ബൈ x0 അത് മാത്രമാണ്.
ഇനി ഞാൻ v ഇൻറ്റു dv ബൈ dx ചെയ്തു. അതായത് വിക്ക് പകരം മൈനസ് v സീറോ ബൈ എക്സ് സീറോ ഇൻറ്റു എക്സ് പ്ലസ് v സീറോ ഇൻറ്റു dv ബൈ dx പകരം മൈനസ് v സീറോ ബൈ എക്സ് സീറോ. അപ്പൊ എനിക്ക് കിട്ടിയതാണ് ഈ കാണുന്ന ഞാനിപ്പോ ഇങ്ങനെ റൗണ്ടിലാക്കുന്ന ആള് അപ്പോ കിട്ടിയ സാധനമാണ്. ഇത് ശരിക്ക് y ഇസ് ഈക്വൽ ടു mx പ്ലസ് c ഫോമിലാണ് അല്ലെ? അതിൽ എനിക്ക് മനസ്സിലായി സ്ലോപ്പ് പോസിറ്റീവ് ആണ്, y ഇന്റർസെപ്റ്റ് നെഗറ്റീവ് ആണ്. ശരിയായോ? സി ഓപ്ഷൻ ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ? യദു ഓക്കെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കേടാ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റൂട്ടോ. നിങ്ങൾ ഇതിലൊന്നും ഇനി ഒന്നും ഒരു കൺഫ്യൂഷനും വിചാരിക്കരുത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കേടാ, നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ. Velocity displacement graph describing the motion of a bicycle is as shown in the following figure. Okay. Acceleration displacement graph of the bicycle's motion is best described. Velocity displacement graph തന്നിട്ടുണ്ട്, എന്നിട്ട് ആക്സലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. എന്ത് ചെയ്യും? ഓക്കെ, ഇപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ 200 to 400 വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ അവിടെ ആക്സലറേഷൻ 0 ആയിരിക്കും. 200 to 400 ആക്സലറേഷൻ 0 ആണ്. അപ്പൊ ഈ ഓപ്ഷനിൽ ആക്സലറേഷൻ 0 ആണ്, ഇവിടെ ആക്സലറേഷൻ 0 ആണ്, ഇവിടെ ആക്സലറേഷൻ 0 അല്ല. അപ്പൊ ഇതല്ല ആൻസർ എന്ന് എനിക്ക് മനസ്സിലായി. ശരിയല്ലേ? കാരണം ഇവിടെ ആക്സലറേഷൻ 0 അല്ല. ഇനി ഈ ഓപ്ഷനിലും ആക്സലറേഷൻ 0 അല്ല, ഇവിടെയും ആക്സലറേഷൻ 0 അല്ല. അപ്പൊ ഇതുമല്ല ആൻസർ. മനസ്സിലായി? ശരിയല്ലോ? ഇനി ആൻസർ വരാൻ സാധ്യത എ ഒ ബി. എ ആണെങ്കിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് ആണ്, ബി ആണെങ്കിൽ ഒരു പരാബോളിക് ഗ്രാഫ് ആണ് അല്ലെ? അപ്പൊ ഞാൻ ഇതിനെ ഒരു ലിസൺ, ഇത് ശരിക്ക് ഈ ഭാഗമല്ല, ദാ ലിസൺ, ഈ ഭാഗം നോക്ക്, ഈ ഭാഗം അതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ഞാൻ അതിനെ y is equal to mx plus c എന്ന് കൊടുത്തു. സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ. y ആക്സിൽ വെലോസിറ്റി ആണ്. ഓക്കേടാ, ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് 40/200 ആണ്. ഇതിൽ സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. 40/200. ഓക്കെ, പോസിറ്റീവ് ആണ്. 40/200. എക്സ് ആക്സിൽ എക്സ് ആണ്, പ്ലസ് y ഇന്റർസെപ്റ്റ് 10 ആണ്. ശരിയല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായത് വെലോസിറ്റി is equal to x/5 plus 10 ആണ്. x/5 plus 10. എടാ, ഇതിന്ന് ആക്സലറേഷൻ കിട്ടണമെങ്കിൽ v into dv/dx ആക്സലറേഷൻ ആവും. ഇതിന്ന് ആക്സലറേഷൻ is equal to vക്ക് പകരം x/5 plus 10. ഇതാണ് v. ഇനി നോക്കടാ, dv/dx എന്ന് പറഞ്ഞാൽ ഒരു സംശയമല്ല, അത് 1/5 ആണ്. dv/dx. ഓക്കെ, അപ്പൊ ഞാനിവിടെ 1/5 കൂടെ കൊടുത്തു. ഓക്കെ, ഇതിന്ന് ആക്സലറേഷൻ is equal to x/25 plus 2. x/25 plus 2. ഇനി എല്ലാവരും ഈ ഇക്വേഷൻക്ക് ഇത് നമുക്കൊന്ന് ശ്രദ്ധിക്കുക. ആക്സലറേഷൻ is equal to x/25 plus 2. This is just like y is equal to mx plus c. mന്റെ വാല്യൂ 1/25 ആണ്. mന്റെ വാല്യൂ. cന്റെ വാല്യൂ 2 ആണ്. 1/25ഉം 2. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് ആണ് വരിക. Therefore the answer is A. B അല്ലടാ, A. ശരിയായോ? സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് ആണ് വരിക. ആക്സലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആണ്. അത് നമ്മൾ ശരിക്കും കണ്ടുപിടിച്ചു. v into dv/dx ചെയ്തു നോക്കി. അപ്പൊ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ ആണ് വന്നത്. അപ്പൊ അതുകൊണ്ട് ആൻസർ എ ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, ഞാൻ 2 ക്വസ്റ്റ്യൻ എടുത്തത് അതിനെ കുറിച്ച് ധാരണ നിങ്ങൾക്ക് കിട്ടാനാട്ടോ. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും അനലൈസ് ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെടാ, next one. A scooter accelerates from rest for time t1 at a constant rate a1 and then retards at constant rate a2 for a time t2 and comes to rest. Correct relation between t1 and t2. Start ചെയ്യാം. നോക്കടാ, ഇങ്ങനൊരു സംഭവം. ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെന്ന് വിചാരിക്കുക. പെട്ടെന്നുണ്ട്, ലിസൺ. A scooter accelerate from rest for a time t1. ഇപ്പൊ t1 ടൈം ഈ സ്കൂട്ടർ ആക്സലറേറ്റ് ചെയ്തു. ഈ സമയം t1 ആണ്. Then it decelerate for a time t2. t2 ടൈം ഇയാൾ ഡീസിലറേറ്റ് ചെയ്തു.
എടാ ഇയാൾ അറ്റൈൻ ചെയ്ത മാക്സിമം വെലോസിറ്റി v ആണെന്ന് വിചാരിക്കുക. ആക്സലറേഷൻ a1 ആണ്, ഡീസലറേഷൻ a2. അപ്പൊ ഇതെന്ന് എനിക്ക് മനസ്സിലായത് a1 ഈക്വൽ ടു v ബൈ t1. കുഴപ്പമില്ലല്ലോ. ഇവിടുന്ന് t1 is equal to v by a1. ഇത് നമുക്ക് കിട്ടിയതാണ്. t1 is equal to v by a1. എടാ അടുത്ത പോയിന്റ് a2 ഈക്വൽ ടു v by t2. ഇങ്ങനെയുണ്ട്. ഇതിന്ന് t2 ഈക്വൽ ടു v ഡിവൈഡഡ് ബൈ a2. ഇങ്ങനെയുണ്ട്. ഓക്കെ, നിങ്ങളടുത്ത് ചോദിച്ചത് t1 by t2 എന്താണെന്നുള്ളതാണ് ചോദ്യം. t1 by t2 is equal to a2 by a1. t1 by t2 is equal to a2 by a1. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. t1 by t2 is equal to a2 by a1. ഓക്കേടാ, നമുക്ക് 2021 ഷിഫ്റ്റ് ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് ചെയ്യാം. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ആൻസറിൽ എത്താൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ബി ഓപ്ഷൻ അല്ലേ, a2 by a1, ദാറ്റ് ഇസ് ബി ഓപ്ഷൻ. എടാ അടുത്ത ക്വസ്റ്റ്യൻ. An engine of a train moving with a uniform acceleration, okay, passes a signal post with a velocity u and the last compartment with a velocity v, velocity with which middle point of the train passes the single post. അപ്പൊ നിങ്ങൾ ഇതാണ് നമ്മൾ ആ പോസ്റ്റ് എന്ന് വിചാരിക്കുക. ഓക്കേടാ, ഈ വരുന്നാണ് നമ്മളെ ട്രെയിനിന്റെ ടോട്ടൽ ലെങ്ത് 2s ആണെന്ന് വിചാരിച്ചു. 2s. അപ്പൊ ഇതാണ് എൻജിൻ പാർട്ട്, ഇവിടുത്തെ വെലോസിറ്റി u ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് കമ്പാർട്ട്മെന്റ്, ഇവിടുത്തെ വെലോസിറ്റി v ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ മിഡിൽ കമ്പാർട്ട്മെന്റ് വെലോസിറ്റി ഞാൻ v ഡാഷ് ആയിട്ട് എടുത്തു. ഈ ഡിസ്റ്റൻസ് s ആണ്, ഈ ഡിസ്റ്റൻസും s ആണ്. ഇതൊരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. പണി കഴിഞ്ഞു. നോക്ക്, ഈ എൻജിൻ പാർട്ടിൽ നിന്ന് മിഡിൽ കമ്പാർട്ട്മെന്റിലോട്ട് എത്തുമ്പോൾ ഈ ട്രെയിൻ s ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് v ഡാഷ് ഈക്വൽ ടു അല്ലെങ്കിൽ v ഡാഷ് സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as എന്ന് എഴുതാം. അങ്ങനെ മിഡിൽ പാർട്ട് ഇവിടെ എത്തിട്ടോ. മിഡിൽ പാർട്ടിന്റെ വെലോസിറ്റിയാണ് v ഡാഷ്. ഇനി അവിടുന്ന് ലാസ്റ്റ് കമ്പാർട്ട്മെന്റ് എത്തുമ്പോഴേക്കും, ലാസ്റ്റ് കമ്പാർട്ട്മെന്റ് വെലോസിറ്റി v സ്ക്വയർ അല്ലേ, v സ്ക്വയർ ഈക്വൽ ടു മിഡിൽ പാർട്ടിൽ നിന്ന് ലാസ്റ്റ് കമ്പാർട്ട്മെന്റിലോട്ട് എത്തുമ്പോഴേക്കും v ഡാഷ് സ്ക്വയർ പ്ലസ് 2as ഡിസ്റ്റൻസ് വീണ്ടും ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ എഴുതാം നമുക്ക്. ഇവിടുന്ന് 2as is equal to v dash square minus u square ആണ്. അത് നമുക്ക് കിട്ടി. അപ്പൊ പണി കഴിഞ്ഞു. v square is equal to v dash square plus 2as ന് പകരം v dash square minus u square. എടാ ഇവിടുന്ന് v square plus u square is equal to 2v dash square. v dash is equal to പറയേണ്ട ആവശ്യമില്ല, root of v square plus u square divided by 2. root of v square plus u square divided by 2. ഇതാണ് സംഭവം. അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കണം. ഫ്രണ്ട് പോർഷന്റെ u, മിഡിൽ പോർഷന്റെ v ഡാഷ്, ലാസ്റ്റ് പോർഷന്റെ v. s ഡിസ്റ്റൻസ് ഇവിടെ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും, ഇവിടെ s ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയാം. ഓക്കെ, എ ഓപ്ഷൻ. ഒരുപാട് ആളുകൾ ആൻസർ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ലിസൺ. If the initial velocity in horizontal direction of a projectile is unit vector I dash, okay, initial velocity in the horizontal direction is I dash. Equation of trajectory y is equal to 5x into 1 minus x. Okay, 5x into 1 minus x. Component of velocity of the initial velocity is, component of vector of the initial velocity is, component of vector of the initial velocity is. എടാ അതൊരു അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. കാരണം JEE മെയിൻസിന്റെ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലാതെ സംഭവം അല്ല. നോക്കേ, ഇവിടെ ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി y ഈക്വൽ ടു നമുക്ക് തന്നത് 5x മൈനസ് 5x സ്ക്വയർ ആണ്. ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് വെക്ടർ. കോമ്പണന്റ് ഓഫ് വെക്ടർ ഓഫ് ദി ഇനീഷ്യൽ വെലോസിറ്റി ഡാഷ് ജാക്ക, വെർട്ടിക്കൽ കോമ്പണന്റ് ആണ് വേണ്ടത്. അപ്പൊ ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. dy by dt ഈക്വൽ ടു 5 into dx by dt മൈനസ് 10x into dx by dt. ശരിയല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, dy by dt എന്ന് പറഞ്ഞാൽ നമുക്ക് uy എന്ന് കൊടുക്കാം, ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി. 5 into dx by dt എന്ന് പറഞ്ഞാൽ ux എന്ന് കൊടുക്കാം. അങ്ങനെ dy by dt നെ uy എന്നും
dx by dt നെ ux എന്നും കൊടുക്കുകയാണെങ്കിൽ x ന്റെ വാല്യൂ എത്രയായിരിക്കും? വേം പറ. dy by dt നെ uy എന്നും dx by dt നെ ux എന്നും കൊടുക്കുകയാണെങ്കിൽ അതിനർത്ഥം ഈ പാർട്ടിക്കിൾ നിൽക്കുന്നത് ഇവിടെയാണ് അല്ലെ? പ്രൊജക്ട് ചെയ്ത പോയിന്റ് എന്നാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്, which means x ന്റെ വാല്യൂ 0 ആയിരിക്കും. നിങ്ങൾ ഈ dy by dt നെ vy എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ട്, ഈ പിയിൽ എത്തിയിട്ടുണ്ടാവും. അപ്പൊ പിയിൽ എത്തിയിട്ടുണ്ട്. dx by dt നെ ux തന്നെയാണ് കൊടുക്കുക, അല്ലെങ്കിൽ vx എന്ന് കൊടുത്തു. അപ്പൊ x ന്റെ വാല്യൂ 0 അല്ല. പകരം dy by dt നെ uy എന്നും dx by dt നെ ux എന്നും കൊടുക്കുമ്പോൾ x ന്റെ വാല്യൂ ux uy എന്നൊക്കെ കൊടുക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. അതുകൊണ്ട് ഈ ടേം 10 into 0 into ux എന്ന് എഴുതാം. അപ്പൊ കഴിഞ്ഞു. എടാ ഇതിന്ന് ഇപ്പൊ നമുക്ക് കിട്ടിയത് uy ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 5 ux. ux ന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. therefore uy equal to 5 meter per second. therefore the answer is 5 jk. ഇത് അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും മെയിൻസ് ചെയ്യുന്ന പോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാട്ടോ. ആ കൺസെപ്റ്റ് കിട്ടണം. നോക്ക്, ഇതാണ് തന്നത് ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി. ഇതാണ് ഞാൻ ഇതിന് dy by dt കണ്ടുപിടിച്ചു. dy by dt എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പോയിന്റിലെ വെലോസിറ്റി, വെർട്ടിക്കൽ വെലോസിറ്റി. ഓക്കെ, അതിനെ ഞാൻ uy എന്ന് എഴുതിയാൽ അതിനർത്ഥം x ന്റെ വാല്യൂ 0 ആണെന്നുള്ളതാണ്. ഓക്കെ, എ ഓപ്ഷൻ ആയിരിക്കും ആൻസർ. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two guns A and B can fire bullet at a speed 1 kilometer per second and 2 kilometer per second respectively. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ രണ്ട് ഗൺ ഇമാജിൻ ചെയ്യുക. എ ബി ഫയർ ബുള്ളറ്റ് അറ്റ് സ്പീഡ് 1 kilometer per second and 2 kilometer per second respectively from a point on a horizontal ground. They are fired in all possible direction. ചുറ്റും ഫയർ ചെയ്യണം നമ്മൾ. Ratio of the maximum area covered by the bullet fired by the two guns are in the ground. എടാ ഏരിയ കവേർഡ് ബൈ ദി ബുള്ളറ്റ്. ലിസൺ, ഏരിയ കവേർഡ് ബൈ ദി ബുള്ളറ്റിനെ ഞാൻ എ ഈക്വൽ ടു സാധാരണ രീതിയിൽ പൈ ആർ സ്ക്വയർ എന്നാണ് എഴുതുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ബുള്ളറ്റ് ഇവിടെ പോയാണ് വീണു. അപ്പൊ ഈ കാണുന്ന ഡിസ്റ്റൻസ് അതിന്റെ റേഞ്ച് ആണ്. നോക്കെ, ഇങ്ങനെ ഫയർ ചെയ്യുന്ന സമയത്ത് ഈ ബുള്ളറ്റ് ഇങ്ങനെ എല്ലാ ഡിസ്റ്റൻസിലും ഇങ്ങനെ വന്ന് വീഴുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് ഇതിന്റെ റേഞ്ച് ആണ്. അത് നമുക്ക് കിട്ടി, റേഞ്ച്. അപ്പൊ എനിക്ക് ഏരിയ കിട്ടണമെങ്കിൽ പൈ ഇൻറ്റു റേഞ്ചിന്റെ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. പൈ ഇൻറ്റു റേഞ്ച് സ്ക്വയർ, ഇതാണ് ഇവിടുത്തെ ഏരിയ. ക്ലിയർ അല്ലേ? ഇനി മാക്സിമം ഏരിയ എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് ചെയ്ത ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. എടാ അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഏരിയ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു മാക്സിമം റേഞ്ച് യു സ്ക്വയർ സൈൻ അല്ലെ, യു സ്ക്വയർ ബൈ ജി. ഇതല്ലേ സാധനം? കഴിഞ്ഞു. ഇതിന്ന് ഏരിയ പ്രൊപ്പോർഷണൽ ടു യു സ്ക്വയർ എന്ന് വന്നു. ക്ലിയർ അല്ലേ? ഇനി കവേർഡ് ബൈ ദി ബുള്ളറ്റ് ഇൻ ദി ടു ഗൺസ്. ഓക്കെ, ആദ്യത്തെ ആൾ എന്റെ ഏരിയ ഡിവൈഡഡ് ബൈ ബിന്റെ ഏരിയ ഇസ് ഈക്വൽ ടു യു എ ഡിവൈഡഡ് ബൈ യു ബി ഹോൾ സ്ക്വയർ. ഇങ്ങനെ നമുക്ക് കിട്ടി. യു എ 1 ആണ്, യു ബി 2 ആണ്. ഓക്കെ, ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവണം. ലിസൺ. ഓക്കെ, ശ്രദ്ധിക്ക. നോക്കേ, ഇവിടെ ഏരിയ ഈക്വൽ ടു പൈ ഇൻറ്റു റേഞ്ചിന്റെ സ്ക്വയർ. അത് മനസ്സിലാക്കണം, റേഞ്ചിന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഏരിയ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു യു സ്ക്വയർ ബൈ ജിന്റെ സ്ക്വയർ. ഞാൻ നേരത്തെ അതെടുക്കാൻ മറന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കുന്നത് ഏരിയ പ്രൊപ്പോർഷണൽ ടു യു റേസ് ടു 4. ശരിയല്ലടാ? ആദ്യത്തെ എന്റെ ഏരിയ ഡിവൈഡഡ് ബൈ ബിന്റെ ഏരിയ ഇസ് ഈക്വൽ ടു u1 by u2 whole raised to 4. അത് ശ്രദ്ധിക്കാം. u1 1 ആണ്, u2 2 ആണ്, all raised to 4. therefore the answer is 1:16. 1:16. okay, A option 1:16. സെറ്റ് ആയല്ലോ? 1:16. എടാ അടുത്ത ക്വസ്റ്റ്യൻ സമയമില്ല. A shell is fired from a fixed artillery gun with an initial speed u such that it hits the target on the ground at a distance r from it. അപ്പൊ റേഞ്ച് ആണ് r. T1 and T2 are the values of the time taken by it to hit the target in two possible ways. Product of T1 and T2 is. എടാ ഇതാണ് ഇതിനകത്തെ കീ വേർഡ്. T1 and T2 are the values of time taken by it to hit the target in two possible ways. Okay, same target ഹിറ്റ് ചെയ്യാനുള്ള രണ്ട് വഴികളിൽ ഉള്ള ടൈം ടേക്കൺ ആണ് T1 and T2. ഏതാ സെയിം ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സെയിം റേഞ്ച് കിട്ടാനുള്ള രണ്ട് വഴികളിൽ എടുക്കുന്ന ടൈമാണ് T1 and T2. എടാ ഒരു വഴി എന്ന് പറഞ്ഞാൽ തീറ്റ ആംഗിൾ പ്രൊജക്ട് ചെയ്യുക, അടുത്ത വഴി എന്ന് പറഞ്ഞാൽ
90 minus theta angle project ചെയ്യാം. Then product of T1 and T2. Clear അല്ലേ? ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവും. സെയിം ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യാനുള്ള രണ്ട് വഴികൾ. ഓക്കെ, ആ രണ്ട് വഴികളിലുള്ള പ്രൊജക്ട് ചെയ്യുമ്പോഴുള്ള ടൈമാണ് T1 and T2. അതായത് T1 എന്ന് പറഞ്ഞാൽ തീറ്റ ആംഗിൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ ടൈം, T2 എന്ന് പറയുന്നത് 90 മൈനസ് തീറ്റ ആംഗിൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ ടൈം. ഡയറക്റ്റ് ആയിട്ട് ഞാൻ T1 T2 ആണ് കണ്ടുപിടിക്കുകയാണ്. എടാ T1 നമുക്കറിയാലോ, ടൈം ഓഫ് ഫ്ലൈറ്റ് ഈക്വൽ ടു 2u sin theta by g. ഇപ്പൊ 2u sin theta by g ഇതാണ് T1. T2 എന്ന് പറഞ്ഞാൽ 2u sin 90 minus theta by g. കാരണം രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞ് 90 minus theta ആംഗിൾ പ്രൊജക്ട് ചെയ്യാണ്. 2u sin 90 minus theta, അതായത് cos theta divided by g. റേഞ്ചുമായിട്ടുള്ള റിലേഷൻ ആണ് വേണ്ടതെന്നുള്ള ഓപ്ഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം ചെയ്തു, 2നെ മാറ്റി വെച്ചു, ഒരു 2. u into u നിങ്ങൾക്ക് കാണാം, u into u എന്ന് പറഞ്ഞാൽ u സ്ക്വയർ. ഓക്കെ, പിന്നെ അടുത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു 2 ഉണ്ട്, സൈൻ തീറ്റ ഉണ്ട്, കോസ് തീറ്റ ഉണ്ട്. 2 സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി, പിന്നെ ഒരു ജിയും കൂടെ ഉണ്ട്. ലിസൺ, യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി, അതാണ് റേഞ്ച്. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, T1 T2 ഈക്വൽ ടു 2r by g. ഓക്കെ, 2r by g, 2r by g. Therefore the answer is C. സിമ്പിൾ അല്ലേ? ആ ക്വസ്റ്റിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കണം കേട്ടോ. ആ ചോദ്യത്തിന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ ഓക്കെ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, 2r by g. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിസൺ, ശരിക്കും മനസ്സിലാക്കണം. ട്രാജക്ടറി ഓഫ് എ പ്രൊജക്റ്റൈൽ near the surface of earth is given by y is equal to 2x minus 9x square. If it were launched at an angle theta 0 with a speed v0, then g equal to, then theta 0 കണ്ടുപിടിക്കണം, v0 കണ്ടുപിടിക്കണം അല്ലേ? ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കടാ. ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇതാ ഇപ്പൊ ബൈഹാർട്ട് ചെയ്യണം, ഒരാഴ്ചയുള്ളൂ നമ്മളെ എക്സാമിന്. അതുകൊണ്ടാണ് trajectory of a projectile near the surface of earth is given by y is equal to 2x minus 9x square എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് were launched, angle of projection ആണ് theta 0 and speed of projection ആണ് v0. അത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ y is equal to x tan theta minus gx square divided by 2u square cos square theta. ഓക്കെടാ, ഇത് എല്ലാവരും ഇപ്പൊ ഇവിടെ നിന്ന് പഠിക്കുക. എക്സ് ടാൻ തീറ്റ മൈനസ് ജി എക്സ് സ്ക്വയർ ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ, ഇത് പഠിക്കാം. എന്നിട്ട് ഇയാളുമായിട്ട് ഇതിനൊന്ന് കമ്പയർ ചെയ്യാം. വളരെ എളുപ്പമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എക്സ് ടാൻ തീറ്റ. അപ്പൊ ഈ ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ടാൻ തീറ്റ ഈക്വൽ ടു 2 ആണ്. ക്ലിയർ അല്ലേ? ടാൻ തീറ്റ 2 ആണ്. പക്ഷെ പ്രശ്നം ഇവിടെ കോസിന്റെയും സൈന്റെയും ടേമിലാണ്. ഞാനൊരു കാര്യം ചെയ്തു, ഇത് കിട്ടണമെങ്കിൽ എളുപ്പമുള്ള ഒരു പണി ഒപ്പിച്ചു. തീറ്റ ഇത് 2, ഇത് 1, ഇത് √5. അപ്പൊ നമുക്ക് കോസ് തീറ്റയാണ് ചോദിക്കുന്നതെങ്കിൽ കോസ് ഇൻവേഴ്സ് 1/√5 അങ്ങനെ ഒരു സാധനം ഉണ്ടോ നോക്കാം. കോസ് ഇൻവേഴ്സ് 1/√5 ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്, കണ്ടല്ലോ. കോസ് ഇൻവേഴ്സ് 1/√5. സൈൻ തീറ്റ ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് 2/√5, സൈൻ ഇൻവേഴ്സ് 2/√5 ഇങ്ങനെ ഓപ്ഷനും ഉണ്ട്. പ്രശ്നമായി. കോസ് ഇൻവേഴ്സ് 1/√5 ഉണ്ട്, സൈൻ ഇൻവേഴ്സ് 2/√5 ഉണ്ട്. അപ്പൊ ഇനി എന്തായാലും ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാതെ ഒരു രക്ഷയില്ല. ഈ രണ്ട് ഓപ്ഷനിൽ ഇതോ ആയിരിക്കും ആൻസർ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാതെ ഒരു രക്ഷയില്ല. അടുത്ത കേസിൽ ഞാൻ എടുക്കുന്ന പണി നോക്കിക്കോ. ഇവിടെ 9x സ്ക്വയർ ആണ്, നിങ്ങൾ കാണുന്നുണ്ടോ? അത് 9 ഈക്വൽ ടു ജി ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇങ്ങനെ എഴുതി. ഓക്കെ, എടാ ഇതിന്ന് 9 ഈക്വൽ ടു ജിക്ക് പകരം 10 ഡിവൈഡഡ് ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ അത് 1/5 ആണ്. ശരിയല്ലേ? എടാ ഇപ്പൊ നമ്മളെ ജോലി കൃത്യമായിട്ട് കഴിഞ്ഞു അല്ലെ? കോസ് സ്ക്വയർ തീറ്റ അത് 1/5 ആണ്. എടാ ഇപ്പൊ എന്താ നമുക്ക് കിട്ടുന്നത്? ലിസൺ, യു സ്ക്വയർ ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 2 into 9 കിട്ടിയല്ലോ. എടാ ഇതിന്ന് യു സ്ക്വയർ ഈക്വൽ ടു 50/2 25 ഡിവൈഡ് ബൈ 9 യു ഈക്വൽ ടു 5/3. ഇതാണ് യു, 5/3 മീറ്റർ പെർ സെക്കൻഡ്. For 5/3. Therefore the answer is D option. ശരിയായോ?
അപ്പോൾ ഈ പ്രോബ്ലം ഒക്കെ നോക്കി 2019 ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കണം കേട്ടോ. ചില ആളുകൾക്ക് അത് അറിയുന്നുണ്ടാവില്ല, ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ അത് പഠിക്കണം. ഡി ഓപ്ഷൻ ആയിരിക്കും ആൻസർ. ആദ്യം ഞാൻ ആംഗിൾ കണ്ടുപിടിച്ചു, അത് എളുപ്പമാണ്. പക്ഷെ 2 ആംഗിളിൽ പോസിബിൾ ആയതുകൊണ്ട് വലിയ പ്രശ്നം വന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെലോസിറ്റിയും കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Stream of river is flowing with a speed 2 km/h. A swimmer can swim with a speed 4 km/h. What should be the direction of the swimmer with respect to the flow of the river to cross the river straight? To cross the river straight. റിവറിനെ നേരെ മുറിച്ച് കിടക്കണം അല്ലേ? എടാ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് അറിയുന്ന ഒരു കേസാണ്. നോക്കി, ഈ പിയിലാണ് ഈ സ്വിമ്മർ നിൽക്കുന്നത് വിചാരിക്കാം. പി എന്നുള്ള പോയിന്റ് ഡയറക്റ്റ് ആയിട്ട് ക്രോസ് ചെയ്ത് ക്യൂലെത്തണം. ഇതാണ് ആവശ്യം. റിവറിന്റെ വെലോസിറ്റി വി ആർ ഈക്വൽ ടു വെലോസിറ്റി ഓഫ് റിവർ ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. 2 km/h. എടാ സ്വിമ്മറിന് നേരെ അപ്പുറത്തെത്തണമെങ്കിൽ അയാൾ നീന്തേണ്ടത് ഈ ഡയറക്ഷനിലാണ്. നിങ്ങൾക്കറിയാം. അപ്പൊ വെലോസിറ്റി ഓഫ് മാൻ 4 km/h ആണ്. ഇതിങ്ങനെയാണ്. ഞാൻ ഈ ആംഗിൾ തീറ്റയായിട്ട് എടുത്തു. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ലിസൺ. അപ്പൊ നോക്ക്, ഈ സംഭവം ഇത് 4 sin തീറ്റയാണ്. നമുക്കറിയാലോ. ഈ കാണുന്നത് 4 cos തീറ്റയാണ്. ഇത് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. നേരെ അപ്പുറത്തെത്തണമെങ്കിലുള്ള കണ്ടീഷൻ ഡ്രിഫ്റ്റ് 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 4 sin തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് എക്സിലുള്ള വെലോസിറ്റിയാണ് 4 sin തീറ്റ, പോസിറ്റീവ് എക്സിലുള്ള 2. ആ റിവറിന്റെ ഫ്ലോനെ പിടിച്ചു നിർത്തണം. അപ്പോൾ sin തീറ്റ ഈക്വൽ ടു 1/2 എന്ന് വന്നു. തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി വന്നു. ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് റിവർ ഫ്ലോയുമായിട്ടുള്ള ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. റിവർ ഫ്ലോയുമായിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ ആംഗിൾ 90 + 30 ആണ്. ദാറ്റ് ഈസ് 120 ഡിഗ്രി വിത്ത് ദി റിവർ ഫ്ലോ. 120 ഡിഗ്രി വിത്ത് റിവർ ഫ്ലോ. ഇനി അപ്പുറത്തെത്താനുള്ള ടൈം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം വിഡ്ത്ത് ഡിവൈഡ് ബൈ VM cos തീറ്റ വെച്ചാൽ അപ്പുറത്തെത്താനുള്ള ടൈം കണ്ടുപിടിക്കും. ഓക്കെ, 120 ഡിഗ്രി. വെരി ഗുഡ്. എടാ അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. Two projectiles A and B are thrown with an initial velocity 40 m/s, 60 m/s at an angle 30 and 60 with the horizontal respectively. Ratio of their ranges. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു സാധനം 30 ഡിഗ്രിയിൽ, അടുത്ത ആള് 60 ഡിഗ്രിയിൽ. അങ്ങനെ വരുന്നതോടുകൂടെ അതിന്റെ ആംഗിൾ ഡിപ്പെൻഡൻസി പോയി. കാരണം ഒന്ന് അല്ലെ, നമുക്കറിയാലോ, ഒന്ന് sin 60 മറ്റൊന്ന് sin 120 ഒക്കെ ആയിരിക്കും. അതിന്റെ അല്ലെ തീറ്റ 90 - തീറ്റ ആകുമ്പോൾ വലിയ പ്രശ്നമല്ല. അപ്പൊ റേഷ്യോ ഓഫ് റേഞ്ച് കിട്ടണമെങ്കിൽ R പ്രൊപ്പോർഷണൽ ടു U² മതി. R1 ഡിവൈഡ് ബൈ R2 ഈക്വൽ ടു U1 ഡിവൈഡഡ് ബൈ U2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. വിച്ച് മീൻസ് 40/60 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അതായത് 2/3 ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 4/9. 4:9. സിമ്പിൾ ക്വസ്റ്റ്യൻ. 4:9. ആ തീറ്റ 90 - തീറ്റ എന്ന് തരുന്നതോട് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം എന്താ അതിന്റെ അവസ്ഥ എന്നുള്ളത് കേട്ടോ. 4:9. എടാ അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ. ലിസൺ. 2 projectile thrown at 30 degree and 45 degree with the horizontal respectively reach maximum height in same time. ഒരേ ടൈമിലാണ് മാക്സിമം ഹൈറ്റിൽ എത്തിയത്. റേഷ്യോ ഓഫ് ദെയർ ഇനീഷ്യൽ വെലോസിറ്റി. നോക്ക്, ആക്ച്വലി ടൈം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാലോ uy/g, അതായത് u sin θ/g, uy/g. അപ്പൊ രണ്ടാളുടെയും ടൈം ഓഫ് ഫ്ലൈറ്റ് സെയിം ആണെന്ന് പറഞ്ഞാൽ അതെന്ന് മനസ്സിലാക്കുന്നത് uy വാല്യൂ സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആദ്യത്തെ ആളുടെ uy1 is equal to അടുത്ത ആളുടെ uy2. ഇതിനെ u1 sin θ1 എന്ന് കൊടുക്കുക, which is equal to u2 sin θ2. അത് രണ്ടും ഈക്വൽ ആണ്. അതാ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. u1/u2 is equal to sin θ2 divided by sin θ1. എടാ sin θ2 sin 45 ആണ്, which is equal to 1/2. sin θ1 എന്ന് പറഞ്ഞാൽ sin 30 ആണ്, which is equal to 1/2. ശരിയല്ലേ? Therefore u1/u2 is equal to √2. Therefore the answer is √2:1. √2:1. C option. Okay? Next question. Listen. A ball of mass m thrown vertically upwards. Another ball of mass 2m is thrown at an angle theta with the vertical. Both the balls stay in air for same period of time. ഇത് വല്ലാത്തൊരു സംഭവമാണ്.
രണ്ടിൻ്റെയും ടൈം ഓഫ് ഫ്ലൈറ്റ് സെയിം ആണ്. ദാറ്റ് ഇസ് T1 ഈക്വൽ ടു T2 ആണ്. നമുക്കറിയാം T ഈക്വൽ ടു U2UY/G ആണ് അല്ലേ? ഇത് സെയിം ആവണമെങ്കിൽ UY സെയിം ആണ്. Ratio of the height attained by the two balls respectively is 1/x. Value of x is. എനിക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മനസ്സിലായത് രണ്ടിന്റെയും ടൈം ഓഫ് ഫ്ലൈറ്റ് സെയിം ആണെന്ന് പറഞ്ഞാൽ UY രണ്ടാളതും സെയിം ആണ്. അങ്ങനെ മനസ്സിലായി. ഇനി റേഷ്യോ ഓഫ് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കേണ്ടത്. എടാ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ UY²/2G. ശരിയല്ലേ? ടൈം ഓഫ് ഫ്ലൈറ്റ് സെയിം എന്ന് പറഞ്ഞാൽ UY സെയിം. H മാക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് UY². രണ്ടിന്റെ UY സെയിം ആണ്. അപ്പൊ H മാക്സും സെയിം ആണ് എന്ന് പറഞ്ഞാൽ we can write H1/H2 is equal to 1. H1/H2 is equal to 1. Therefore x is equal to 1. x ന്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, ആ കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കണം. ടൈം ഓഫ് ഫ്ലൈറ്റ് സെയിം ആണെന്ന് പറഞ്ഞാൽ UY സെയിം. H മാക്സ് സെയിം ആണെന്ന് പറഞ്ഞാൽ അവിടെയും UY സെയിം. UY²/2G. അങ്ങനെയാണെങ്കിൽ UY സെയിം ആണെങ്കിൽ H മാക്സിന്റെ റേഷ്യോ H1/H2 is equal to 1. 1/x എന്ന് പറയുമ്പോൾ x ന്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ് സെയിം ആണെങ്കിൽ UY സെയിം ആണ്. H മാക്സ് സെയിം ആകുമ്പോൾ അവിടെയും UY സെയിം ആണ് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ 1 ആയിരിക്കും ആൻസർ. എടാ അടുത്ത ക്വസ്റ്റ്യൻ ലിസൺ. ഇതും ഒരു അഡ്വാൻസ് ക്വസ്റ്റ്യൻ ആണ്. ഞാനത് സെലക്ട് ചെയ്യാൻ കാരണം മെയിൻസിന്റെ നിലവാരേ ഉള്ളൂ, അതുകൊണ്ടാണ് സെലക്ട് ചെയ്തത് കേട്ടോ. An object is projected in the air with an initial velocity u at an angle theta. Projectile motion is such that horizontal range r is maximum. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 45 ഡിഗ്രിയിലാണ് പ്രൊജക്റ്റ്. Another object is projected in the air with a horizontal range half the range of first. അപ്പൊ രണ്ടാമത് പ്രൊജക്ട് ചെയ്ത ആളുടെ റേഞ്ച്, അതായത് രണ്ടാമത് പ്രൊജക്ട് ചെയ്ത ആളുടെ റേഞ്ച് ആദ്യം പ്രൊജക്ട് ചെയ്ത ആളുടെ റേഞ്ചിന്റെ പകുതിയാണ്, R1/2 ആണ്. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി റിമൈൻസ് സെയിം. രണ്ടിന്റെയും ഇനീഷ്യൽ വെലോസിറ്റി സെയിം ആണ്. In both the cases, the value of angle of projection at which the second object is projected. രണ്ടാമത്തെ ആളുടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഇനീഷ്യൽ വെലോസിറ്റി സെയിം ആണെന്ന് പറഞ്ഞിട്ടല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. U² sin 2θ/G. ഇതാണ് R2. R1 എന്ന് പറയുന്നത് നമുക്കറിയാം, ഹാഫ് അവിടെ നിൽക്കട്ടെ. R1 എന്ന് പറയുന്നത് റേഞ്ച് ഇസ് മാക്സിമം എന്ന് പറയുന്നത്. അപ്പൊ 45 ഡിഗ്രിയിലാണ് പ്രൊജക്ട് ചെയ്തത്. രണ്ടിന്റെയും ഇനീഷ്യൽ വെലോസിറ്റി സെയിം ആണ്. R1 എന്ന് പറഞ്ഞാൽ U²/G. കഴിഞ്ഞോടാ, സിമ്പിൾ. U²/G കട്ട് ചെയ്ത് പോയി. അപ്പൊ sin 2θ ഈക്വൽ ടു 1/2. 2θ ഈക്വൽ ടു 30. θ ഈക്വൽ ടു 15 ഡിഗ്രി. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 15 ആണ് ആൻസർ. ഇത് മെയിൻസിന്റെ ലെവലേ ഉള്ളൂ. 15. ഓക്കേടാ, ശരിയായല്ലോ? 15 ടോ. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ ലിസൺ, എല്ലാവരും ശ്രദ്ധിക്കാം. Two particles A and B are moving two concentric circle of radii R1 and R2. രണ്ട് സർക്കിൾ കാണുന്നുണ്ട്, ഒന്ന് റേഡിയ R1 and R2. With equal angular speed omega at t is equal to 0, the position and the direction of motion are shown in the figure. കണ്ടല്ലോ നിങ്ങൾ, ദാ ഇവിടെ ഇങ്ങോട്ടും ഇവിടെ ഇങ്ങോട്ടും. ഓക്കെ, ഇനി റിലേറ്റീവ് വെലോസിറ്റി VA vector minus VB vector at t is equal to pi/2 omega. T equal to pi/2 omega ടൈമില് pi/2 omega ടൈമിലെ TA vector minus TB vector. എടാ pi/2 omega അല്ലെ? T equal to അവർ പറഞ്ഞത് pi/2 omega എന്ന് പറഞ്ഞാൽ pi/2 into 2pi/t. ഇങ്ങനെയല്ലേ കിട്ടുക? 2pi/t. ഈ പൈയും ക്യാൻസൽ ചെയ്യും. ഓക്കെ, 2 into 2pi/t. അപ്പൊ എനിക്ക് മനസ്സിലായത് T/4 ടൈം ആണ്. T/4 ടൈം ക്ലിയർ ആണല്ലോ? ഓക്കെടാ, pi/2 omega, pi into 2 into omega പകരം 2pi/t കൊടുത്തു. ഇപ്പൊ T/4 ടൈം. ഇയാള് T/4 ടൈമില്, ലിസൺ എല്ലാവരും ശ്രദ്ധിക്കുക, ആദ്യത്തെ ആള് T/4 ടൈമില് ദാ ഇവിടെത്തും. ക്ലിയർ അല്ലേ? വിച്ച് മീൻസ് അയാളുടെ വെലോസിറ്റി ഇങ്ങോട്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഇതിന്ന് എനിക്ക് VA vector equal to, ലിസൺ, R1 omega minus I cap എന്ന് എഴുതാം. മൈനസ് I cap. അടുത്ത ആള് T/4 ടൈമില്, ലിസൺ, അടുത്ത ആള് T/4 ടൈമില് ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തും. ശരിയല്ലേ? എടാ അയാളുടെ വെലോസിറ്റി അതും ഇങ്ങോട്ടാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അവിടുന്ന് VB vector equal to minus R2 omega I cap എന്ന് എഴുതാം. നിങ്ങളടുത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? VA vector മൈനസ്
VB vector ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. That is minus R1 omega I cap plus R2 omega I cap. This is equal to R2 minus R1 omega I cap. R2 minus R1 omega I cap. Therefore, C option is the correct answer. B allada. R2 minus R1 omega I cap. Rahan C dot. Mohammed Ramshin Noka. Confusion illa nu vicharikkunnu. T/4 ടൈമിൽ ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുന്ന സമയം T ആണ്. അപ്പോൾ ഹാഫ് റൊട്ടേഷൻ എടുക്കുന്ന സമയം T/2 ആണ്. T/4 സമയത്ത് അവർ π/4 ആംഗിൾ ആണ്, π/2 ആംഗിൾ ആണ് കവർ ചെയ്തിട്ടുണ്ടാവുക. അതിൽ കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ആൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും, അടുത്ത ആൾ ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഓക്കേടാ. അപ്പൊ C ഓപ്ഷൻ ആണല്ലേ ആൻസർ. അഹമ്മദ് നിഷാദ് C അല്ലേ ആൻസർ. R2 minus R1 into omega. ഓക്കെ. എടാ അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാം. ലിസൺ. നോക്കേ. ഇനി block of root 3 kilogram is attached to a string whose other end is attached to a wall. An unknown force F is applied so that string makes an angle 30 degree with the wall. Tension in the string is, ഈ സ്ട്രിംഗിൽ ഉണ്ടാകുന്ന ടെൻഷൻ ആണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ഉള്ള 3 ഫോഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഞാൻ ഇതിൽ ഈ ടെൻഷൻ റിസോൾവ് ചെയ്യാം. അപ്പോൾ ഒരു കോമ്പണന്റ് ഇതാ ഇങ്ങോട്ടും വരും, അടുത്ത കോമ്പണന്റ് ഇതാ ഇങ്ങോട്ടും വരും. ഓക്കെ, ഇതിനെങ്ങനെ കാണിച്ചു. ഈ ആംഗിൾ 30 ആണെങ്കിൽ ഈ ആംഗിൾ 30 ആണ്. അപ്പൊ ഇത് T cos 30 ആണ്, ഇത് T sin 30 ആണ്. ഇതിൽ സംശയമല്ല. ഈ സാധനം ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ T cos 30 ഈക്വൽ ടു mg ആയിരിക്കും. ക്ലിയർ ആണല്ലോ. T cos 30 എന്ന് പറഞ്ഞാൽ √3/2 ഈക്വൽ ടു m √3 ആണ്. ജിന്റെ വാല്യൂ 10 ആണ്. ഈ √3യും ഈ √3യും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടുന്ന് ടെൻഷൻ is equal to 20 ന്യൂട്ടൺ. സിമ്പിൾ, 20 ന്യൂട്ടൺ. ഓക്കെ, ടെൻഷൻ is equal to 20 ന്യൂട്ടൺ. ഇങ്ങനെ നമുക്ക് വന്നു. എടാ അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ. ലിസൺ. എ സ്റ്റോൺ ഓഫ് മാസ് 1 kilogram is tied to end of massless string of length 1 meter. അപ്പൊ സ്റ്റോണിന്റെ മാസ് 1 kilogram ആണ്, സ്ട്രിങ്ങിന്റെ ലെങ്ത് 1 meter ആണ്. ഇഫ് ദ ബ്രേക്കിംഗ് ടെൻഷൻ ഓഫ് ദി സ്ട്രിങ് ഈസ് mv²/r, then maximum linear velocity of the stone can without breaking the string, okay, while rotating in a horizontal plane. എടാ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. mv²/r is equal to t ആയിരിക്കും. അതാണ് ബ്രേക്ക് ചെയ്യാനുള്ള മാക്സിമം വെലോസിറ്റി. m1 ആണ്, ലീനിയർ വെലോസിറ്റി ആണ് ചോദിച്ചത്. v² / r ന്റെ വാല്യൂ 1 ആണ്, which is equal to 400 ന്യൂട്ടൺ. 2023 ക്വസ്റ്റ്യൻ ആട്ടോ. സിമ്പിൾ അല്ലടാ. v equal to 20 meter per second. v equal to 20 meter per second. എത്ര പെട്ടെന്ന് നമുക്ക് ആൻസർ എത്താൻ പറ്റും. ഓക്കെ, എടാ നെക്സ്റ്റ്. ഫോഴ്സ് ആക്ട് ഫോർ 20 seconds on a body of mass 20 kilogram. Starting from rest, അപ്പൊ initial velocity 0 ആണ്. After which force ceases and then the body describes 50 meter in the next 10 seconds. Okay, value of the force will be simple. എടാ ഇതിന് 2 സെക്ഷൻ ആണ്. ആദ്യത്തെ 20 സെക്കൻഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അടുത്ത 10 സെക്കൻഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. ആ 10 സെക്കൻഡ് യൂണിഫോം മോഷനിലാണ്. ആ യൂണിഫോം മോഷനിൽ അയാൾ ട്രാവൽ ചെയ്യുന്ന ദൂരം 50 മീറ്റർ ആണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു. ഡിസ്പ്ലേസ്മെന്റ് is equal to velocity into time. ഇത് നമുക്കറിയാം. അതാണ് യൂണിഫോം മോഷൻ ഇക്വേഷൻ. അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 50 മീറ്റർ ആണ്. അവിടുത്തെ വെലോസിറ്റി എനിക്ക് അറിയില്ല, 10 സെക്കൻഡ് ആണ് അത്രയും ഡിസ്പ്ലേസ്മെന്റിൽ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. v equal to 5 meter per second ആണ്. v equal to 5 meter per second ആണെന്ന് എനിക്ക് മനസ്സിലായി. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്ന് ബി വരെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം 20 സെക്കൻഡ്. ബിന്ന് സി വരെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം 10 സെക്കൻഡ്. ഈ ദൂരം 50 മീറ്റർ. ഇവിടുത്തെ വെലോസിറ്റി, ഇതൊരു യൂണിഫോം മോഷൻ ആണ്. ആ യൂണിഫോം മോഷനിലെ വെലോസിറ്റി ആണ് ഈ 5 meter per second, which means എ ബി എന്ന് പറഞ്ഞ സെഗ്മെന്റിലെ ഫൈനൽ വെലോസിറ്റി ആണ് 5 meter per second. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു. എ ബി എന്നുള്ള സെഗ്മെന്റ് എടുത്തു. v equal to u plus at എന്നുള്ള ഇക്വേഷൻ കൊടുത്തു. വിക്ക് പകരം 5 എന്ന് കൊടുത്തു. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. എ എനിക്ക് അറിയില്ല. 20 സെക്കൻഡ് ആണ് ഈ ഒരു വെലോസിറ്റിയിൽ ട്രാവൽ ആക്സിലറേറ്റഡ് മോഷൻ ഉള്ളത്. എടാ ഇവിടുന്ന് എ ഈക്വൽ ടു 5/20, അതായത് 1/4 meter per second സ്ക്വയർ എനിക്ക് കിട്ടി. ആക്സിലറേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ആണ് നമുക്ക് വേണ്ടത്. F is equal to ma
M 20 ആണ് into acceleration 1/4 ആണ്. Therefore force is equal to 5 Newton. ശരിയായോ? B 5 Newton. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. 5 Newton. ഓക്കെ? എടാ അടുത്ത ക്വസ്റ്റ്യൻക്ക് പോകാം. At any instant, velocity of a particle of mass 500 gram is 2ti plus 3t square j meter per second. Velocity തന്നിട്ടുണ്ട്. If the force acting on the particle at t is equal to 1 second is I plus xj Newton. Then the value of x. എടാ ഫോഴ്സ് തന്നിട്ടുണ്ട്, അതിന് x ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ വെലോസിറ്റി ആണുള്ളത്. ഇതാണ് വെലോസിറ്റി അല്ലേ? ഓക്കെ, ഈ വെലോസിറ്റി എനിക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ dv/dt ചെയ്താൽ മതി. അപ്പൊ എനിക്ക് കിട്ടിയത് ആക്സലറേഷൻ is equal to 2 dv/dt ചെയ്യാണ്. ആക്സലറേഷൻ is equal to 2i plus 60j. ഇങ്ങനെ കിട്ടി. ഇതാണ് ആക്സലറേഷൻ. എടാ ഇനി ആക്സലറേഷൻ when t equal to 1 second. t 1 second ആവുന്ന സമയത്ത് ആക്സലറേഷൻ tക്ക് 1 കൊടുത്താൽ 2i plus 6j. ഇതാണ് കേസ്. ഫോഴ്സിനെ വെക്ടർ ഫോമിൽ എഴുതണമെങ്കിൽ F vector is equal to ma vector. m 500 gram ആണ്, അതായത് 0.5 കിലോഗ്രാം. 0.5 into 2i plus 6j എന്ന് തോന്നുന്നു. ക്ലിയർ അല്ലേ? എടാ അതിന് 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ F vector is equal to, listen, I plus 3j. ഇതാണ് F vector, I plus 3j. സിമ്പിൾ. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര ആയിരിക്കണം? വേഗം എക്സിന്റെ വാല്യൂ 3. ക്ലിയർ അല്ലേ? x is equal to 3. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയല്ലോ. ഓക്കെടാ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 2023 ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വേണ്ടി സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി, എന്നാൽ തന്നെ നല്ലൊരു സ്കോറിലെത്തും. ഓക്കെ, നെക്സ്റ്റ് വൺ. Given below are two statements. One is labeled as assertion and the other is labeled as reason. Okay. An electric fan continues to rotate for some time after the current is switched off. ഇത് ശരിയാണല്ലേ? അസർഷൻ ശരിയാണ്. സ്വിച്ച് ഓഫ് ചെയ്താലും കുറച്ച് സമയം അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ റീസൺ നമുക്കറിയാം, inertia of motion ആണെന്ന് നമുക്കറിയാം. For continuous to rotate due to inertia of motion. Continuous rotation is due to inertia of motion. 2023 ക്വസ്റ്റ്യൻ ആണ്. അസർഷനും ശരിയാണ്, റീസണും ശരിയാണ്, കറക്റ്റ് explanation കൂടിയാണ്. Both assertion and reason are correct, and reason is the correct explanation of assertion. A option ആയിരിക്കും ആൻസർ. ഓക്കെടാ, നെക്സ്റ്റ് വൺ. Listen, 3 forces, F1 10 Newton, F2 8 Newton, F3 6 Newton. അപ്പോൾ 3 ഫോഴ്സ് ആക്ട് ചെയ്യും. ആക്ടിംഗ് ഓൺ എ പാർട്ടിക്കിൾ ഓഫ് മാസ് 5 കിലോഗ്രാം. Forces F2 and F3 are applied perpendicular to each other. F2 F3 perpendicular. So that the particle remains rest. ആ പാർട്ടിക്കിൾ റെസ്റ്റിലുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. If the force F1 is removed, F1 remove ചെയ്താൽ, then the acceleration of the particle is. Simple question ആണ്. അപ്പോൾ listen, ഈ കാണുന്നതാണ് നമ്മളെ പാർട്ടിക്കിൾ എന്ന് വിചാരിച്ചു. ഇതിൽ F2 F3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് F2 which is equal to 8 Newton. ഈ ഡയറക്ഷനിലാണ് F3 which is equal to 6 Newton. എടാ അപ്പോൾ ഒരു സംശയമല്ല, ഇതിന്റെ റിസൾട്ടന്റ് ഈ ഡയറക്ഷനിൽ ഉണ്ടാവും. F2 F3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് റിസൾട്ടന്റ് √8² + 6² ആണ്, അതായത് 10 Newton. ഈ റിസൾട്ടന്റിനെ ഇത് ഇക്വിലിബ്രിയം റെസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ റിസൾട്ടന്റിനെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിലായിരിക്കും F1 ഉണ്ടാകുക. അപ്പൊ F1ന്റെ വാല്യൂ 10 Newton ആവണം, അതിൽ സംശയമല്ല, നമുക്കത് തന്നിട്ടുണ്ട്. ഇനി പറയാണ് F1 is removed. അങ്ങനെയല്ലേ പറഞ്ഞത്? F1 is removed. അപ്പൊ അവിടെ F2 F3 മാത്രമുള്ളത്. അതിന്റെ റിസൾട്ടന്റ് F is equal to 10 Newton ആണ്. ആ സമയത്ത് ആക്സലറേഷൻ ആണ് ചോദിച്ചത്. സിമ്പിൾ. ma is equal to 10 Newton, a equal to 10 divided by mass 5. Therefore the answer is 2 meter per second square. Simple question. 2 meter per second square. 2023 ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ. ഓക്കെടാ, 2 meter per second square. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മെഷീൻ ഗൺ ഓഫ് മാസ് 10 കിലോഗ്രാം. അപ്പൊ നിങ്ങളൊരു മെഷീൻ ഗൺ ഇമാജിൻ ചെയ്യണം, മാസ് 10 കിലോഗ്രാം. ഫയർസ് 20 gram bullet at the rate of 180 bullets per minute. അത് പെട്ടെന്ന് മനസ്സിലാക്കാം. 180 bullets per minute എന്ന് പറഞ്ഞാൽ 3 bullets per second. ഒരു സെക്കൻഡിൽ 3 ബുള്ളറ്റ്. 180/60 അല്ലേ? With a speed 100 meter per second each. Recoil velocity of the gun. Recoil velocity. Simple. എടാ ഗണ്ണിന്റെ മൊമെന്റം mv equal to nmv. അങ്ങനെയല്ലേ? n bullets per second ആണ്. n bullets per second. അപ്പൊ ഞാൻ 3mv എന്ന് പറഞ്ഞു. സിമ്പിൾ. ഗണ്ണിന്റെ മാസ് 10 ആണ്, ഗണ്ണിന്റെ റീകോയിൽ വെലോസിറ്റി v കണ്ടുപിടിക്കണം. n ന്റെ വാല്യൂ 3 ആണ്, മാസ് ഓഫ് ബുള്ളറ്റ് is equal to
20 into 10 raised to minus 3, that is 2 into 10 raised to minus 2. Into velocity of bullet is equal to 100. എടാ ഈ 10 raised to minus 2 ഈ 100 പോയി. അപ്പോൾ v is equal to 6 by 10, that is 0.6 meter per second. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരിക്കും. 0.6 meter per second. Recoil velocity 0.6 meter per second. ഓക്കെടാ, 0.6 meter per second ആയിരിക്കും recoil velocity. Okay, simple. Next one. A spherical body of mass 2 kilograms starting from rest. അപ്പോൾ initial velocity 0 ആണ്. Acquires a kinetic energy 10,000 joule at the end of 5th second. 5th second kinetic energy ആണ് 10,000 joule. Force acted on it. എടാ 5th second kinetic energy തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5th second velocity ഒന്ന് കണ്ടുപിടിക്കാലോ. half mv square is equal to 10,000 എന്ന് പറഞ്ഞാൽ 10,000 അല്ലേ, അങ്ങനെ തന്നെ കൊടുക്കാം. 10,000 10 raised to 4 അങ്ങനെ എഴുതും. ഹാഫ് ഇൻറ്റു മാസ് 2 ആണ് ഇൻറ്റു വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 raised to 4. അപ്പോൾ വി ഈക്വൽ ടു 100 meter per second കിട്ടി. ഇത് നമുക്ക് കിട്ടിയതാണ്. നമുക്ക് വേണ്ടത് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എത്ര സമയം? 5th second. 5 second ആണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സിമ്പിൾ, വി ഈക്വൽ ടു യു പ്ലസ് എ ടി. വി നമ്മൾ കണ്ടുപിടിച്ചു 100, യു 0 ആണ്, എ കണ്ടുപിടിക്കണം, ടിക്ക് പകരം 5. എടാ ഇത് കാണുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും എന്റെ വാല്യൂ 20 meter per second square ആണ്. ഇത് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് കിട്ടണമെങ്കിൽ എം എ, മാസ് 2, ആക്സലറേഷൻ 20, therefore force is equal to 40 Newton. 40 Newton. ശരിയായോ? 40 Newton. 40 Newton. ഹാഫ് എം വി സ്ക്വയർ ഞാൻ വെലോസിറ്റി കണ്ടുപിടിച്ചു. ഇനി അവിടെ ടൈം വന്നിട്ട് എത്ര ടൈമാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വി ഈക്വൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കാം. എഫ് ഇസ് ഈക്വൽ ടു എം എ വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം കേട്ടോ. എടാ നെക്സ്റ്റ് വൺ, ലിസൺ. എ ബലൂൺ ഹാസ് എ മാസ് 10 gram in air. Air escape with the balloon at the uniform rate 4.5 centimeter per second. എയർ പുറത്തോട്ട് പോകുന്ന വെലോസിറ്റിയാണ്. ബലൂൺ സ്ട്രിങ്സ് 5 seconds completely. Average force acting on the balloon is. എടാ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ബലൂണിന് എയർ പുറത്തു പോകുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണെങ്കിലും, ഡൈലിലാണ് ആൻസർ വേണ്ടത്, ഞാൻ ശ്രദ്ധിച്ചില്ല, ഡൈലിലാണ്. കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണെങ്കിലും അതൊരു വേരിയബിൾ മാസ് ആണ് അല്ലേ. എയർ അങ്ങനെ ലീക്ക് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. വേരിയബിൾ മാസ് ആണെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യം ഇല്ല. എഫ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ഡി എം ബൈ ഡി ടി. നിങ്ങൾ പഠിച്ചതാണ്. ആൻസർ നമുക്ക് ഡൈലിലാണ് വേണ്ടത്. അപ്പൊ ഇവിടെ സെന്റിമീറ്റർ പെർ സെക്കൻഡിലാണ് യു തന്നത് 4.5. ഡി എം ചേഞ്ച് ഇൻ മാസ്. ഇപ്പൊ 10 gram എയർ ആണുള്ളത്. 5 സെക്കൻഡ് കൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തു പോകും. അപ്പൊ ഡി എമ്മിന് പകരം 10 മൈനസ് 0. ഓക്കെ, എത്ര സമയം കൊണ്ടാണ്? 5 സെക്കൻഡ്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ കൊടുത്ത യൂണിറ്റ് ഗ്രാമിലാണ്, സെന്റിമീറ്റർ പെർ സെക്കൻഡിലാണ്. നമുക്ക് കിട്ടുന്ന ആൻസർ ഡൈലിലായിരിക്കും. Therefore the answer is 9 dyne. 9 dyne. ഓക്കേടാ, 9 dyne ആയിരിക്കും ആൻസർ. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, 9 dyne. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. എ മങ്കി മാസ് 50 kilogram climbs on a rope which can withstand a tension 350 Newton. അപ്പോൾ 350ക്ക് മുകളിൽ ടെൻഷൻ പോയാൽ തീർച്ചയായിട്ടും ബ്രേക്ക് ചെയ്യും അല്ലേ. ഇഫ് മങ്കി ഇനീഷ്യലി ക്ലൈംസ് ഡൗൺ, താഴോട്ട് വരുന്ന ആക്സലറേഷൻ 4 meter per second square. Then climbs up with an acceleration of 5 meter per second square. മുകളിലോട്ട് പോകുന്ന ആക്സലറേഷൻ 5 meter per second square. Choose the correct option. ജിന്റെ വാല്യൂ 10 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. T equal to 700 Newton while climbing up. T equal to 350 Newton while going down. Rope will break while climbing upwards. Rope will break while going downward. എടാ ഞാൻ ആദ്യം മുകളിലോട്ട് പോകുമ്പോഴുള്ള ടെൻഷൻ നോക്കി, upwards. സിമ്പിൾ, നിങ്ങൾക്കറിയാം T is equal to M into G plus A. ഇങ്ങനെ എഴുതാം. മങ്കിന്റെ മാസ് 50 ആണ്, G 10, മുകളിലോട്ടുള്ള ആക്സലറേഷൻ 5. ഓക്കെ, എടാ ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 750 Newton ആണ്. ഫസ്റ്റ് ഓപ്ഷനിൽ പറയാണ് മുകളിലോട്ട് കയറുമ്പോൾ എന്താ പറയാ 700 Newton ഉള്ളൂ. അപ്പൊ അത് തെറ്റാണ്, 750 Newton ഉണ്ട്. ഇനി താഴോട്ട് വരുന്ന സമയത്ത് ഡൗൺവേർഡ്സ്, നിങ്ങൾക്കറിയാം ഡൗൺവേർഡ്സ്. എടാ ഇപ്പൊ ടെൻഷൻ എന്ന് പറയുന്നത് എം ഇൻറ്റു ജി മൈനസ് എ ആണ്. എമ്മിന്റെ വാല്യൂ 50 ആണ്, ജി 10 ആണ്, താഴോട്ട് വരുന്ന ആക്സലറേഷൻ 4 ആണ്. അപ്പൊ ഇത് 300 Newton ആണ്.
താഴോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ 300 ന്യൂട്ടൺ ആണ്. ഇവർ പറയാണ് ബിയിൽ 300 ന്യൂട്ടൺ അല്ല 350 ന്യൂട്ടൺ ആണ് പറയുന്നത്. അപ്പൊ ബിയും തെറ്റാണ്. റോപ്പ് വിൽ ബ്രേക്ക് വൈൽ ക്ലൈംബിംഗ് അപ്പ്. ഈ റോപ്പിന് ആകെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് 350 ന്യൂട്ടണിലെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മുകളിലോട്ട് പോകുമ്പോൾ 750 ന്യൂട്ടൺ ഉണ്ട്. അതുകൊണ്ട് ക്ലൈംബിംഗ് അപ്പ് മുകളിലോട്ട് കയറുമ്പോൾ റോപ്പ് ബ്രേക്ക് ചെയ്യും. താഴോട്ട് വരുമ്പോൾ 300 ന്യൂട്ടണേ ഉള്ളൂ. താഴോട്ട് വരുമ്പോൾ റോപ്പ് ബ്രേക്ക് ചെയ്യൂല. Therefore the answer is C. C ഓപ്ഷൻ ആയിരിക്കും ഇതിനകത്തെ കറക്റ്റ് ആൻസർ. ശരിയാടാ? 3 ഓപ്ഷൻ ആണ്, സോറി 3rd ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. എടാ അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാം. ലിസൺ. നോക്കേ, ഇൻ ദി ഗിവൺ ഫിഗർ ബ്ലോക്ക് ഓഫ് മാസ് M is dropped from a point A. A എന്നുള്ള പോയിന്റിൽ ഡ്രോപ്പ് ചെയ്യാണ് കേട്ടോ. The expression of kinetic energy of the block when it reaches the point B. ബിയിലെത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി ഞാൻ എ ഇനീഷ്യൽ പൊസിഷൻ ആയിട്ട് എടുത്തു. അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഈക്വൽ ടു ബിയിലെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ഇങ്ങനെ എഴുതാം. നോക്കേ, എയിലെ പൊട്ടൻഷ്യൽ എനർജി mgy ആണ്. എയിലെ കൈനറ്റിക് എനർജി 0 ആണ്. കാരണം ഡ്രോപ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കൈനറ്റിക് എനർജി 0 ആണ്, ഡ്രോപ്ഡ്. ഇനി ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ബിയിലെത്തുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് അറിയണം, which is equal to y minus y0. ക്ലിയർ അല്ലേ? അപ്പൊ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി mg ഇൻറ്റു y മൈനസ് y0 പ്ലസ് അവിടുത്തെ കൈനറ്റിക് എനർജി ഞാൻ അതിനെ kb. ഇതാണ് കണ്ടുപിടിക്കുന്നത്. എടാ ഇത് കാണുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും kb ഈക്വൽ ടു mg ഇൻറ്റു y മൈനസ് mg ഇൻറ്റു y മൈനസ് y0. ഓക്കേടാ? ഇതിനെ നിങ്ങൾ റിമൂവ് ചെയ്താൽ ബിയിലെ കൈനറ്റിക് എനർജി mgy0 ഇതായിരിക്കും ബിയിലെ കൈനറ്റിക് എനർജി mgy0. ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ, mgy0, ഡി ഓപ്ഷൻ. ഓക്കെ എടാ, നെക്സ്റ്റ് വൺ. എ ബ്ലോക്ക് ഓഫ് മാസ് 5 കിലോഗ്രാം സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്, ഇപ്പൊ u ഈക്വൽ ടു 0 ആണ്, pulled up on a smooth inclined plane making an angle 30 degree. ഓക്കെ, 30 ഡിഗ്രി ഉള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ പുൾഡ് അപ്പ് മുകളിലോട്ട് വലിക്കും. വിത്ത് ഹൊറിസോണ്ടൽ വിത്ത് an effective acceleration 1 meter per second square. Power delivered by the pulling force at t equal to 10 seconds is from the start is power delivered by the pulling force. Listen ശ്രദ്ധിക്കാം. ആ ക്വസ്റ്റ്യൻ എല്ലാവരും മനസ്സിലാക്കുക. നമ്മളെ കയ്യിലുള്ളത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഓക്കെ, ഇവിടെ ആ ഇൻക്ലൈൻഡ് പ്ലെയിനിലെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു ബ്ലോക്ക് ഉണ്ട്, എം മാസുള്ള ബ്ലോക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് mg. അതിൽ സംശയമില്ലല്ലോ. ഇതിനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലിസൺ, ഇങ്ങോട്ടൊരാളുണ്ട്. ഇയാള് mg sin 30 ആണ്. ഞാൻ അയാളെ മാർക്ക് ചെയ്യുന്നുള്ളൂ mg sin 30. മറ്റേത് mg cos 30 ആണ്. എന്തെങ്കിലും ആവട്ടെ. ഇനി ഞാൻ എഫ് ഫോഴ്സ് കൊടുത്തു ഇതിലോട്ട്, എന്നിട്ട് ഇതിനെ മുകളിലോട്ട് കൊണ്ടുപോകുകയാണ് അല്ലേ. അപ്പൊ മാസ് 5 കിലോഗ്രാം ആണ്. റെസ്റ്റിന് സ്റ്റാർട്ട് ചെയ്തു, സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിനിലാണെന്നൊക്കെ പറഞ്ഞിട്ട് വിത്ത് ഹൊറിസോണ്ടൽ എഫക്റ്റീവ് ആക്സലേഷൻ 1 meter per second square ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പവർ ഡെലിവേർഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഫോഴ്സ് കൊടുത്ത് മുകളിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോഴേ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ലിസൺ, ഇതിന് ആക്സലേഷൻ ഒക്കെ തന്നിട്ടില്ലേ. എടാ, ഇതിന്ന് എഫ് മൈനസ് mg sin 30 ഈക്വൽ ടു m a. ഇങ്ങനെ നോക്കേണ്ട. എഫ് മൈനസ് mg sin 30 is equal to m a. ഇതിന്ന് എഫ് മൈനസ് എമ്മിന്റെ വാല്യൂ എത്രയാ 5 ഇൻറ്റു 10 sin 30 1/2. ഓക്കെ, ഈക്വൽ ടു എമ്മിന്റെ വാല്യൂ 5 ഇൻറ്റു ആക്സലേഷൻ 1. ഇങ്ങനെ കിട്ടിയല്ലോ. അതായത് എഫ് മൈനസ് 25 is equal to 5 എന്ന് വന്നു. എഫ് is equal to 30 ന്യൂട്ടൺ. ഇത് കിട്ടി. എടാ, ഇതിന്റെ വെലോസിറ്റി എഫ് 30 ന്യൂട്ടൺ എന്ന് കിട്ടിയില്ല. നോക്കേ, ഇനി നമുക്ക് ഇതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാം. വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചു. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇയാളുടെ ആക്സലേഷൻ 1 ആണ്. 10 സെക്കൻഡ് ആണ് നോർമൽ ശരിയാണെങ്കിൽ 10 സെക്കൻഡ്. അപ്പോൾ ഇൻറ്റു 10. അപ്പോൾ വി ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. പവർ കിട്ടണമെങ്കിൽ പവർ is equal to ഫോഴ്സ് ഡോട്ട് വി അങ്ങനെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് എഫ് വി കോസ് തീറ്റയാണ്. പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അതേ ഡയറക്ഷനിലാണ് വെലോസിറ്റി ഉള്ളത്. അപ്പൊ ഫോഴ്സിനും വെലോസിറ്റിക്കും ഇടയിലുള്ള ആംഗിൾ 0 ആണ്.
നമുക്ക് ഇന്ന് സിംപ്ലി എഫ് വി മതി. പവർ ഇസ് ഈക്വൽ ടു എഫ് വി. ഫോഴ്സും വെലോസിറ്റിയും ഒരേ ഡയറക്ഷനിലാണ്. എടാ ഫോഴ്സ് നമുക്ക് കിട്ടിയത് 30 ന്യൂട്ടൺ ആണ്, വെലോസിറ്റി 10 ആണ്. Therefore the answer is 300 watt. 300 watt. Okay, 300. Therefore the answer is 300. ശരിയാടാ, ഇതായിരിക്കും ആൻസർ കേട്ടോ. 300. വെരി ഗുഡ്. 300 ആയിരിക്കും ആൻസർ. എടാ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. ലിസൺ, എല്ലാവരും ശ്രദ്ധിക്കുക. An automobile of mass m accelerate starting from origin with an initial velocity initially at rest. Okay. While the engine supplies constant power, position is given as a function of time. Now start ചെയ്യല്ലേ നമുക്ക്. എടാ പവർ is equal to, പവർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പൊസിഷൻ ആണ് നമുക്ക് വേണ്ടത് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. എഫ് വി, ഇതിന് ഞാൻ പവർ is equal to എം എ വി എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് പവർ is equal to എം, പൊസിഷന്റെ ടേമുക്ക് മാറ്റിയാണ് ഡി വി ബൈ ഡി ടി, ഇൻറ്റു വി. ഇങ്ങനെ എഴുതിക്കൂടെ? ഇതൊന്ന് ആലോചിച്ച് നോക്കടാ. പി ഡി ടി is equal to എം വി ഡി വി. ഇങ്ങനെ വന്നു, പി ഡി ടി is equal to എം വി ഡി. ഇതിന് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രൽ പി ഡി ടി is equal to ഇന്റഗ്രൽ എം വി ഡി വി. ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് എൽ എച്ച് എസിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ പി ടി എന്ന് വരും. ടൈമിന്റെ ടേമുക്ക് മാറിയില്ലേ? ആർ എച്ച് എസിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എം വി സ്ക്വയർ ബൈ 2 ഇങ്ങനെ വരും. ക്ലിയർ അല്ലേ? എടാ ഇവിടുന്ന് ആലോചിച്ച് നോക്ക്, വി സ്ക്വയർ is equal to 2 പി ടി ബൈ എം. ക്ലിയർ ആണല്ലോ? വി സ്ക്വയർ is equal to 2 പി ടി ബൈ എം. ഇതൊന്ന് വി ഈക്വൽ ടു 2 പി ടി ബൈ എം ഓൾ റേസ് ടു 1 ബൈ 2 ഇങ്ങനെ വന്നു. നമുക്ക് വേണ്ടത് പൊസിഷന്റെ ടേമിലാണ്. കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു, ലിസൺ, 2 പി ബൈ എം ഓൾ റേസ് ടു 1 ബൈ 2. അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ടി റേസ് ടു 1 ബൈ 2 കൊടുത്തു, അല്ലെങ്കിൽ റൂട്ട് ടി കൊടുത്തു. ഇവിടുന്ന് ഡി എക്സ് is equal to 2 പി ബൈ എം ഓൾ റേസ് ടു 1 ബൈ 2 ഇൻറ്റു ടി റേസ് ടു 1 ബൈ 2. കഴിഞ്ഞൂടാ? രണ്ട് സൈഡും ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രൽ ഡി എക്സ് is equal to 2 പി ബൈ എം ഓൾ റേസ് ടു 1 ബൈ 2 കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ ടി റേസ് ടു ഹാഫ് ഡി ടി. ഇവിടെ ഡി ടി ഉണ്ടാവും അല്ലേ? ടി റേസ് ടു ഹാഫ് ഡി ടി. ഇങ്ങനെ. ഓക്കെ, എടാ ഇവിടെ എക്സ് 2 പി ബൈ എം ഓൾ റേസ് ടു 1 ബൈ 2. ടി റേസ് ടു ഹാഫിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ടി റേസ് ടു 3 ബൈ 2 ബൈ 3 ബൈ 2 എന്ന് പറഞ്ഞാൽ 2 ബൈ 3. ഇതാണ് സംഭവം. ഇനി ഞാൻ ഓപ്ഷൻക്ക് ഇങ്ങനെ നോക്കി, അപ്പൊ ടി റേസ് ടു 3 ബൈ 2 മാത്രമേ പുറത്തുള്ളൂ. ഒരു കാര്യം ചെയ്യാ, എക്സ് is equal to, ലിസൺ, എക്സ് is equal to ഈ 2നെ, ലിസൺ, ഈ 2നെ റൂട്ടിനകത്തോട്ട് എടുക്കണം. ആ ഹാഫിന്റെ ഉള്ളിലേക്ക്, പവർ ഹാഫ് വരുന്നതിന്റെ ഉള്ളിലേക്ക് എടുക്കണം. അപ്പൊ അത് 4 ആകും അല്ലേ? 4 ഇൻറ്റു 2 പി എന്ന് പറഞ്ഞാൽ 8 പി. ആ 3 എടുക്കുന്ന സമയത്ത് 9 എം ഓൾ റേസ് ടു 1 ബൈ 2 ടി റേസ് ടു 3 ബൈ 2. ഇതായിരിക്കും ആൻസർ. 8 പി ഡിവൈഡ് ബൈ 9 എം ഓൾ റേസ് ടു 1 ബൈ 2 ഇൻറ്റു ടി റേസ് ടു 3 ബൈ 2. 8 പി ഡിവൈഡ് ബൈ 9 എം ഓൾ റേസ് ടു 1 ബൈ 2 ഇൻറ്റു ടി റേസ് ടു 3 ബൈ 2. എ ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെടാ? ബാക്കി ഒന്നും അങ്ങനെ വരുന്നില്ലല്ലോ. ഓക്കെ, ഇവിടെ 2 ബൈ 3 ആണ് വരുന്നത്. പിന്നെ സാമ്യമുള്ളത് ഡി ബൈ 2 ബൈ 3 ആണ്. ഡി ഓപ്ഷൻ ആണ് പിന്നെ സാമ്യം വരുന്നത്, പക്ഷെ അത് തെറ്റാണ്. അപ്പൊ ആൻസർ എ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. ലിസൺ, potential energy of a particle of mass 4 kilogram in motion along x-axis is given by u equal to 4 into 1 minus 4 cos x. Time period of the particle for small oscillation sin theta equal to theta is pi by x. Then value of k is. എടാ പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്. ഞാൻ ആ പൊട്ടൻഷ്യൽ എനർജിനെ എങ്ങനെ എഴുതി? u equal to 4 minus 4 cos 4x ഇങ്ങനെ കിട്ടി. ഇവിടുന്ന് ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. ഫോഴ്സ് കിട്ടണമെങ്കിൽ മൈനസ് ഡി യു ബൈ ഡി എക്സ്. ലിസൺ, ഫസ്റ്റ് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 കിട്ടും, മൈനസ്. പിന്നെ അടുത്ത ആളുടെ മൈനസ് ഡി യു ബൈ ഡി എക്സ് ആണ്. അതായത് ഒരു മൈനസ് വന്നു. 4 ഇൻറ്റു കോസ് 4x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 4 ഇൻറ്റു മൈനസ് സൈൻ 4x ഇങ്ങനെ കിട്ടി. നോക്കടാ, 3 മൈനസ് ആണ്. ലിസൺ, അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇത് ആൾറെഡി ഉള്ള മൈനസ്. ഇത് മൈനസ് ഡി യു ബൈ ഡി എക്സിന്റെ മൈനസ്. ഇത് കോസ് 4x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ്. അപ്പൊ നമുക്ക് എഫ് is equal to മൈനസ് 16 സൈൻ 4x കിട്ടി. എഫ് is equal to മൈനസ് 16 സൈൻ 4x. എടാ നമുക്ക് വേണ്ടത് ടൈം പീരീഡ് അല്ലേ?
ആ എഫിന് പകരം ഞാൻ എം എന്ന് എഴുതി വിച്ച് ഇസ് ഈക്വൽ ടു -16 sin 4x. ഇങ്ങനെ കിട്ടിയല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് മാസ് തന്നിട്ടുണ്ടാവും 4 കിലോഗ്രാം. മാസിന് പകരം 4 കിലോഗ്രാം ഇവിടെ 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു -4 sin 4x. ഇപ്പൊ ആക്സലറേഷൻ ആയി. ക്ലിയർ അല്ലേ? sin 4x അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4x. അങ്ങനെ എഴുതിക്കൂടെ നമുക്ക്? അപ്പൊ sin 4x അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, അവർ പറഞ്ഞതാണ് സ്മോൾ ഓസിലേഷൻ ആണ്, 4x ആണ്. അപ്പൊ a ഈക്വൽ ടു -4 into 4x, ദാറ്റ് ഈസ് a is equal to -16x. ഇത് കാണുന്ന ഏതൊരാൾക്കും, കുറച്ച് ഐഡിയ ഉള്ള ഏതൊരാൾക്കും മനസ്സിലാവും ഒമേഗ സ്ക്വയർ is equal to 16. അല്ലേടാ? ഓസിലേഷനിൽ a ഈക്വൽ ടു -ഒമേഗ സ്ക്വയർ x ആണ്. ഒമേഗ സ്ക്വയർ is equal to 16, ഒമേഗ ഈക്വൽ ടു 4. കിട്ടിയല്ലോ. എടാ ഇതിന്ന് 2π/t ഈക്വൽ ടു 4 ഇങ്ങനെ കിട്ടും. t ഈക്വൽ ടു 2π/4, ദാറ്റ് ഈസ് π/2. ടിന്റെ വാല്യൂ π/2. π/2. വെരി ഗുഡ്, വെരി ഗുഡ്. π/2. എടാ π/2, π/k ആണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് ടൈം പീരീഡ് π/2 ആണെന്ന് കിട്ടി. അതുകൊണ്ട് kന്റെ വാല്യൂ 2. ഓക്കെ, 2022 ക്വസ്റ്റ്യൻ ആട്ടോ. ശരിക്കും മനസ്സിലാക്കുക. ലാസ്റ്റ് ഇതാണ്. ശരിക്കും കേട്ടാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. എടാ അടുത്ത ക്വസ്റ്റ്യൻ. Given below is the plot of potential energy of a system in which particle is in one-dimensional motion while conservative force f of x act on it. Suppose E mech എന്ന് പറഞ്ഞാൽ total mechanical energy 8 joule ആണ്. Correct statement of the system. Total mechanical energy 8 joule ആണെന്ന് പറഞ്ഞിട്ട് correct statement. At x is equal to x3. ഞാൻ ഇവിടെ x3 മാർക്ക് ചെയ്തു. കണ്ടല്ലോ? At x is equal to x3. ഓക്കെ. എന്നിട്ട് അവർ പറയാണ് കൈനറ്റിക് എനർജി ഇസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി റീജിയൻ. At x is equal to x3, kinetic energy is 4 joule. എടാ x is equal to x3 പൊട്ടൻഷ്യൽ എനർജി 4 ആണെന്ന് പറഞ്ഞു. ശരിയല്ലേ? നമുക്കൊരു കാര്യം അറിയാലോ. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജി is equal to പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ടോട്ടൽ എനർജി 8 ആണ്. എ ഓപ്ഷനിലെ പൊട്ടൻഷ്യൽ എനർജി 4 ആണ്. അപ്പൊ അതുകൊണ്ട് കൈനറ്റിക് എനർജി 4 ജൂൾ ആയിരിക്കും. At x is equal to x3, കൈനറ്റിക് എനർജി is 4 ജൂൾ. എ ഓപ്ഷൻ കറക്റ്റ് ആണ്. അത് നമുക്ക് കിട്ടി. രണ്ടാമത് എക്സ് ഗ്രേറ്റർ ദാൻ x4. എക്സ് ഗ്രേറ്റർ ദാൻ x4. എടാ x4ന് മുകളിൽ അവിടെ നോക്ക്. x4ന് മുകളിൽ പൊട്ടൻഷ്യൽ എനർജി 6 ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ x4, potential energy x greater than x4, kinetic energy is constant throughout the region. Okay, x greater than x4 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? x greater than x4, kinetic energy is constant throughout the region. അത് എത്ര വാല്യൂ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ kinetic energy constant ആയിട്ടാണ് വരിക. കാരണം പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി is equal to 8 ജൂൾ ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി 6 ആണ് പ്ലസ് k is equal to 2 ജൂൾ എന്ന് പറയാം. സോറി, k is equal to 8. അപ്പൊ k ഈക്വൽ ടു 2 ജൂൾ ഇങ്ങനെ വരും. അപ്പൊ അതും ശരിയാണ്. എടാ എന്താ സംഭവം? സോറി എടാ, ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. പെട്ടെന്ന് പോകുമ്പോൾ ഇത് മറന്നു. ഇൻകറക്റ്റ് ആണ് ചോദിച്ചത് അല്ലേ? അപ്പൊ അതും ശരിയാണ്. അതുപോലെയാണ് കുടുങ്ങിയത്. എന്താ രണ്ടെണ്ണം ആൻസർ വരുന്നത്? എക്സ് ലെസ് ദാൻ x1, എക്സ് ലെസ് ദാൻ x1, എക്സ് ലെസ് ദാൻ x1. അതായത് ഈ ഭാഗം. അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി 8 ജൂൾ ആണ്. പൊട്ടൻഷ്യൽ എനർജി 8 ജൂൾ ആണെങ്കിൽ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. x less than x1, kinetic energy is smallest and the particle is moving with the slowest speed. No, the particle is at rest. അത് തെറ്റാണ്. At x is equal to x2, x is equal to x2, x is equal to x2 നോക്കി പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ലിസൺ, പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അപ്പൊ കൈനറ്റിക് എനർജി 8 ജൂൾ ആണ് അല്ലേ? Kinetic energy is greatest and the particle is moving with the fastest speed, that is kinetic energy is 8 joule. Therefore this is also correct option. The incorrect option here is C. Okay da? Okay. Next one, അടുത്ത question. Listen, potential energy for a diatomic molecule is a function dependent on R as U equal to alpha by R raised to 10 minus beta by R raised to 5 minus 3, where alpha and beta are constant. Equilibrium between two atoms will be 2 alpha by beta into A by B, value of A. എടാ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കണമെങ്കിൽ അവിടുത്തെ ഇക്വിലിബ്രിയം ആണെങ്കിൽ ഫോഴ്സ് 0 ആയിരിക്കും. ഫോഴ്സ് 0 ആണെങ്കിൽ ഒരു സംശയമില്ല, du by dr is equal to 0. നമുക്കറിയാം du by dr എന്ന് പറഞ്ഞാൽ ഇയാളെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം.
ആൽഫ ബൈ ആർ റൈസ് ടു 10 ആൽഫ ബൈ ആർ റൈസ് ടു 10 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാൻ എനിക്കറിയാം, ആൽഫ ഇൻറ്റു -10 ഡിവൈഡ് ബൈ ആർ റൈസ് ടു 11 മൈനസ് ബീറ്റ ബൈ ആർ റൈസ് ടു 5 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ബീറ്റ ഇൻറ്റു ആർ റൈസ് ടു ബീറ്റ ഇൻറ്റു -5 ഡിവൈഡഡ് ബൈ ആർ റൈസ് ടു 6. ദിസ് ഇസ് ഈക്വൽ ടു 0. ഞാൻ അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തു കേട്ടോ. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, ഡിഫറൻഷിയേറ്റ് ചെയ്തു. എടാ ഈ മൈനസും കൂടെ ചേർന്നാൽ പ്ലസ് ആകും അല്ലേ? ഈ ടേമിനെ ഞാൻ അങ്ങോട്ടും കൊണ്ടുപോയി, അപ്പൊ അതും പ്ലസ് ആയി. അപ്പൊ നമുക്ക് കിട്ടിയത് 10 ആൽഫ ഡിവൈഡ് ബൈ ആർ റൈസ് ടു 11 ഈക്വൽ ടു 5 ബീറ്റ ഡിവൈഡഡ് ബൈ ആർ റൈസ് ടു 6. ഇങ്ങനെ കിട്ടിയല്ലോ. എടാ ഇതിന്ന് ആർ റൈസ് ടു 5 ഇസ് ഈക്വൽ ടു ആർ റൈസ് ടു 5 ഇസ് ഈക്വൽ ടു, നിങ്ങൾ ഉഷാറാണ്, ആർ റൈസ് ടു 5 ഇസ് ഈക്വൽ ടു 10 ആൽഫ ഡിവൈഡ് ബൈ 5 ബീറ്റ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ 2 ആൽഫ ബൈ ബീറ്റ. ആർ റൈസ് ടു 5 ഇസ് ഈക്വൽ ടു 2 ആൽഫ ബൈ ബീറ്റ. ആർ ഇസ് ഈക്വൽ ടു 2 ആൽഫ ബൈ ബീറ്റ ഓൾ റൈസ് ടു 1 ബൈ 5. ഇപ്പൊ ഇവർ പറയാണ് 2 ആൽഫ ബൈ ബീറ്റ ഓൾ റൈസ് ടു എ ബൈ ബി എന്നാ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യനിൽ എനിക്ക് മനസ്സിലായി എന്റെ വാല്യൂ എന്ന് പറയുന്നത് അതൊക്കെ നോക്കിയാൽ മതി. എന്റെ വാല്യൂ 1 ആണ്, ബിന്റെ വാല്യൂ 5 ആണ്. ഇവിടെ എന്റെ വാല്യൂ മാത്രമാണ് ചോദിച്ചത്. therefore the answer is 1 1 1 1. ക്ലിയർ ആണല്ലോ? എന്റെ വാല്യൂ 1 ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രം മതി കേട്ടോ. ആൻസറിലെത്തും. 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കേടാ? ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ. A body moving with a constant speed in a circle of radius 10 meter. Body completes 1 revolution in 4 seconds. അപ്പോൾ ഒരു റവല്യൂഷൻ എടുക്കുന്ന സമയം 4 സെക്കൻഡ്, ടൈം പീരീഡ് 4 സെക്കൻഡ്. At the end of third second, displacement of the body. അപ്പൊ സിമ്പിൾ. ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് വളരെ സിമ്പിൾ ആണ്. ലിസൺ എല്ലാവരും ശ്രദ്ധിക്കുക. നോക്കേ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സർക്കിൾ എടുത്തു. ഒരു റവല്യൂഷൻ എടുക്കുന്ന സമയം അവർ പറഞ്ഞിട്ടുണ്ട് 4 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് തേർഡ് സെക്കൻഡിൽ എവിടെയായിരിക്കും? 1 സെക്കൻഡ്, 2 സെക്കൻഡ്, തേർഡ് സെക്കൻഡ്. ഓക്കെ, വിച്ച് മീൻസ് തേർഡ് സെക്കൻഡിൽ ഇയാൾ എത്തിയത്, ലിസൺ, തേർഡ് സെക്കൻഡിൽ ഇയാൾ കിടക്കുന്നത് നോക്കൂ. ഇനീഷ്യൽ പൊസിഷൻ പി ആണെങ്കിൽ തേർഡ് സെക്കൻഡിൽ ഇവിടെയാണ് കിടക്കുന്നത്. ക്ലിയർ ആണല്ലോ? കഴിയൂടാ? ഇത് 6, ഇതും 6. അപ്പൊ തേർഡ് സെക്കൻഡിലെ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദ്യം. തേർഡ് സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. വിച്ച് മീൻസ് തേർഡ് സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് √2 r ആണ്. എടാ ആറിന്റെ വാല്യൂ 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ √2 × 10 ദാറ്റ് ഈസ് 10√2. ഡി ഓപ്ഷൻ 10√2. ഓക്കെ, 10√2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, a particle is moving with a constant speed in a circular path. When the particle turns 90-degree angle, ratio of the instantaneous velocity to its average velocity is pi is to x √2. Okay, 90-degree turn ചെയ്യുമ്പോഴാണ് തന്നിട്ടുള്ളത്. Then value of x will be, സ്റ്റാർട്ട് ചെയ്യാം. നോക്കേ, ഒരു കോൺസ്റ്റന്റ് സ്പീഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ആലോചിക്കണം. കോൺസ്റ്റന്റ് സ്പീഡ്. ഇനി 90-degree ടേൺ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മളെ സർക്കിൾ എന്ന് വിചാരിച്ചു. ലിസൺ, ഈ കാണുന്നതാണ് നമ്മളെ സർക്കിൾ. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്തു. ഇങ്ങനെ ഒരു എക്സ് ആക്സും വരച്ചു, ഇങ്ങനെ ഒരു വൈ ആക്സും വരച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടുന്നാണ് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിച്ചു. ലിസൺ, ഈ പോയിന്റ് നിന്നാണ് ഇയാളുടെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ആ പോയിന്റ് പി ആയിട്ട് എടുത്തു. ഇവിടുന്ന് കേട്ടോ 90-degree ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ എത്തി. അതായത് പിന്ന് ക്യൂലെത്തി. ഇത് കോൺസ്റ്റന്റ് സ്പീഡിലായതുകൊണ്ട് ക്യൂലെത്തുമ്പോഴുള്ള ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് വി തന്നെയാണ്. അത് ആദ്യം മനസ്സിലാക്കാം. എല്ലാ പോയിന്റിലെയും ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് വി ആയിരിക്കും. അപ്പൊ ക്യൂലെത്തുമ്പോഴുള്ള ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് വി തന്നെയാണ്. എന്നാൽ ക്യൂലെത്തുമ്പോഴുള്ള ആവറേജ് സ്പീഡ് ആണോ ചോദ്യം? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ടു ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി കിട്ടണമെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. എടാ ക്യൂലെത്തുമ്പോഴുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് √2 r ആണ്. സമ്മതിച്ചല്ലോ? അപ്പൊ ക്യൂലെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ √2 r ഡിവൈഡഡ് ബൈ അതിനെടുക്കുന്ന സമയം. എങ്ങനെയാണ് ആ സമയം കണ്ടുപിടിക്കുക? സമയം കണ്ടുപിടിക്കൽ വളരെ സിമ്പിളാ. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് കൊടുത്താൽ ആക്ച്വലി സമയം കിട്ടും. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടുന്ന് ഇതുവരെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അത് πr/2 ആണ്.
pi r by 2 divided by speed v. ഇങ്ങനെ വരൂലേ? അപ്പൊ നോക്ക്, വി ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ √2r divided by pi r by 2v ഇങ്ങനെ കിട്ടി. ക്ലിയർ ആണല്ലോ? ലിസൺ, എല്ലാവരും ശ്രദ്ധിക്കട്ടോ. വി ആവറേജ് is equal to ഇതിനിടാ 2√2 r v divided by pi r ഇങ്ങനെ കൊടുക്കുക. ഇതിന്ന് ഈ ആറും സോറി എക്സ്ട്രീംലി സോറി എടാ ഇത് പൈ തന്നെ അല്ലേ. ഇവിടുന്ന് ഈ ആറും ക്യാൻസൽ ചെയ്യും. നമുക്ക് വേണ്ടത് റേഷ്യോ ഓഫ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ടു ആവറേജ് വെലോസിറ്റി. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഈ കാണുന്നതാണ് ആവറേജ് വെലോസിറ്റി. അപ്പൊ നോക്ക്, റേഷ്യോ ഓഫ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി v divided by v bar equal to v by v bar is equal to pi divided by 2√2 pi by 2√2. ഇതാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ. v by v bar is equal to pi divided by 2√2. നിങ്ങളടുത്ത് പറയാണ് pi is to x√2. എന്നിട്ട് അവർ ചോദിക്കുകയാണ് വാല്യൂ ഓഫ് എക്സ് എത്രയാ? ഒരു സംശയമില്ല, എക്സിന്റെ വാല്യൂ 2 ആയിരിക്കും. നമുക്ക് കുറച്ചൊരു ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. എന്നാലും ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം ഒരു പ്രാവശ്യം കണ്ടാൽ, അങ്ങനത്തെ ക്വസ്റ്റ്യനെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുന്നത്, ഞാൻ ചെയ്തെടുക്കുന്നത് ഒരു പ്രാവശ്യം കണ്ടാൽ നിങ്ങൾക്ക് അത് അടുത്ത ആഴ്ചകളിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പ് തോന്നുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ഭയങ്കര സംഭവമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. എനിക്കൊരു ഉറപ്പുണ്ട് ഇതൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ചെയ്യും. നോക്കി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കോൺസ്റ്റന്റ് സ്പീഡിലായതുകൊണ്ട് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി v തന്നെയാണ്. പിന്നെ ആവറേജ് വെലോസിറ്റി കിട്ടണമെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് √2r ഡിവൈഡ് ബൈ ടൈം pi r by 2 into v. അത് ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കേടാ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ an object moves with a constant speed along a circular path in a horizontal plane with center at the origin, where the object at x is equal to plus 2 meter, its velocity is minus 4j meter per second. The object velocity and acceleration at x is equal to minus 2 meter. Listen. ഇതിനകത്ത് ഇയാളെ നമ്മൾ അണ്ടർലൈൻ ചെയ്യാം. കോൺസ്റ്റന്റ് സ്പീഡിലാണ്. നോക്ക്, ഞാനൊരു സർക്കിള് വരച്ചു. ഈ സർക്കിളിന് എക്സ് ആക്സും കൊടുത്തു, വൈ ആക്സും കൊടുത്തു. ഈ പോയിന്റ് ആണ് +2. ഈ പോയിന്റ് ആണ് +2 മീറ്റർ എന്ന് വിചാരിച്ചു. ഫാസ്റ്റ് ആക്കുമ്പോൾ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരണം. ഈ പോയിന്റ് ആണ് +2 മീറ്റർ എന്ന് വിചാരിക്കും. എന്ന് പറഞ്ഞാൽ ഇതാണ് +2 മീറ്റർ. എക്സ് ഇസ് ഈക്വൽ ടു +2 മീറ്റർ. അപ്പൊ ഇതെന്താ? -2 മീറ്റർ. അത് മാർക്ക് ചെയ്തല്ലോ. ഇനി എക്സ് +2 മീറ്റർ ആകുമ്പോൾ വെലോസിറ്റി -4j. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പോയിന്റിലെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ നെഗറ്റീവ് y ഡയറക്ഷനിലാണ്. അത് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുകൊണ്ടാണ് -4j എന്ന് കൊടുത്തത്. ഇനി -2 മീറ്റർ, അപ്പൊ ഇയാൾ ഇങ്ങനെയാണ് കറങ്ങുന്നത് അല്ലെ, ഇങ്ങനെയാണ് കറങ്ങുന്നത്. അതാണ് ഇത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം. ഇനി -2 മീറ്ററിലെ വെലോസിറ്റിയും വേണം, -2 മീറ്ററിലെ ആക്സലറേഷനും വേണം. എടാ, -2 മീറ്ററിലെ വെലോസിറ്റി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ കറങ്ങുമ്പോൾ ഇവിടുത്തെ വെലോസിറ്റി ഇങ്ങോട്ടാണ് വരിക. വിച്ച് മീൻസ് കോൺസ്റ്റന്റ് സ്പീഡിലായതുകൊണ്ട് ആ വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് 4 തന്നെ. ഡയറക്ഷൻ പോസിറ്റീവ് y ആക്സിലാണ്. അപ്പൊ 4j ക്യാപ് എന്ന് വരും. 4j ക്യാപ് എന്ന് വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കാം. 4i ക്യാപ് അല്ല, 4j ക്യാപ്. ഇവിടെ ഒരു 4j ക്യാപ് കണ്ടു, പിന്നെ ഏതുമില്ല. സി ഓപ്ഷൻ തന്നെ ആൻസർ. ഇത് നമ്മളാണ് തീരുമാനിച്ചു. ബി ഓപ്ഷൻ തന്നെ ആൻസർ. ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിലുള്ള ഇക്വേഷൻ v²/r ആണ്, നമുക്കറിയാം. അതായത് 4 × 4 ഡിവൈഡഡ് ബൈ ഈ സർക്കിളിന്റെ റേഡിയസ്. ഇത് കാണുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും, റേഡിയസ് 2 ആണ്. therefore ആക്സിലറേഷൻ 8 ആണ്. കണ്ടോടാ, ആക്സിലറേഷൻ 8. പിന്നെ ആക്സിലറേഷൻ സെന്ററിപെറ്റൽ ആക്സിലറേഷൻ ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഈ ആക്സിലറേഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് സെന്ററിപെറ്റൽ ആക്സിലറേഷൻ ആയതുകൊണ്ട് ടുവേർഡ് ദി സെന്റർ, ഈ ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ ഉണ്ടാവുക. AC എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് y ആക്സിലാണ് ഉണ്ടാവുക. therefore the answer is 8i cap. 8i cap. ഓക്കെ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് കണ്ടാൽ ഇനി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. 8i cap ആയിരിക്കും ആൻസർ. ഓക്കേടാ. നെക്സ്റ്റ് വൺ. ഈ സെക്ഷൻ കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് കേട്ടോ. എ പേഴ്സൺ മൂവ്ഡ് ഫ്രം A to B. ഇത് നല്ലപോലെ ശ്രദ്ധിക്കണം, പുതിയൊരു കൺസെപ്റ്റ് ആണ്. മൂവ്ഡ് ഫ്രം A to B on a circular path as shown in the figure. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഹിം ഈസ് 16 മീറ്റർ. അപ്പൊ എന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എനിക്ക് മനസ്സിലായത് 60 മീറ്റർ ആണ്. ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിസ്പ്ലേസ്മെന്റ്. എടാ, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് മാഗ്നിറ്റ്യൂഡ്, വിച്ച് മീൻസ് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്.
ഓക്കെ, ഞാൻ വരച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. അത് കണ്ടുപിടിക്കണം. ഞാൻ ഒരു കാര്യം ചെയ്തു. ഇത് 6 ആണ്, സോറി എടാ, ഇത് 6 ആണ്, ഇതും 6 ആണ്. ക്ലിയർ അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എ ബി ആണ്. നിങ്ങൾ കൊസൈൻ ലോ പഠിച്ചിട്ടുണ്ടാവും. ആ കൊസൈൻ ലോന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ലിസൺ, കോസ് 135 is equal to, അറിയാലോ, ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആർ ഇൻറ്റു ആർ. അല്ലേടാ? കോസ് സി ഈക്വൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഡിവൈഡ് ബൈ 2 എ ബി. കോസ് എ ആണെങ്കിൽ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ബി സി. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെ എഴുതാം. കോസ് 135 മൈനസ് 0.7 തന്നിട്ടുണ്ട്. ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആർ സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആർ സ്ക്വയർ. ശരിയല്ലേ? എടാ കഴിഞ്ഞു. ഇത് 2 ഇൻറ്റു 0.7 എന്ന് പറഞ്ഞാൽ മൈനസ് 1.4 അല്ലേ? മൈനസ് 1.4 ആർ സ്ക്വയർ is equal to 2 ആർ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. ഇങ്ങനെ കിട്ടി. എടാ ഇവിടുന്ന് എ ബി സ്ക്വയർ ഈക്വൽ ടു 2 ആർ സ്ക്വയർ പ്ലസ് 1.4 ആർ സ്ക്വയർ. ഇങ്ങനെ എത്തി. എടാ now we can write എ ബി സ്ക്വയർ is equal to 3.14 ആർ സ്ക്വയർ. 3.14 ആർ സ്ക്വയർ. ഇങ്ങനെ കിട്ടി. ശരിയല്ലേ? എടാ ഇതിന്ന് എ ബി ഈക്വൽ ടു റൂട്ട് 3.14 ഇൻറ്റു ആർ. എനിക്കറിയില്ല റൂട്ട് 3.14 എത്രയാന്നുള്ളത്. ദാറ്റ് ഈസ് റൂട്ട് 3.14 ഇൻറ്റു ആറിന്റെ വാല്യൂ എത്രയാണ്? റേഡിയസ് അവർ തരണം. ഓ, റേഡിയസ് ഇല്ല. അപ്പൊ റേഡിയസ് കണ്ടുപിടിക്കല് നമ്മളെ ജോലിയാണ് അല്ലേ? ഈ ആംഗിൾ 135 അല്ലേ? 135 എന്ന് പറഞ്ഞാൽ 3π/4 ആണല്ലോ. 3π/4. ആംഗിൾ 3π/4 ഈക്വൽ ടു ആർക്ക് ലെങ്ത് അവർ പറഞ്ഞിട്ടുണ്ട് 60 ഡിവൈഡ് ബൈ റേഡിയസ്. എടാ ഇതും ഇതും പോയാൽ ഇവിടെ 20 വരും. അപ്പൊ ആർ is equal to റേഡിയസ് is equal to 80/π. ഇങ്ങനെ 80/π. ഇത് നമുക്ക് ലിസൺ 80 ഡിവൈഡ് ബൈ 3.14 കൂടെ കൊടുത്തു. ശരിയല്ലേ? 80/3.14. എടാ ഇതിനെ വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ എഴുതാം, 80 ഡിവൈഡ് ബൈ റൂട്ട് 3.14 എന്ന് പറഞ്ഞാൽ അത് 4 ആണെങ്കിൽ 2 ആണ്. 3.14 3 ആണെങ്കിൽ 1.73 അല്ലേ? അപ്പൊ 80 ഡിവൈഡ് ബൈ 1.73 എന്നൊക്കെ വരും. എന്ന് പറഞ്ഞാൽ 40ക്ക് കുറച്ച് താഴെ വരും. സോറി, 40ക്ക് മുകളിൽ വരും. 40ക്ക് മുകളിൽ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ദാ 47 മീറ്റർ ആയിരിക്കും ആൻസർ. 42 വരില്ല, 47 മീറ്റർ ആയിരിക്കും ആൻസർ കേട്ടോ. 47 മീറ്റർ. ഓക്കെ ഓക്കെ. ആ ഡിന്നർ ബ്രേക്ക് ഇപ്പൊ തരട്ടാ. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞു തുടങ്ങിയാൽ ഡിന്നർ ബ്രേക്ക് കിട്ടും. ഓക്കെ, 1-2 ക്വസ്റ്റ്യനും കൂടെ കേട്ടോ. ഷാർപ്പ് 9 മണിക്ക് എന്തായാലും. എ ഫ്ലൈ വീൽ ഈസ് ആക്സലറേറ്റഡ് യൂണിഫോംലി ഫ്രം റെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് റൊട്ടേറ്റ്സ് ത്രൂ 5 റേഡിയൻ ഇൻ ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, ദി ആംഗിൾ റൊട്ടേറ്റഡ് ബൈ ദി ഫ്ലൈ വീൽ ഇൻ ദി നെക്സ്റ്റ് സെക്കൻഡ് ഈസ്, പെട്ടെന്ന് പറയാൻ പറ്റുമോ? ആംഗിൾ റൊട്ടേറ്റഡ് ബൈ ദി ഫ്ലൈ വീൽ ആക്സലറേറ്റഡ് യൂണിഫോംലി. ഒന്നും ആലോചിക്കണ്ട. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണെങ്കിൽ 1:3:5 റേഷ്യോയില് ആദ്യം 5 റേഡിയൻ ആണെങ്കിൽ ഇപ്പോൾ ഉള്ളത് 15 റേഡിയൻ ആയിരിക്കും. 15 റേഡിയൻ. ഓക്കെ, 15 റേഡിയൻ. നെക്സ്റ്റ് വൺ. ഒരു കാര്യം ചെയ്യാം, ഷാർപ്പ് ഞാൻ പറഞ്ഞു എടുത്ത് ഷാർപ്പ് 9 മണിക്ക് ഇപ്പൊ സെന്റർ ഓഫ് മാസിന്റെ സെക്ഷനിലെത്തി. ഷാർപ്പ് 9 മണിക്ക് നമുക്ക് ബ്രേക്ക് ഇടാം. എത്ര സമയം ബ്രേക്ക് വേണം? ഒരു 15 എത്ര മിനിറ്റ് വേണം? 10 മിനിറ്റ് മതിയാ? ഓക്കെ, നമുക്കൊരു 9:15 സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കേടാ, 9:15 സ്റ്റാർട്ട് ചെയ്യാം. ഒരു 10 മിനിറ്റ് ബ്രേക്ക് കേട്ടോ. സോറി, 15 മിനിറ്റ് ബ്രേക്ക്. ഓക്കെ, ഒരു സെറ്റ് ആയിട്ട് വന്നോ. നമുക്ക് ഇനി ഇന്നത്തെ ഫുള്ള് ഇതാണ് തീർക്കണം. ഇനി നമുക്ക് 2 മണിക്കൂറിനുള്ളിൽ അവസാനം വരെ എത്തണം കേട്ടോ. ഓക്കെ.
ഓക്കെടാ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ ഓക്കെ ഓക്കെ, ഓഡിബിൾ അല്ലടാ? സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ. Center of mass of a solid hemisphere. Center of mass of a solid hemisphere of radius 8 centimeter is x centimeter from the center of flat surface. Value of x. അപ്പോൾ നിങ്ങൾ ഇതിൽ ഓർക്കേണ്ടത്, ഒരു സോളിഡ് ഹെമിസ്ഫിയറിന്റെ സെന്റർ ഓഫ് മാസ് കിടക്കുന്നത്, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിങ്ങനെ കാണിക്കാം. ഓക്കെടാ, നോക്കേ, ഈ കാണുന്നതാണ്, സോറി, ഈ കാണുന്നതാണ് നമ്മളെ സോളിഡ് ഹെമിസ്ഫിയർ എന്ന് വിചാരിക്കാം. ഇത് സോളിഡ് ഹെമിസ്ഫിയർ ആണ്. ഇതിന്റെ ഞാനിങ്ങനെ കാണിച്ചു, ഇത് എക്സ് ആക്സ്, ഈ കാണുന്നത് വൈ ആക്സ്. അപ്പൊ ഇത് എക്സ് ആക്സ്, ഇത് വൈ ആക്സ്. എടാ, ഇവിടെയാണ് സെന്റർ ഓഫ് മാസ് ഉള്ളത്. ഇതിന്റെ ഡിസ്റ്റൻസ് ഇതാ ഇവിടുന്ന് 3r/8 ആണ്. അപ്പൊ വൈ ആക്സിലാണ് ആ സെന്ററിന് 3r/8. അപ്പൊ അവർ പറയുന്നത് സെന്റർ ഓഫ് മാസ് ഓഫ് എ സോളിഡ് ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് 8 സെന്റിമീറ്റർ ഈസ് എക്സ് സെന്റിമീറ്റർ ഫ്രം ദി സെന്റർ ഓഫ് ഫ്ലാറ്റ് സർഫാസ് എന്ന് പറഞ്ഞാൽ അവർ ഇതാ 3r/8 ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആറിന് പകരം 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 × 8 ഡിവൈഡ് ബൈ 8 ഇസ് ഈക്വൽ ടു എക്സ്. എക്സ് ഇസ് ഈക്വൽ ടു 3. എക്സ് ഇസ് ഈക്വൽ ടു 3. ആൻസർ സെന്റിമീറ്റർ തന്നെ അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ഇതായിരിക്കും ആൻസർ കേട്ടോ, 3 സെന്റിമീറ്റർ. എക്സ് ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ഓക്കെ ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ. വേഗം വേഗം ഈ ട്രാക്ക് വാടാ, വേഗം 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 വാ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 4 particles ABC of masses MA equal to M, MB equal to 2M, MC is equal to 3M, MD is equal to 4M are at the corners of a square. They have acceleration of equal magnitude. Acceleration of magnitude same ആണ്, with direction as shown in the figure. Acceleration of the center of mass is, acceleration of the center of mass is, നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സെന്റർ ഓഫ് മാസിന്റെ ആക്സലറേഷൻ ഞാൻ വെക്ടർ ഫോമിൽ എഴുതുകയാണെങ്കിൽ m1a1 വെക്ടർ പ്ലസ് m2a2 വെക്ടർ പ്ലസ് m3a3 വെക്ടർ പ്ലസ് m4a4 വെക്ടർ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് m4. ഇതാണ് ആക്സലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് വെക്ടർ ഫോമിൽ. ലിസൺ, acm വെക്ടർ is equal to m1, ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ മാസ് m, a1 വെക്ടർ നിങ്ങൾ ആലോചിച്ചോക്കെ, എയിൽ കിടക്കുന്ന ആളുടെ മാസ് ആണ് എം. ഇത് അതിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് എക്സിലാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു, എ മൈനസ് ഐ ക്യാപ്. ഓക്കെ, രണ്ടാമത്തെ ആള് ബിയിൽ കിടക്കുന്ന ആള്, അയാളുടെ മാസ് 2m ആണ്. ആക്സലറേഷൻ മാഗ്നിറ്റ്യൂഡ് എ, ഡയറക്ഷൻ ജെ ക്യാപ്. ശരിയല്ലേ? ഡയറക്ഷൻ ജെ ക്യാപ്. മൂന്നാമത്തെ ആള് സിയിൽ കിടക്കുന്ന ആള്, അയാളുടെ മാസ് MC is equal to 3m ആണ്. ആക്സലറേഷൻ എ, ഡയറക്ഷൻ ഐ ക്യാപ്. നാലാമത്തെ മാസ് അഗെയിൻ MD, അതായത് 4m ആണ്. അയാളുടെ ആക്സലറേഷൻ മാഗ്നിറ്റ്യൂഡ് എ, മാസ് പ്ലസ് 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 മാസ് 4m, ആക്സലറേഷൻ എ, ഡയറക്ഷൻ മൈനസ് ജെ ക്യാപ്, മൈനസ് ജെ ക്യാപ്, ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ m plus 2m, 3m, 6m, 10m. ഇങ്ങനെ കിട്ടി, 10m. ഓക്കേടാ, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കേ, acm വെക്ടർ is equal to, ലിസൺ, acm വെക്ടർ is equal to ആദ്യത്തെ ആള് മൈനസ് MA I ക്യാപ്, മൈനസ് MA I ക്യാപ്. രണ്ടാമത്തെ ആള് 2MA J ക്യാപ്, 2MA J ക്യാപ്. മൂന്നാമത്തെ ആള് 3MA I ക്യാപ്, 3MA I ക്യാപ്. നാലാമത്തെ ആള് minus 4MA J cap, minus 4MA J cap divided by 10m. Listen, minus MA I cap 3MA I cap. അപ്പോൾ അത് നമുക്ക് കിട്ടിയത്
2 ma I cap. First case കിട്ടി. എടാ അടുത്തത് 2 ma j cap minus 4 ma j cap minus 2 ma j cap divided by 10 m. എങ്ങനെയാണ് ഓപ്ഷനിൽ ഉള്ളത് നോക്കാം. a/5 ഉണ്ട് അല്ലേ? ഒരു കാര്യം ചെയ്യാം, എമ്മിന്റെ ടേം ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി. 2 ma divided by 10 m into I cap minus j cap. That is a/5 into I cap minus j cap. a/5 into I cap minus j cap. A option is the correct answer. A ആണ് correct answer. ശരിയടാ? A ആയിരിക്കും അവിടുത്തെ correct answer. എടാ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്കത് കിട്ടിയില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. ലിസൺ. A man mass 40 kilogram and his son mass 20 kilogram are standing on a frictionless surface facing to each other. Okay. The man pushes his son so that he starts moving with the speed 0.7 meter per second with respect to the man. Speed of the man with respect to the surface is. Speed of the man with respect to the surface is. എല്ലാം ശ്രദ്ധിക്കുക. ഈ കാണുന്നതാണ് മാൻ എന്ന് വിചാരിച്ചു. ഈ മാന്റെ മാസ് 50 കിലോഗ്രാം ആണ്. എടാ ഇതാണ് സൺ എന്ന് വിചാരിക്കുക. ഈ സണ്ണിന്റെ മാസ് 20 കിലോഗ്രാം ആണ്. ഓക്കെ. ഇനി ഒരു കാര്യം ചെയ്യാം, സണ്ണിന്റെ വെലോസിറ്റി, ലിസൺ, സണ്ണിന്റെ വെലോസിറ്റിനെ ഞാൻ v2 എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങോട്ട് തള്ളിയപ്പോൾ സണ്ണിന്റെ വെലോസിറ്റി v2 വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. മാന്റെ വെലോസിറ്റിനെ ഈ ഡയറക്ഷനിലാവും മാൻ തെറിക്കുക അല്ലെ, ഫ്രിക്ഷനിലെ സർഫസ് ആണെങ്കിൽ അത് v1 എന്ന് വിളിച്ചു. അതിൽ സംശയമില്ലല്ലോ. ഇവിടെ മൊമെന്റം കൺസർവേഷൻ അനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാസ് ഓഫ് മാൻ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം 50 v1 ഈക്വൽ ടു 20 v2. ഇതാണ് സംഭവം. നമുക്ക് തന്നത് 0.7 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. അതെന്താ സാധനം? വെലോസിറ്റി ഓഫ് സൺ ആണോ? അല്ല, വെലോസിറ്റി ഓഫ് സൺ വിത്ത് റെസ്പെക്ട് ടു മാൻ. എടാ വെലോസിറ്റി ഓഫ് സൺ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സൺ വിത്ത് റെസ്പെക്ട് ടു മാൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സൺ മൈനസ് വെലോസിറ്റി ഓഫ് മാൻ. ശരിയല്ലേ? അപ്പൊ വെലോസിറ്റി ഓഫ് സൺ വിത്ത് റെസ്പെക്ട് ടു മാൻ ഞാൻ 0.7 എന്ന് കൊടുത്തു, അത് തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് സൺ v2 ആണ് അല്ലേ, അത് പോസിറ്റീവ് എക്സിലാണ്. മൈനസ് വെലോസിറ്റി ഓഫ് മാനിനെ മൈനസ് v1 എഴുതാം എന്ന് പറഞ്ഞാൽ അയാൾ നെഗറ്റീവ് എക്സിലാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 0.7 എന്ന് പറയുന്നത് v2 പ്ലസ് v1 ആണ്. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് വെലോസിറ്റി ഓഫ് മാൻ ആണ്, അതായത് v1 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു, v2 is equal to 0.7 മൈനസ് v1 എഴുതി. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 50 v1 ഈക്വൽ ടു 20. v2ന് പകരം, ഈ v2ന് പകരം 0.7 മൈനസ് v1 ഇങ്ങനെ കിട്ടി. അപ്പൊ നോക്കടാ, 50 v1 ഈക്വൽ ടു 20 ഇൻറ്റു 0.7, 20 ഇൻറ്റു 0.7 എന്ന് പറഞ്ഞാൽ 14 മൈനസ് 20 v1. ഓക്കേടാ, ഇവിടുന്ന് 70 v1 ഈക്വൽ ടു 14, v1 ഈക്വൽ ടു 14 ബൈ 70 which is equal to 0.2 meter per second. ഇതായിരിക്കും ആൻസർ. 0.2 meter per second. 0.2 ആണ് വരിക. 0.2 ആണ് വരിക കേട്ടോ. 0.2 meter per second. അപ്പോൾ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടാവണമെങ്കിൽ ഇവിടെയാണ് തെറ്റാൻ സാധ്യത. വെലോസിറ്റി ഓഫ് സൺ വിത്ത് റെസ്പെക്ട് ടു മാൻ ആണ് തന്നുള്ളത്, അത് വെലോസിറ്റി ഓഫ് സൺ മൈനസ് വെലോസിറ്റി ഓഫ് മാൻ ആണ്. അത് 0.7 ആണ്. വെലോസിറ്റി ഓഫ് സൺ v2 എന്ന് കൊടുത്തു, വെലോസിറ്റി ഓഫ് മാൻ എന്ന് പറയുന്നത് മൈനസ് v1 ആണ്. അപ്പൊ നമുക്ക് v2 പ്ലസ് v1 ആണ് 0.1 തന്നിട്ടുള്ളത്. കണ്ടുപിടിക്കേണ്ടത് v1 ആണ്. അപ്പൊ v2ന് പകരം 0.7 മൈനസ് v1 എന്ന് കൊടുത്തു, റീഅറേഞ്ച് ചെയ്തു. 50 v1 is equal to 20 into 0.7 മൈനസ് v1. അത് വെച്ച് ആൻസർ ചെയ്തു, നമുക്ക് ആൻസർ കിട്ടിട്ടോ. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കേസാണ്. ഞാനത് ഉൾപ്പെടുത്താൻ കാരണം നിങ്ങൾക്ക് അത് ഒരൊറ്റ പ്രാവശ്യം ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എടാ അടുത്ത ക്വസ്റ്റ്യൻ. A particle of mass m moving with a velocity v collides with a stationary particle of mass 2m. After collision, they stick together and continues to move together with a velocity.
നോക്കുക ആദ്യത്തെ പാർട്ടിക്കിൾ ഇപ്പോൾ നോക്കുക ആദ്യത്തെ പാർട്ടിക്കിളിന്റെ മാസ് എം ആണ്, അടുത്ത പാർട്ടിക്കിളിന്റെ മാസ് 2m ആണ്. ആദ്യത്തെ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി v ആണ്, അടുത്ത പാർട്ടിക്കിൾ റെസ്റ്റിലാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ബിഫോർ കൊളീഷൻ ടോട്ടൽ മൊമെന്റം ഇസ് ഈക്വൽ ടു mv. ഫസ്റ്റ് പാർട്ടിക്കിൾ മാത്രമേ മൊമെന്റ് ഉള്ളൂ, രണ്ടാമത്തെ പാർട്ടിക്കിൾ മൊമെന്റ് ഇല്ല. ആഫ്റ്റർ കൊളീഷൻ രണ്ട് പാർട്ടിക്കിളും കൂടെ ചേർന്ന് ഒരൊറ്റ ഒബ്ജക്റ്റ് ആയി. അപ്പൊ അതിന്റെ മാസ് ടോട്ടൽ മാസ് 3m ആയി. അതിന്റെ വെലോസിറ്റി v ഡാഷ് കൊടുത്തു, കഴിഞ്ഞു. നൗ v ഡാഷ് ഇസ് ഈക്വൽ ടു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ v/3. 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് v/3. വെരി ഗുഡ് സി അല്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടി. v/3 ആണ് ആൻസർ. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിസൺ. എ ബോഡി ഓഫ് മാസ് 5 kilogram is moving with a momentum 10 kilogram. Now a force 2 Newton acts on the body in the direction of motion for 5 seconds. Increase in the kinetic energy is. എടാ ഇത് എനിക്ക് മനസ്സിലായത് ഇനീഷ്യൽ മൊമെന്റം തന്നിട്ടുണ്ട് p1 is equal to SI യൂണിറ്റിലാണ് 10 എന്ന് കൊടുത്തു. ഇനി ഇത് ഇനീഷ്യൽ മൊമെന്റ് ആണ് അല്ലേ. നമുക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, p2² ഡിവൈഡ് ബൈ 2m, അതായത് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് p1² ഡിവൈഡ് ബൈ 2m എന്ന് കൊടുത്താൽ മതി. ഇത് കിട്ടും 1/2m ഇൻറ്റു p2² മൈനസ് p1². ഇത് ചെയ്താൽ ആൻസർ ആയി. എടാ 1/2 ഇൻറ്റു 10 ശരിയല്ലേ, p2² എനിക്ക് അറിയില്ല, മൈനസ് p1 എന്ന് പറഞ്ഞാൽ 10² അത് കിട്ടി. p2 കിട്ടിയാൽ ആൻസർ ആയല്ലോ. ഇവിടെ ഈ ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അത് 2 ന്യൂട്ടൺ ആണ്. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ടൈം 5 സെക്കൻഡ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം, അത് നമ്മൾ പഠിച്ചതാ. ഇമ്പൾസ് എഫ് ഡെൽറ്റ ടി ഈക്വൽ ടു p2 മൈനസ് p1. ഇത് നമുക്ക് അറിയുന്ന ഒരു കേസാണ് അല്ലേ. എടാ എഫിന്റെ വാല്യൂ 2 ആണ്, ഡെൽറ്റ ടി 5 ആണ്, p2 മൈനസ് 10. ഇവിടുന്ന് p2 ഈക്വൽ ടു 20. ഇതാണ് p2 കിട്ടിയത്. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 20² മൈനസ് 10². എടാ നമ്മളെ ജോലി കഴിഞ്ഞു. ഇപ്പോ 1/20. 20² എന്ന് പറഞ്ഞാൽ 400 മൈനസ് 10² എന്ന് പറഞ്ഞാൽ 100, അപ്പൊ 300. ഇതും ക്യാൻസൽ ചെയ്തു. Therefore change in kinetic energy is equal to 15 joule. Therefore the answer is 15 joule. 15 joule. സിമ്പിൾ ആയിട്ട് ചെയ്തുകൂടെ നമുക്ക്. 2023 ക്വസ്റ്റ്യൻ ആണ്, 15 ജൂൾ ആൻസർ കിട്ടും. ഓക്കെ, തെറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി is equal to 20² ഡിവൈഡ് ബൈ 1/2m. സോറി ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. m5 ആണ് അല്ലേ, m5 ആണ്, ഞാൻ m10 ആയിട്ടാണ് കൊടുത്തത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. m5 ആണ്, സിമ്പിൾ ആണ്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഇവിടെ 2 ഉണ്ടാവില്ല, വെറും 5 കൊടുത്താൽ മതി. ഇവിടെ 20 അല്ല, ഇവിടെ 10 ആണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ആൻസർ 10ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോയാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി is equal to 30 ജൂൾ ആയിരിക്കും. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി is equal to 30 ജൂൾ ആണ് ആൻസർ കേട്ടോ. ഓക്കെ, 30 ജൂൾ, അത് മനസ്സിലാക്കാം. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിസൺ. എ സോളിഡ് ഡിസ്ക് of 20 centimeter, radius 20 centimeter, mass 10 kilogram, is rotating with an angular velocity 600 rpm about an axis normal to its circular plane and passing through center of mass. Retarding torque required to bring the disc at rest in 10 seconds is. എടാ റിട്ടാർഡിംഗ് ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ള ഇക്വേഷൻ I ആൽഫ ആണ്. സോളിഡ് ഡിസ്ക് ആണ്, അതിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ mr²/2 ഇൻറ്റു ആൽഫ. ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഇനി ആൽഫ കിട്ടണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇനീഷ്യലി ആംഗുലാർ വെലോസിറ്റി 600 rpm എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് റെസ്റ്റിലോട്ട് വരിക. ഇത് എഫ് ആണ്, 600 rpm, 600 റൊട്ടേഷൻ പെർ മിനിറ്റ്. അപ്പൊ നോക്കി, f1 എന്ന് പറയുന്നത് 600 ഡിവൈഡഡ് ബൈ 60 റൊട്ടേഷൻ പെർ സെക്കൻഡ് ആണ്, എന്ന് പറഞ്ഞാൽ 10 റൊട്ടേഷൻ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ ആണല്ലോ. ഇതിന്ന് ω1 is equal to 2π into 10 റേഡിയൻ പെർ സെക്കൻഡ്, അതായത് 20π എന്ന് കിട്ടും. ω2 0 ആണ്. എത്ര സെക്കൻഡ് കൊണ്ടാണ്? 10 സെക്കൻഡ് കൊണ്ടാണ് ഇയാൾ റെസ്റ്റിലോട്ട് വരുന്നത്. ആൽഫ കിട്ടണമെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്നതാണ് ω2 മൈനസ് ω1 ഡിവൈഡ് ബൈ ടി. ω2 0 ആണ്, മൈനസ് ω1 എന്ന് പറയുന്നത് 20π ആണ്, ഡിവൈഡഡ് ബൈ 10 സെക്കൻഡ് കൊണ്ടാണ് റെസ്റ്റിലോട്ട് വന്നത്.
ഇത് നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം ആൽഫ ഈക്വൽ ടു -2 പൈ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മൈനസ് സൈൻ കാണിക്കുന്നത് റിട്ടാർഡേഷൻ ആണെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മളെ പണി കഴിഞ്ഞു. മാസ് 10, റേഡിയസ് 20 സെന്റിമീറ്റർ. അപ്പൊ 20 × 10⁻², 2 × 10⁻1 അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4 × 10⁻². ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇൻറ്റു ഇത് 2 പൈ ഇങ്ങനെ വന്നു. ആൻസറിൽ പൈ ഉണ്ട് അല്ലേ? അപ്പൊ 2 ക്യാൻസൽ ചെയ്തു. എടാ ഇത് നിങ്ങൾക്ക് കിട്ടിയത് കഴിഞ്ഞു 4 പൈ × 10⁻1 ആണ് കിട്ടിയത്. 4 പൈ × 10⁻1. Therefore here value is 4. Okay. ഇനി next one ഫ്ലൂയിഡ്സിലൊക്കെ നമ്മൾ എത്തൂടാ. നെക്സ്റ്റ് വൺ, എ ഫോഴ്സ് എഫ്. അത് ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ തെറ്റിക്കുന്ന ഒരു സാധനമാണ്. എ ഫോഴ്സ് എഫക്ടർ is equal to 4i + 3j + 4k is applied on an intersection of point x is equal to 2 meter. 2 meter plane and x-axis. Okay. Magnitude of torque of this force about point 234 is. Magnitude of this force about the point 234. എടാ ഇവിടെ ഇതിന്റെ പൊസിഷൻ വെക്ടർ എഴുതാൻ പറയുമ്പോൾ r വെക്ടർ is equal to r2 വെക്ടർ മൈനസ് r1 വെക്ടർ അല്ലേ? ഇതാണ് പൊസിഷൻ വെക്ടർ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എ ഫോഴ്സ് 4i + 3j + 4k is applied on a ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് r2 വെക്ടർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് 2i ക്യാപ്പ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ഏത് പോയിന്റ് ആണ് അത് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയേണ്ടത് 234. അതിനെയാണ് r1 വെക്ടർ എന്ന് വിളിക്കുക. അപ്പൊ ഞാൻ അതിന് 2i + 3j + 4k ഇങ്ങനെ കൊടുത്തു, ഇങ്ങനെ എഴുതി. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം r വെക്ടർ is equal to -3j - 4k. ഇതാണ് r വെക്ടർ. അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കണം. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് r2 വെക്ടർ ആയിട്ട് എടുക്കുക, അപ്പുറത്തെ പോയിന്റ് r1 വെക്ടർ ആയിട്ട് എടുക്കുക. ഇങ്ങനെ വന്നു. ഇനി നിങ്ങളെടുത്ത് ഇവിടുത്തെ ടോർക്കാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആ ടോർക്ക് കിട്ടണമെങ്കിൽ നമുക്കറിയാലോ r വെക്ടർ ക്രോസ് f വെക്ടർ ആണ്. എടാ ഇതിൽ ഡിറ്റർമിനന്റ് i j k ഇങ്ങനെ കൊടുക്കുക. ഇനി r വെക്ടറിന് പകരം 0 -3 -4. f വെക്ടറിന് പകരം 4 3 4 ഇങ്ങനെ കൊടുത്തു. ഇത് ചെയ്താൽ ടോ വെക്ടർ is equal to i cap into, നിങ്ങൾ ഹെൽപ്പ് വേണം, i cap into -12 + 12. അപ്പൊ ഫസ്റ്റ് ടേം 0 ശരിയല്ലോ. -j cap into, ആ കോളം റോയും ഒഴിവായാൽ 12 ഇങ്ങനെ വരും. +k cap into, ആ കോളം റോയും ഒഴിവായാൽ 0 + 12 ഇങ്ങനെ വരും അല്ലേ? എടാ ഇവിടുന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തെറ്റിയോ j cap into 16. നോക്കുക, ജെ ക്യാപ്പിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ലിസൺ, ഇതാണ് ഒഴിവായത്. 0 × 4 0, 4 × -4 16. അപ്പൊ ഇവിടെ 16 വന്നു അല്ലേ? ഇപ്പൊ ടോ വെക്ടർ is equal to -16j + 12k ഇങ്ങനെ കിട്ടി. സിമ്പിൾ, കഴിഞ്ഞു. ടോ ഈക്വൽ ടു √16² + 12² which is equal to 28 ആൻസർ. ഓക്കെ, അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കണം. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് r2 വെക്ടർ ആയിട്ട് എടുക്കുക. വിത്ത് റെസ്പെക്ട് ടു ഏത് പോയിന്റ് ആണോ ചോദിക്കുന്നത് അതിന് r1 വെക്ടർ ആയിട്ടും കൊടുക്കുക കേട്ടോ. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിസൺ, നോക്കാം നമുക്ക്. എ മാസ്ലെസ് ഇക്വിലാറ്റർ ട്രയാങ്കിൾ EFG ഓഫ് സൈഡ് A, ഇക്വിലാറ്റർ ട്രയാങ്കിൾ സൈഡ് A ആണ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ, ഹാസ് 3 പാർട്ടിക്കിൾ ഓഫ് മാസ് m സിറ്റുവേറ്റഡ് അറ്റ് ഇറ്റ്സ് വെർട്ടിസസ്. അപ്പൊ ഇവിടെ ഒരു m മാസ് ഉണ്ട്, ഇവിടെ ഒരു m മാസ് ഉണ്ട്, ഇവിടെയും m മാസ് ഉണ്ട്. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി സിസ്റ്റം അബൌട്ട് ദി ലൈൻ EX കണ്ടല്ലോ, എല്ലാവരും കണ്ടു. EX ഇതാണ് EX എന്ന് പറഞ്ഞ സാധനം അല്ലേ? വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് വി ഹാവ് ടു ഫൈൻഡ് ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, ഈസ് n/20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. n/20 ma². n is an integer value of n. സിമ്പിൾ. എടാ ഇയാളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യത്തെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇയാളാണ്. ഇത് ആക്സിസിലാണ് നിൽക്കുന്നത്. അപ്പൊ അയാളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ 0. രണ്ടാമത്തെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ കാണുന്നത് ആക്സിസിന് അതിലുള്ള ഡിസ്റ്റൻസ് a ആണ്. അപ്പൊ അയാളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ma². എടാ മൂന്നാമത്തെ പാർട്ടിക്കിൾ ഇതാണ്. ആക്സിസിന് അതിലുള്ള ഡിസ്റ്റൻസ് a/2 ആയിരിക്കും. അപ്പൊ അയാളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ma/2². ഇപ്പൊ ഇവിടുത്തെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കിട്ടിയത് ma² + ma²/4 എന്ന് കിട്ടി.
which is equal to 5ma square divided by 4. ഇതാണ് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. പക്ഷെ അവർ പറയാണ് ഈ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ n/20 ma സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് കിട്ടിയത് 5/4 ma സ്ക്വയർ ആണ്. ഇങ്ങനെ കിട്ടി. എന്നിന്റെ വാല്യൂ ചോദ്യം. ma സ്ക്വയറും ma സ്ക്വയറും പോയി. ഈ 4ഉം ഈ 20യും പോയാൽ ഇവിടെ 5 കിട്ടും. Therefore n is equal to 25. 25. That is the answer. N is equal to 25. ശരിയായോ? എന്നിന്റെ വാല്യൂ 25 ആയിരിക്കും. 25. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. എ സർക്കുലർ ഡിസ്ക് D1. അപ്പൊ എല്ലാവരും D1 ഉള്ള ഡിസ്ക് കണ്ടു. മാസ് m and radius r has two identical discs D2 and D3 of same mass and radius attached rigidly at opposite ends. Moment of inertia of the system about the axis O dash കണ്ടല്ലോ, passing through the center of D1 as shown the figure. Listen. എടാ ഇതൊരു ഡിസ്ക് ആണെന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പോ D1ന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ID1 ഈക്വൽ ടു ഒരു സംശയമില്ല mr²/2 ആണ്. ഇത് നമുക്ക് കിട്ടി. ഇനി D2ന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. ലിസൺ എല്ലാവരും ശ്രദ്ധിക്കുക. D2ന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈ ആക്സിസിൽ കണ്ടുപിടിക്കണം. പ്രശ്നമാണ് അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു പണിയുണ്ട്. ഇതിന് പാരലായിട്ട് ഇതിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സ് വരയ്ക്കണം. ക്ലിയർ അല്ലേ? ഓക്കെടാ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ആക്സിസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇതിപ്പോ ഇങ്ങനെയായിരിക്കും കിടക്കുന്നതാ, ഇങ്ങനെയായിരിക്കും കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. ഒന്ന് ദാ ഇങ്ങനെ കിടക്കുന്നു, അടുത്തത് ഇങ്ങനെ കിടക്കുന്നു, അടുത്ത ഇങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 6 ആണ്. ആ ഒരു ഫിഗർ ഇമാജിൻ ചെയ്യണം. അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഡിസ്റ്റൻസ് 6. ഇനി അങ്ങനെയാണെങ്കിൽ ID2 എന്ന് പറയുന്നത്, ലിസൺ, നമുക്കറിയാലോ ICM എന്ന് പറഞ്ഞാൽ mr²/2 പ്ലസ് m ഇൻറ്റു r². നമ്മൾ പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ചു. അപ്പൊ ID2 എന്ന് പറയുന്നത് 3/2 mr². ഇതേ സംഭവം തന്നെയാണ് ID3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുക. ID3 ഈസ് ആൾസോ ഈക്വൽ ടു 3/2 mr². അപ്പൊ അവിടുത്തെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ചോദിച്ചാൽ mr²/2 അതാണ് ID1 പ്ലസ് 3/2 mr² അതാണ് ID2 പ്ലസ് 3/2 mr² അതാണ് ID3. ഇതെല്ലാം കൂടി ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 7/2 mr². ശരിയല്ലേ? ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ചെയ്തു. സോറി. അപ്പോ എന്താണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? ഓക്കെ, അതിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നല്ലടാ. നിങ്ങൾ ആരും ഒരു മെസ്സേജ് ചെയ്തൊന്നുമില്ല. ID2 നോക്ക്. ഇതിന്റെ ഒരു പ്രത്യേകത, ഈ ആക്സിസ് എന്ന് പറയുന്നത്, ലിസൺ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ആക്സിസ് ഇതിന്റെ ഡയമീറ്റർ അല്ലേ? ഈ ആക്സും ഡയമീറ്റർ അല്ലേ? ഡയമീറ്ററിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ലേ നമുക്ക് വേണ്ടത്? ലിസൺ ഇവിടെ തെറ്റിയിട്ടുണ്ട്. ലിസൺ, ശ്രദ്ധ പോയടാ. ലിസൺ എല്ലാവരും ശ്രദ്ധിക്കുക. ID2 കിട്ടണമെങ്കിൽ ലിസൺ, സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഇയാളുടെ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ഞാൻ ആ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് mr²/4 ആണ്. പ്ലസ് ആ ബോഡീന്റെ മാസ് ഇൻറ്റു r². ഇങ്ങനെ കിട്ടും. ഓക്കേടാ. ദിസ് ഇസ് ഈക്വൽ ടു 5/4 mr². ഇതാണ് ID2. അതുപോലെ ID3 ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ID3 ആൾസോ ഈക്വൽ ടു 5/4 mr². പാരലൽ ആക്സിസ് തിയറി അറിയാലോ? ICM പ്ലസ് mr². രണ്ട് പാരലൽ ആക്സിസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് mr² പ്ലസ് ICM. എടാ ഇത് ചെയ്യുമ്പോൾ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടണമെങ്കിൽ I is equal to ID1 എന്ന് പറയുന്നത് mr²/2. എടാ നിങ്ങൾക്ക് എടുത്തതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോ. ID1 is equal to mr²/2. ID2 എന്ന് പറഞ്ഞാൽ 5/4 mr² പ്ലസ് ID3 എന്ന് പറയുന്നതും 5/4 mr². എടാ ഇത് 10/4 mr² ആണ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ചെയ്താൽ 10/4 mr² ആണ് എന്ന് പറഞ്ഞാൽ 5/2 mr² ആണ്. അപ്പൊ mr²/2 പ്ലസ് 5/2 mr² ഇങ്ങനെ കിട്ടി, which is equal to 6/2 mr². That is the answer is 3 mr². ഇതായിരിക്കും ആൻസർ കേട്ടോ. 3 mr² ആണ് ആൻസർ. അങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. 3 mr². ഞാനതിൽ എടുത്തപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നിരുന്നു. ആദ്യത്തെ ഡിസ്ക് ഇങ്ങനെ, അടുത്ത ഡിസ്ക് ദാ ഇങ്ങനെ. ഇതിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്.
ഓക്കെ, ഇതാണ് നമ്മളെ പാരലൽ ആക്സിസ്. ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് r. അപ്പൊ ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇതാണ് സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സ് mr²/4 പ്ലസ് ഇതിന്റെ മാസ് ഇൻറ്റു രണ്ട് ആക്സുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്. ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. നെക്സ്റ്റ് വൺ ലിസൺ, ശ്രദ്ധിച്ച് കേട്ടോ. 2023 ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എ പാർട്ടിക്കിൾ ഓഫ് മാസ് 100 gram ഈസ് പ്രൊജക്റ്റഡ് അറ്റ് t equal to 0 with a speed 20 meter per second at an angle 45 degree with the horizontal as given in the figure. Magnitude of the angular momentum, a magnitude of angular momentum of the particle about starting point at t is equal to 2 seconds. 2 സെക്കൻഡിലുള്ള ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കണം. is found to be root k kilogram per meter square per second. Value of k. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ, ഒറ്റ പ്രാവശ്യം പറയുള്ളൂ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിലെ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ഞാനൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. എടാ, ടി ടൈമിൽ ഈ പാർട്ടിക്കിൾ കിടക്കുന്നത് ഇവിടെയാണ് വിചാരിച്ചോ, പി എന്നുള്ള പോയിന്റ്. ടി ടൈം അപ്പൊ നോക്കി, ഈ പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, ലിസൺ, വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് ഇതാണ് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് mg. ടി ടൈമിലാണ് കേട്ടോ. എടാ, ഈ ഡിസ്റ്റൻസ് ആണ് ഒറിജിന് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ഇതിനെ എക്സ് എന്ന് വിളിച്ചു എന്ന് വിചാരിക്കാം. ഇപ്പൊ ഇവിടുത്തെ ടോർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാലോ, ആർ ഇൻറ്റു എഫ് പെർപെൻഡിക്കുലർ, ആർ ഇൻറ്റു എഫ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഫോഴ്സ് എം ജി. ഇതാണ് ടോർക്ക്. ഓക്കെ, ഇതിൽ ഈ എക്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ മോഷൻ യൂണിഫോം ആയതുകൊണ്ട് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പൊ ഞാൻ ഈ ടോർക്ക് ഇസ് ഈക്വൽ ടു യു എക്സ് അല്ലെങ്കിൽ യു കോസ് തീറ്റ ഇൻറ്റു ടി ഇൻറ്റു എം ജി. ഇതാണ് ടോർക്ക്. ഈ ടോർക്കിനെ ഡി എൽ ബൈ ഡി ടി എന്ന് കൊടുത്തു. ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു, ലിസൺ, യു കോസ് തീറ്റ ഇൻറ്റു എം ജി ഇൻറ്റു ടി. നമുക്ക് ആംഗുലർ മൊമെന്റം അല്ലേ വേണ്ടത്. ഡി എൽ ഈക്വൽ ടു യു കോസ് തീറ്റ എം ജി ടി ഡി ടി. എടാ, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ആംഗുലർ മൊമെന്റം കിട്ടും അല്ലേടാ. അപ്പൊ അവിടുന്ന് എൽ ഇസ് ഈക്വൽ ടു ഇന്റഗ്രേറ്റ് ചെയ്തു യു കോസ് തീറ്റ എം ജി, ടീനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ടി സ്ക്വയർ ബൈ 2. ഈ കാണുന്നതാണ് ഏതെങ്കിലും ഒരു പോയിന്റിലെ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, യു കോസ് തീറ്റ എം ജി ഇൻറ്റു ടി സ്ക്വയർ ബൈ 2. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻക്ക് വരാം. എൽ ഇസ് ഈക്വൽ ടു യുവിന്റെ വാല്യൂ എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ്. കോസ് തീറ്റ 45 ആണ് അല്ലേ. അപ്പൊ 20 കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2. എമ്മിന്റെ വാല്യൂ 100 ഗ്രാം ആണ്. 100 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞാൽ നമുക്ക് 10⁻⁻1 കൊടുക്കാം. അവിടെ നിൽക്കട്ടെ. ജിന്റെ വാല്യൂ 10 ആണ്. 2 സെക്കൻഡിലുള്ള ആംഗുലാർ മൊമെന്റാ വേണ്ടത് എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒരു 2 കൂടെ വരും. എടാ ലിസൺ, ഈ 2ഉം ഈ 2 സ്ക്വയർ പോയി, 10ഉം 10⁻⁻1 പോയി. അപ്പൊ നമ്മളെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ 20√2 എന്നാണ്. ഇങ്ങനെ ഓപ്ഷൻ നോക്കാം, 20√2. ഓക്കെ, 20√2 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. പക്ഷെ പ്രശ്നം അതല്ലേ, ഈ ആംഗുലർ മൊമെന്റം റൂട്ട് കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തു, 20√2 is equal to root k. Kന്റെ വാല്യൂ അല്ലേ ചോദ്യം. 400 into 2 equal to k. K equal to 800. 200 അല്ലടാ, 800. K is equal to 800. ഇവിടെ kന്റെ വാല്യൂ 800 ആയിരിക്കും. ശരിക്ക് അത് മനസ്സിലാക്കേ. ഞാനിപ്പോൾ ഡിറൈവ് ചെയ്ത ഈ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ. ഈ ഒരു ഇക്വേഷൻ അറ്റ് എനി പോയിന്റ് യു കോസ് തീറ്റ എം ജി ടി സ്ക്വയർ ബൈ 2. എടാ, ഇനി ആരെങ്കിലും നിങ്ങളുടെ ഹയസ്റ്റ് പോയിന്റിലെ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. ആ ടൈം യു സൈൻ തീറ്റ ബൈ ജി കാൽക്കുലേറ്റ് ചെയ്ത് ടൈമിന് പകരം യു സൈൻ തീറ്റ ബൈ ജി കൊടുത്താൽ മതി, ടൈം ഓഫ് അസെന്റ്. ഇനി അതല്ല, ഒരാൾ ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോഴുള്ള ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുക, 2u സൈൻ തീറ്റ ബൈ ജി, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് അറ്റ് എനി പോയിന്റിൽ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അത് 800 ആണ്. അത് ശരിക്കും മനസ്സിലാക്കുക കേട്ടോ. എടാ, നെക്സ്റ്റ് വൺ. പൊസിഷൻ വെക്ടർ ഓഫ് 1 kilogram ഒബ്ജക്ട് ആർ വെക്ടർ is equal to 3i minus j. ഇതാണ് പൊസിഷൻ വെക്ടർ. ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി വെക്ടർ ഈസ് 3i minus k. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ആംഗുലാർ മൊമെന്റം ഈസ് √xn. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെന്റം.
മാസ് നമുക്ക് തന്നിട്ടുണ്ട്. എടാ ഇതിന്ന് ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കണമെങ്കിൽ ആർ വെക്ടർ ക്രോസ് പി വെക്ടർ. ഇത് നമുക്ക് ഇങ്ങനെ എഴുതണം, എം ഇൻറ്റു ആർ വെക്ടർ ക്രോസ് വി വെക്ടർ എന്ന് കൊടുക്കാം. ഇതാണ് ആംഗുലാർ മൊമെന്റം. ഇവിടെ നമുക്ക് ആർ വെക്ടർ ഉണ്ട്, വി വെക്ടർ ഉണ്ട് അല്ലേ? അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആർ വെക്ടർ ക്രോസ് വി വെക്ടർ is equal to ഡിറ്റർമിനന്റ് ഐ ജെ കെ 3 -1 0. പിന്നെന്താ വി വെക്ടർ 0 3 -1. ഓക്കെ. എടാ ഇതിന്ന് ഐ ക്യാപ് ഇൻറ്റു 1 - 0 ഫസ്റ്റ് ടേം ആയി, മൈനസ് ജെ ക്യാപ് ഇൻറ്റു 9 - 0 രണ്ടാമത്തെ ടേം ആയി. ഓക്കെ, മൈനസ് ജെ ക്യാപ് ഇൻറ്റു 9 - 0 രണ്ടാമത്തെ ടേം ആയി, പ്ലസ് കെ ക്യാപ് ഇൻറ്റു അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തു. സോറി, ഇവിടെ തെറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. മൈനസ് ജെ ക്യാപ് ഇൻറ്റു -3 ആണ് വരിക അല്ല, -3 - 0 വരും, പ്ലസ് കെ ക്യാപ് ഇൻറ്റു 9 - 0 ഇങ്ങനെ വരും. അപ്പൊ ഇവിടുന്ന് ആർ ക്രോസ് വി ഈക്വൽ ടു, ലിസൺ, ആർ ക്രോസ് വി ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് 3 ജെ ക്യാപ് പ്ലസ് 9 കെ ക്യാപ്. ഇതാണ് ആർ ക്രോസ് വി. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ മൊമെന്റം is equal to മാസ് 1 ആണ്. അപ്പൊ നമുക്ക് ഐ ക്യാപ് പ്ലസ് 3 ജെ ക്യാപ് പ്ലസ് 9 കെ ക്യാപ് തന്നെ കിട്ടി. എടാ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എൽ is equal to root of 1 plus 9 plus 81. This is equal to root 91. ഇവർ പറയാണ് ആംഗുലാർ മൊമെന്റം എക്സ് ആണെന്ന് പറഞ്ഞു, റൂട്ട് എക്സ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ 91 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, 2022 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വേഗം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകാം. ഓക്കെ എടാ, നെക്സ്റ്റ് വൺ ലിസൺ, നോക്കേ. Assertion: escape velocity of a planet A and B are same, but A and B are unequal mass. Unequal mass ഉള്ള രണ്ട് പ്ലാനറ്റിന്റെ escape velocity സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് their mass and radius must be same. നോക്കേ, അൺഈക്വൽ മാസ് ഉള്ള രണ്ടാളുകളുടെ escape velocity സെയിം ആണെങ്കിൽ റൂട്ട് ഓഫ് 2g m1/r1 ഈക്വൽ ടു റൂട്ട് ഓഫ് 2g m2/r2. ഇപ്പോഴാണ് escape velocity സെയിം ആയത്. Which means m1/r1 equal to m2/r2. ഇതാണ് escape velocity സെയിം ആവാനുള്ള കണ്ടീഷൻ. m1/r1 is equal to m2/r2. പക്ഷെ അവർ പറയാണ് m1r1 is equal to m2r2. തെറ്റാണത്. അപ്പൊ നമുക്ക് പറയാം അസേർഷൻ ശരിയാണ്, റീസൺ തെറ്റാണ്. അങ്ങനെ വരുമ്പോൾ അസേർഷൻ ഈസ് കറക്റ്റ് ബട്ട് റീസൺ ഈസ് ഇൻകറക്റ്റ്, നോട്ട് കറക്റ്റ്. എ ഓപ്ഷൻ ആയിരിക്കും ആൻസർ. ഓക്കെടാ, സിമ്പിൾ. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ ലിസൺ. A body is moving in a low circular orbit around about a planet of mass m and radius r. The radius of the orbit can be taken to be r itself, ratio of the speed of the body in the orbit to the escape velocity of the planet. Simple. 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോ ഓഫ് ദി ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് എസ്കേപ്പ് വെലോസിറ്റി ആണ് ചോദിച്ചത്. നമുക്കറിയാലോ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് നമ്മൾ എഴുതുക, ഓർബിറ്റൽ വെലോസിറ്റി, escape velocity is equal to root 2 times of orbital velocity. ശരിയല്ലേ? അപ്പൊ നിങ്ങളടുത്ത് ചോദിക്കുക വെരി ക്ലോസ് ടു ദി എർത്ത് സർഫേസ്, അങ്ങനെ കൃത്യമായിട്ട് പറയേണ്ടത് ലോസ് ഓർബിറ്റ്, സർക്കുലർ ഓർബിറ്റ് അബൌട്ട് ദി പ്ലാനറ്റ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഓർബിറ്റൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ എസ്കേപ്പ് വെലോസിറ്റി is equal to 1/√2. ഇതായിരിക്കും ആൻസർ. സിമ്പിൾ. എർത്തിനോട് ഏറ്റവും അടുത്ത ഓർബിറ്റിലാണ് ഇത് റിവോൾവ് ചെയ്യുന്നത്, ആ സമയത്തെ കേസാണ് കേട്ടോ. ഡി ഓപ്ഷൻ. നെക്സ്റ്റ് വൺ. Temperature at which root mean square velocity of hydrogen molecule equal to their escape velocity from a earth is closed. Temperature at which RMS velocity is equal to escape velocity. അപ്പോ ഇവിടെ ചോദ്യം RMS velocity 11.2 km/s ആകുന്ന ടെമ്പറേച്ചർ. RMS velocity കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √3RT ഡിവൈഡ് ബൈ ml എടാ. 11.2 km/s 11.2 into 10⁻³ m/s കൊടുത്തു. ഞാൻ അതിനോട് സ്ക്വയർ ചെയ്തു. അപ്പൊ എനിക്ക് ഈ സൈഡിൽ 3RT/m എന്നും അപ്പുറത്തെ സൈഡിൽ ഇപ്പൊ 11 into 11 എന്ന് കൊടുക്കാം അല്ലെ, 121 അങ്ങനെ കൊടുത്താലോ, അല്ലെങ്കിൽ 11.2 അല്ല 121 ആയിക്കോട്ടെ, ഇൻറ്റു 10⁻⁶ എന്നും കിട്ടി. ടെമ്പറേച്ചർ ആണ് വേണ്ടത്. 3 into R പകരം 8.3 ഇൻറ്റു T കണ്ടുപിടിക്കണം. മാസ്, ഗ്യാസ് ഏതാ നോക്കുക, ഏതാ ഗ്യാസ്, ഹൈഡ്രജന്റെ മോളാർ മാസ് 2 എന്ന് എഴുതരുത്, 2 gram ആണ്,
2 into 10 raised to minus 3, which is equal to nearly 121 into 10 raised to 6. ഇങ്ങനെ വന്നു കഴിഞ്ഞു. ടെമ്പറേച്ചർ is equal to 121 into 2. 121 into 2 എന്ന് പറഞ്ഞാൽ ഏകദേശം 242 അല്ലെങ്കിൽ 250 ഒക്കെ ആയിക്കോട്ടെ. into 10 raised to 3 divided by 25. 8 into 8, 3 into 8.3 എന്ന് പറഞ്ഞാൽ 25. എടാ ഇപ്പം നമ്മളെ പണി കഴിഞ്ഞു. ഇതിനെ 24.2 എന്ന് എഴുതിയാൽ ഇവിടെ 10 raised to 4 വരും. ആ 24.2 ഈ 25 കൂടെ ക്യാൻസൽ ചെയ്താൽ ആൻസർ നിയർലി 10 raised to 4 meter per second. 10 raised to 4 meter per second. 6 sorry ടെമ്പറേച്ചർ ആണ് അല്ലേ, മീറ്റർ പെർ സെക്കൻഡ് അല്ല, 10 raised to 4 കെൽവിൻ. 10 raised to 4 കെൽവിൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, 10 raised to 4. 10 raised to 4. Therefore, the answer is B option ആയിരിക്കും ആൻസർ. ഓക്കെടാ, 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ബി ആണ് ആൻസർ. സിമ്പിൾ ആയിട്ട് ചെയ്തു കൊടുക്കാം, നമുക്ക് കുറച്ചൊരു മാത്തമാറ്റിക്കൽ സ്കിൽ ഉണ്ടായാൽ മതി കേട്ടോ. എടാ അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് വൺ. ലിസൺ. 2 stars of mass m and 2m are at a distance d. Rotate about their common center of mass in free space. Period of revolution is. എടാ 2 സ്റ്റാർ എമ്മും 2m അത് അതിന്റെ കോമൺ സെന്റർ ഓഫ് മാസിനെ റൊട്ടേറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പീരിയഡ് ഓഫ് റെവല്യൂഷൻ ആണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ലിസൺ, എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഇതൊരു സർക്കുലർ ഓർബിറ്റ്. ഇതിൽ ഇവിടെയാണ് എം ഉള്ളത്, ഇവിടെയാണ് 2m ഉള്ളത്. ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഡി ആണ്. എടാ ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഇവിടെയാണ് കിടക്കുന്നത് വിചാരിച്ചു. ഞാൻ ഈ പെട്ടെന്ന് പറഞ്ഞു പോകും. ഇവിടെയാണ് കിടക്കുന്നത്. ഈ ഫസ്റ്റ് പാർട്ടിക്കിളിൽ നിന്ന് സെന്റർ ഓഫ് മാസിലോട്ടുള്ള ഡിസ്റ്റൻസ് ഞാനൊരു 6 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ 6 കിട്ടല് വളരെ എളുപ്പമാണ്. ഫസ്റ്റ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് 2m ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് 3m ഇൻറ്റു അതിനിടയിലുള്ള ഡിസ്റ്റൻസ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. Therefore 2d by 3 ഡിസ്റ്റൻസിലാണ് സെന്റർ ഓഫ് മാസ് കിടക്കുന്നത്. ഓക്കെ, 2d by 3 ഡിസ്റ്റൻസിലാണ് സെന്റർ ഓഫ് മാസ് കിടക്കുന്നത്. നമുക്കിതിന്റെ ടൈം പീരീഡ് അല്ല വേണ്ടത്. നോക്കേ, ഞാൻ ഇയാളെ മാത്രം എടുത്തു. ഇയാളാണ് എടുത്തത് എം. സെൻട്രിപെറ്റൽ ഫോഴ്സ് എം ആർ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ഓക്കെ, ഇത് നമ്മളുടെ അട്രാക്റ്റീവ് ഫോഴ്സ് ജി എം ഇൻറ്റു 2m ഇൻറ്റു ഡി സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? സെന്റർ ഓഫ് മാസിനെയാണ് കറങ്ങുന്നത്. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്, ഇത് നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. കറങ്ങാൻ ആവശ്യമുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കറിയാം. ഓക്കെ, എടാ അതിൽ എം, ആ എം മാസുള്ള പാർട്ടിക്കിളിന് സെന്റർ ഓഫ് മാസിലുള്ള ഡിസ്റ്റൻസ് 2d by 3 ഇൻറ്റു ഒമേഗ സ്ക്വയർ is equal to gm 2m divided by d സ്ക്വയർ. ഇങ്ങനെ വന്നു. ലിസൺ, എടാ ഈ 2m ഇവിടെ കണ്ടല്ലോ, അതും ഇതും ക്യാൻസൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി LHS നമ്മളെ കയ്യിലുള്ള ആള് d ഒമേഗ സ്ക്വയർ ബൈ 3, ഇപ്പുറത്താണെങ്കിൽ gm ഡിവൈഡഡ് ബൈ d സ്ക്വയർ. ഇങ്ങനെ വന്നു. ഒമേഗ സ്ക്വയർ is equal to 3gm divided by d ക്യൂബ് ആയി. ശരിയല്ലേ? ഒമേഗ is equal to റൂട്ട് ഓഫ് 3gm divided by d ക്യൂബ്. ഇതാണ് ഒമേഗ, റൂട്ട് ഓഫ് 3gm by d ക്യൂബ്. എടാ ഞാൻ ഈ ഒമേഗനെ, നമുക്ക് വേണ്ടത് ടൈം പീരീഡ് ആണ്, ഒമേഗയ്ക്ക് പകരം 2π by t എന്ന് കൊടുത്തു, which is equal to root of 3gm divided by d ക്യൂബ്. ഇവിടുന്ന് t equal to 2π into d ക്യൂബ് ഡിവൈഡ് ബൈ 3gm. ഇതാണ് നമുക്ക് d കിട്ടിയത്. 2π into d ക്യൂബ് ഡിവൈഡ് ബൈ 3gm. നോക്കാം 2π into d ക്യൂബ് ഡിവൈഡ് ബൈ 3gm. 2π എന്നല്ലേ കിട്ടുക? 2π into d ക്യൂബ് ഡിവൈഡ് ബൈ 3gm. ഏത് ഓപ്ഷനാണ്? 2π into d ക്യൂബ് ഡിവൈഡ് ബൈ 3gm. സി ഓപ്ഷൻ, സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് വൺ, ഇത് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്യാൻ പറ്റണം, ഇത് കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. എടാ അടുത്ത ക്വസ്റ്റ്യൻ, സപ്പോസ് 2 planets സ്പെറിക്കൽ ഇൻ ഷേപ്പ്. സപ്പോസ് 2 planets, ഇതൊരു NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പണ്ട് ഒന്നിടത്തുനിന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ശ്രദ്ധിക്കാം. സപ്പോസ് 2 planets സ്പെറിക്കൽ ഇൻ ഷേപ്പ് ഓഫ് റേഡിയ r and 2r, ബട്ട് മാസ് m and 9m. നല്ലപോലെ ശ്രദ്ധിക്കണം. റെസ്പെക്റ്റീവ്ലി
have center of mass, have a center to separation 8r as shown in the figure. Figure ഇല്ല അല്ലേ? ഫിഗർ നമുക്ക് വരയ്ക്കാം. A satellite of mass m is projected from the surface of the planet of mass m directly towards the center of the second planet. Minimum speed v required for the satellite to reach the surface of the second planet is root of a by 7 into gm by r. The value of a is of a ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എടാ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് രണ്ട് പ്ലാനറ്റ് വരയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് പ്ലാനറ്റിന്റെ മാസ് എം ആണ്, അടുത്ത പ്ലാനറ്റിന്റെ മാസ് 9m ആണ്. ഓക്കെ, ഫസ്റ്റ് പ്ലാനറ്റിന്റെ റേഡിയസ് ആർ ആണ്, അടുത്ത പ്ലാനറ്റിന്റെ റേഡിയസ് 2r ആണ്. ക്ലിയർ അല്ലേ? പിന്നെ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് പ്ലാനറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് അത് 8r ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നിൽക്കുന്നത് ഈ ഫസ്റ്റ് പ്ലാനറ്റിലാണ്. ഇവിടെ നിങ്ങൾ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കല്ലെടുത്തെറിയണം. ആ കല്ല് സെക്കൻഡ് പ്ലാനറ്റ്, ഇതിനെ ഞാൻ എ എന്ന് വിളിച്ചു, ഇതിനെ ബി എന്ന് വിളിച്ചു. ബിയിലെത്തുന്ന മിനിമം സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. ബിയിലെത്തുന്ന മിനിമം സ്പീഡ് അതെങ്ങനെ കണ്ടുപിടിക്കുന്നുള്ള വലിയൊരു പ്രശ്നം. ബിയിലെത്തുമ്പോൾ മിനിമം സ്പീഡ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാ, ഞാൻ ഇവിടുന്ന് ശ്രദ്ധിക്കട്ടോ, ഇങ്ങോട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഞാൻ ആ വരച്ച വഴി കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗത്തൊക്കെ ഉള്ളത് ഈ എന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ നിങ്ങളൊരു കല്ല് ഇങ്ങോട്ട് എറിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തിരിച്ചിങ്ങോട്ട് തന്നെ വരും, എയിലോട്ട് തന്നെ വരും. അപ്പൊ അങ്ങനെ പോയി 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 ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് പ്രത്യേകത എന്റെ അട്രാക്റ്റീവ് ഫോഴ്സും ബിന്റെ അട്രാക്റ്റീവ് ഫോഴ്സും ക്യാൻസൽ ചെയ്ത് പോകും. അത് നമ്മൾ വിളിക്കുന്ന പേര് ന്യൂട്രൽ പോയിന്റ്, നൾ പോയിന്റ് ആണ് വിളിക്കാം. അപ്പൊ ഇവിടെ കല്ലെത്തിക്കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ്. ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ, പി എന്നുള്ള പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ. എടാ ഇവിടുന്ന് ഇങ്ങോട്ട് ലിസൺ, ഇവിടുന്ന് ഇങ്ങോട്ട് എല്ലാവരും ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങോട്ട് മുഴുവൻ കിടക്കുന്നത് ബിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്പൊ ശരിക്കും നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? ഈ കല്ലിനടുത്ത് ജസ്റ്റ് ഇവിടെ എത്തിച്ചാൽ മതി, ആ ന്യൂട്രൽ പോയിന്റിലാണ് എത്തിച്ചാൽ മതി. എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ബിന്റെ അട്രാക്ഷൻ കാരണം കല്ല് മെല്ലെ 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 ബിയിലോട്ട് വീഴും. ഓക്കെ, അപ്പൊ മിനിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ പോയിന്റിലോട്ട് അയക്കാൻ ആവശ്യമുള്ള സ്പീഡാണ് ചോദിച്ചത്. പിന്നെ ബിന്റെ അട്രാക്ഷൻ കാരണം അയാൾ പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാറിയോ? ന്യൂട്രൽ പോയിന്റിലോട്ട് അയക്കാൻ ആവശ്യമുള്ള സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്റെ സർഫസിലല്ലേ കല്ല് കിടക്കുന്നത്. അപ്പോ എന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് എന്റെ സർഫസിലെ കൈനറ്റിക് എനർജി ഈക്വൽ ടു ന്യൂട്രൽ പോയിന്റിൽ എത്തുമ്പോൾ പിയിലെത്തുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പിയിലെത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി. ഇങ്ങനെ എഴുതി. പക്ഷെ പ്രശ്നം പി എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. പി എവിടെയാണെന്ന് കണ്ടുപിടിക്കലും വളരെ ഈസിയാണ്. നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ അറിഞ്ഞാൽ മതി. എ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഗ്രാവിറ്റേഷണൽ ഫീൽഡും ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡും ക്യാൻസൽ ചെയ്യുന്ന പോയിന്റ് ആണ് ഈ പി. ഞാനൊരു കാര്യം ചെയ്തോടാ, എല്ലാവരും ശ്രദ്ധിക്ക്. ഈ ഡിസ്റ്റൻസ് ഇതിന്റെ സെന്ററിന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലിസൺ, ഇതിന്റെ സെന്ററിന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ് ആണെങ്കിൽ ടോട്ടൽ 8r അല്ലേ വരിക? 8r മൈനസ് എക്സ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അവിടുത്തെ ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് 0 ആണെന്ന് പറഞ്ഞാൽ അതെന്ന് മനസ്സിലാക്കേണ്ടത് gm by x സ്ക്വയർ. ഇതാണ് എം മാസുള്ള എ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് g9m ഡിവൈഡ് ബൈ 8r മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ gm ക്യാൻസൽ. അപ്പൊ 8r മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9x സ്ക്വയർ കിട്ടി. എടാ 8r മൈനസ് എക്സ് ഈക്വൽ ടു 3x വന്നു. 4x ഈക്വൽ ടു 8r, x ഈക്വൽ ടു 2r. ഇങ്ങനെയാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ആ ന്യൂട്രൽ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് 2r ഡിസ്റ്റൻസിലും ബിന്ന് 6r ഡിസ്റ്റൻസിലുമാണ് അയാൾ കിടക്കുന്നത്. ബിന്ന് 6r. ശരിയല്ലോ? ഇനി ഞാൻ പറയുന്നത് ശരിക്കും കേട്ടോ. യു ഐ, ഇപ്പൊ നമ്മളെ പോയിന്റ് ഇതാണ്, NCERT ടെക്സ്റ്റിലുള്ളതാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. യു ഐ പ്ലസ് കെ ഐ ഇസ് ഈക്വൽ ടു യു എഫ് പ്ലസ് കെ എഫ്, അല്ലെങ്കിൽ യു പി പ്ലസ് കെ പി. ഇങ്ങനെ എഴുതാലോ. യു ഐ എന്ന് പറഞ്ഞാൽ എന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ. എടാ എന്റെ സർഫസിൽ രണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട്. ഒന്ന് എ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മറ്റൊന്ന് ബിന്റെ പൊട്ടൻഷ്യലും ഉണ്ട്. എ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് ജി എം, നമ്മൾ എറിയുന്ന ബോഡീന്റെ മാസ് സ്മോൾ എം ആയിട്ട് എടുത്തോ, മൈനസ് GM ഡിവൈഡ് ബൈ ആർ ആണ്.
ഇനി ബി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ, ബിന്റെ സെന്ററിന് അതിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 7r ആണ്. ഇയാളുടെ റേഡിയസ് r അല്ലേ, അപ്പൊ ഇതിന്റെ സെന്ററിന് ഇതിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 7r ആണ്. ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ മൈനസ് ജി, ബിന്റെ മാസ് എം അല്ല, ബിന്റെ മാസ് 9m ആണ്, ഇൻറ്റു എം ഡിവൈഡഡ് ബൈ 7r. ഇനിയടാ അവിടുന്ന് നിങ്ങൾ പ്രൊജക്ട് ചെയ്ത കൈനറ്റിക് എനർജി, ഇയാൾ എത്തുന്നത് ആ ന്യൂട്രൽ പോയിന്റിലാണ്. ന്യൂട്രൽ പോയിന്റ് കിടക്കുന്നത് ഏന്ന് 2r ഡിസ്റ്റൻസിലാണ് അല്ലെ, 2r ഡിസ്റ്റൻസിലാണ്. അപ്പൊ ന്യൂട്രൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മൈനസ് ജി എം എം ഡിവൈഡ് ബൈ 2r. തീർന്നിട്ടില്ല. ബിന്ന് കിടക്കുന്നത് 6r ഡിസ്റ്റൻസിലാണ്, മൈനസ് ജി എം എം ഡിവൈഡ് ബൈ 6r. ഓക്കെ, മൈനസ് ജി എം എം ഡിവൈഡ് ബൈ 6r. മിനിമം വെലോസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പിയിലെത്തുമ്പോൾ അയാളുടെ കൈനറ്റിക് എനർജി 0, പിന്നെ ബിന്റെ അട്രാക്ഷൻ കാരണം അയാൾ പോയിട്ടുണ്ടാകും. ഇതാണ് സംഭവം. നിങ്ങൾ നോക്ക്, ഏത് പ്രൊജക്ട് ചെയ്ത കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ ലിസൺ, ജി എം എം ഡിവൈഡ് ബൈ ആർ ഇതിനൊക്കെ അപ്പുറത്ത് കൊണ്ടുപോവാണ്, പ്ലസ് 9gmm ഡിവൈഡഡ് ബൈ 7r മൈനസ് ജി എം എം ഡിവൈഡഡ് ബൈ 2r മൈനസ് ജി എം എം ഡിവൈഡഡ് ബൈ 6r. ഇതാണ് സംഭവം. എടാ ഇതിന്ന് ഞാൻ ജി എം 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 ബൈ ആർ പുറത്തെടുത്തു. അങ്ങനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് 9/7 മൈനസ് 1/2 മൈനസ് സോറി ഇവിടെ ഒരു 9m ഉണ്ടാവും അല്ലേ, എവിടെയൊക്കെ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാടാ. ബിൻ്റെത് 9m ഇൻറ്റു എം, അപ്പൊ ഇവിടെ ആരാ ഉണ്ടാവുക, 9m ഇൻറ്റു എം ഇങ്ങനെ വന്നു, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 9/6. ഓക്കെ, അപ്പൊ പണി കഴിഞ്ഞു. ജി എം എം ഡിവൈഡ് ബൈ ആർ. ഓക്കെടാ, ലിസൺ, 1 പ്ലസ് 9/7 അതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. 1 പ്ലസ് 9/7 എന്ന് പറഞ്ഞാൽ 16/7. ഇനി ഇതെന്താ കിട്ടടാ, ഇതും ഇതും കൂടെ പോയാൽ ഇവിടെ 3 കിട്ടൂലേ, മൈനസ് ഹാഫ് മൈനസ് 3 എന്താ കിട്ടുക, ഓക്കെ, മൈനസ് ഹാഫ് മൈനസ് 3 അല്ലേ. അപ്പൊ നമുക്കത് ശരിക്ക് മനസ്സിലാക്കണം. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ചെയ്താൽ ആ കിട്ടുന്നതായിരിക്കും. ഇതിന് പകരം നമുക്ക് ഹാഫ് എം വി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ എമ്മും ഈ എമ്മും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഈ കിട്ടുന്നതായിരിക്കും അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെടാ, ഇത് 3/2 അല്ലെ. 3/2 എന്ന് പറഞ്ഞാൽ ഈ സാധനം 2 വരും. അപ്പൊ നമുക്ക് ഒരു സൈഡിൽ വി സ്ക്വയർ ബൈ 2 ഉണ്ടാകും, അപ്പുറത്തെ സൈഡിൽ ദിസ് ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ ഇൻറ്റു 2/7 വരും. 2/7. അപ്പൊ ശരിക്കും ആൻസർ ആയി വി സ്ക്വയർ ഈക്വൽ ടു 4/7 ഇൻറ്റു ജി എം ബൈ ആർ. വി ഈക്വൽ ടു റൂട്ട് ഓഫ് 4/7 ഇൻറ്റു ജി എം ബൈ ആർ. ഇത് NCERT ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തിരിഞ്ഞാൽ ആൻസർ വേഗം കിട്ടും. എക്ക് പകരം 4. എക്ക് പകരം നമുക്ക് 4. ഇതായിരിക്കും ആൻസർ കേട്ടോ. നിങ്ങളത് ഞങ്ങൾ തന്ന് പണ്ട് പറഞ്ഞിരുന്നു, ആ ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. എടാ ഇനി അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ ലിസൺ 2019 ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. എ സാറ്റലൈറ്റ് ഈസ് റിവോൾവിംഗ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഓഫ് ഹൈറ്റ് h from Earth's surface of radius r, h very less compared to r. Minimum increase in orbital velocity required so that satellite could escape from the Earth's gravitational field. സാറ്റലൈറ്റ് ആൾറെഡി സാറ്റലൈറ്റ് കറങ്ങുന്നത് ഒരു ഓർബിറ്റിലാണ്. ഓക്കെ, ആ ഓർബിറ്റിൽ നിന്ന് അതിനെ എസ്കേപ്പ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട മിനിമം വെലോസിറ്റിയാണ് ചോദ്യം. ഓക്കെ, ഇതൊക്കെ ശരിക്കും ഓർത്തു വെക്കാവുന്നതേ ഉള്ളൂ. നോക്ക്, ഇപ്പൊ ഓർബിറ്റിൽ കറങ്ങുമ്പോഴുള്ള വെലോസിറ്റി √gr ആണ്. എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി √2gr ആണ്. അപ്പൊ ഓർബിറ്റൽ വെലോസിറ്റിന്ന് എസ്കേപ്പ് വെലോസിറ്റിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് √2 - 1 ഇൻറ്റു √gr ആയിരിക്കും. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ മതി. √2 - 1 ഇൻറ്റു √gr. Therefore the answer is D ഓപ്ഷൻ ആയിരിക്കും ആൻസർ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കേടാ, നെക്സ്റ്റ് വൺ ലിസൺ. A geostationary satellite is orbiting around an arbitrary planet P
at a height 11r from the surface of P. At a height 11r from the surface of P. R being radius of P. Time period of another satellite in hours at a height 2r from the surface of P is dash P. Has the time period 24 hours. അപ്പോൾ രണ്ടാമത്തെ സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് 24 hour ആണ്. നിങ്ങളത് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? എ ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് അറൌണ്ട് ആൻ ആർബിട്രറി പ്ലാനറ്റ് പി അറ്റ് എ ഹൈറ്റ് 11r എബോവ് ദി സർഫസ് പി എന്ന് പറഞ്ഞാൽ ആ സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ റേഡിയസ് എന്ന് പറയുന്നത് 12r ആണ്. ആർ ബീങ് റേഡിയസ്. Time period of another satellite in hours at a height 2r from the surface of P is dash P as the time period 24 hour. അപ്പോൾ ആദ്യത്തെ സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് 24 hour ആണെങ്കിൽ രണ്ടാമത്തെ സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് ആ ചോദിച്ചത്. സിമ്പിൾ. നമുക്കറിയാം T പ്രൊപ്പോർഷണൽ ടു R റൈസ് ടു 3/2 ആണെന്ന് അറിയാം. എടാ ഇവിടുന്ന് T2 ഡിവൈഡ് ബൈ T1 is equal to R2 ഡിവൈഡ് ബൈ R1 all റൈസ് ടു 3/2 ഇങ്ങനെ നമുക്ക് കൊടുക്കാം. T2 ഡിവൈഡ് ബൈ T1 24 ആണ്. R2 രണ്ടാമത്തെ കേസിൽ ഓർബിറ്റൽ റേഡിയസ് 3r. ആദ്യത്തെ കേസിൽ ഓർബിറ്റൽ റേഡിയസ് എന്ന് പറയുന്നത് 12r. ഓൾ റേസ് ടു 3/2 വന്നു. ഇങ്ങനെ വന്നു. ഇതൊന്ന് T2 ഡിവൈഡഡ് ബൈ 24 is equal to 1/4 റേസ് ടു 3/2. എടാ 1/4 റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ 8 ആണ്. കഴിഞ്ഞു. T2 ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ 3. ഇതായിരിക്കും ആൻസർ 3. നെക്സ്റ്റ് വൺ. ഓക്കെ. എടാ ഇനി ഈ ഗ്രാവിറ്റേഷനിലുള്ള 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു നോക്കട്ടോ. ഓക്കെ. ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ ഗ്രാവിറ്റേഷനിലുണ്ട്, അത് നിങ്ങൾ ചെയ്തു നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻക്ക് നമുക്ക് കിടക്കാം. സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് കിടക്കാം. 100 meter long wire having cross sectional area 6.25 into 10⁻⁻⁴ meter square. ഏരിയ തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് 10⁻10 തന്നിട്ടുണ്ട്. സബ്ജക്റ്റഡ് ടു ലോഡ്, അവിടുത്തെ ലോഡ് 250 ന്യൂട്ടൺ ആണ്. ദെൻ ഇലോങ്ങേഷൻ ഇൻ ദി വയർ ഈസ് 2023 ക്വസ്റ്റ്യൻ ആണ് ഇലോങ്ങേഷൻ. സിമ്പിൾ. സ്ട്രെസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ, അതായത് ഡെൽറ്റ L/L. ഈ സ്ട്രെസ്സിന് പകരം നമുക്ക് F/A എന്ന് കൊടുക്കാം. ലോഡ് ഡിവൈഡ് ബൈ ഏരിയ എന്ന് കൊടുക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു Y ഇൻറ്റു ഡെൽറ്റ L/L. ഇങ്ങനെ എഴുതാം. എടാ ഇവിടെ ലോഡ് എത്രയാന്നുള്ളത് കൃത്യമായി ഡെൽറ്റ L ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഡെൽറ്റ L ഇസ് ഈക്വൽ ടു വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. FL ഡിവൈഡഡ് ബൈ AY. ഇങ്ങനെ കൊടുത്തു. ഇവിടുത്തെ ലോഡ് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാടാ? 250 ന്യൂട്ടൺ. 250 ഇൻറ്റു ലെങ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ 100 മീറ്റർ. ഓക്കെ. ഡിവൈഡഡ് ബൈ ഏരിയ 6.25 ഇൻറ്റു 10⁻⁴. 6.25 ഇൻറ്റു 10⁻⁴. യങ്സ് മോഡുലസ് 10⁻10. ഈ വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എല്ലാ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഡെൽറ്റ L ഇസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ 25 ഇൻറ്റു 10⁻3 കിട്ടി. ഡിനോമിനേറ്ററിൽ 6.25 ഇൻറ്റു 10⁻6 തോന്നി. ഓക്കെ. 25 ഡിവൈഡ് ബൈ 6.25 എന്ന് പറഞ്ഞാൽ നിയർലി 4 ആയിരിക്കും. 4 ഇൻറ്റു 10⁻³ മീറ്റർ. ഡി ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഡി. ഓക്കെ, വെരി ഗുഡ്. ഡി. എടാ നെക്സ്റ്റ് വൺ. യങ്സ് മോഡുലസ് ഓഫ് മെറ്റീരിയൽ ഓഫ് വയർ എ ആൻഡ് ബി ആർ ഇൻ ദി റേഷ്യോ 1:4. അപ്പൊ യങ്സ് മോഡുലസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 1:4 ആണ്. While its area of cross section are in the ratio 1:3, area in the ratio. Same amount of load is applied on both the wires. The amount of elongation produced in the wire A and B will be in the ratio. Assume length of wire A and B are same. Simple. F/A ഇതാണ് സ്ട്രെസ് is equal to Y into delta L/L. ഈ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായത് ലോഡ് സെയിം ആണ്, ഇനീഷ്യൽ ലെങ്ത് സെയിം ആണ്. അപ്പൊ ഇവിടുന്ന് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ L പ്രൊപ്പോർഷണൽ ടു 1/AY എന്ന് കിട്ടും. ഇലോങ്ങേഷന്റെ റേഷ്യോ ഡെൽറ്റ L1 ഡിവൈഡ് ബൈ ഡെൽറ്റ L2 is equal to A2/A1 ഇൻവേഴ്സ് റിലേഷൻ ആണ് ഇൻറ്റു L2 ഡിവൈഡ് ബൈ L1. എടാ A2/A1 എന്ന് പറഞ്ഞാൽ 3/1, L2 ഡിവൈഡ് ബൈ L1 എന്ന് പറഞ്ഞാൽ 4/1 ആണ്. Therefore the answer is
12:1. 12:1. B option ആയിരിക്കും ആൻസർ 12:1. Okay. Next question. A metal block of mass M is suspended from a rigid support through a metal wire of diameter 14 millimeter. Diameter ഉണ്ട്, mass M ആണ്. Tensile stress developed in the wire under equilibrium is 7 into 10 raised to 5 Newton per meter square. Value of M is. Okay. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് സിഗ്മ is equal to നമുക്ക് എങ്ങനെ എഴുതണം? F by A എന്ന് കൊടുക്കാം. ഓക്കെ, which is equal to Fന് പകരം mg divided by pi. ഡയമീറ്റർ ആണ്, d/2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ d² by 4. ഇങ്ങനെ എഴുതാം അല്ലേ? എടാ ഇതിന്ന് 4mg divided by pi d². ഇതാണ് സിഗ്മ. ക്ലിയർ അല്ലേ? ഇനി കഴിഞ്ഞു. ഇതിന്ന് m is equal to സിഗ്മ pi d² divided by 4g. ഇങ്ങനെ കിട്ടും. സിഗ്മ എത്രയാണെന്നുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 7 into 10 raised to 5 ഇത് പറഞ്ഞിട്ടുണ്ട്. പൈ d 14 millimeter ആണ് അല്ലെ? അതിന്റെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് 196 into 10 raised to minus 6 196 into 10 raised to minus 6 divided by 4 into 10. ഇത് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആൻസർ. നിങ്ങൾ ചെയ്തു നോക്കുക. നിയർലി ഇതിന് വേണമെങ്കിൽ നമുക്ക് 2 എന്നൊക്കെ എഴുതാം. ഒരു സ്റ്റെപ്പും കൂടെ വേണമെങ്കിൽ ഞാൻ കാണിക്കാം. 7 into 3.14 into 1.96നെ 2 into 10 square into 10 raised to minus 1 divided by 4 into 10. ഇത് ചെയ്തു നോക്കാം. അതായിരിക്കും ആൻസർ കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, പിന്നെ നമുക്ക് വേഗം എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് ചെക്ക് ചെയ്ത് ഇങ്ങനെ പോകണം. ഹൈഡ്രോളിക് ഓട്ടോമൊബൈൽ ലിഫ്റ്റ് ഈസ് ഡിസൈൻഡ് ടു ലിഫ്റ്റ് എ വെഹിക്കിൾ ഓഫ് മാസ് 5000 കിലോഗ്രാം. അപ്പൊ നമ്മൾ എയിം 5000 കിലോഗ്രാം മാസ് ഉള്ള 5000 കിലോഗ്രാം മാസ് ഉള്ള ഒരാളെ ലിഫ്റ്റ് ചെയ്യണം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തൊട്ട് മുമ്പത്തെ ആൻസർ 11 എന്ന് പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, 11 തന്നെയായിരിക്കും ആൻസർ കേട്ടോ. ഓക്കെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി സിലിണ്ടർ ക്യാരിങ് ദി ലോഡ് ഈസ് 250 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ തന്നിട്ടുണ്ട്. മാക്സിമം പ്രഷർ ദി സ്മോളർ പിസ്റ്റൺ വുഡ് ഹാവ് ബിയർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. എടാ അവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് P1 ഈക്വൽ ടു P2. P2 ആണ് സ്മോളർ പിസ്റ്റണിലെ പ്രഷർ എന്ന് വിചാരിക്കുക. P1നെ ഞാൻ F1 by A1 എന്ന് കൊടുത്തു, which is equal to P2. ഇങ്ങനെ എഴുതാം. അപ്പൊ P2 is equal to F1 എന്ന് പറയുന്നത് 5000, അതായത് 5 into 10 raised to 3 into G എന്ന് പറഞ്ഞാൽ 10 divided by A1. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 250 into 10 raised to minus 4. അപ്പൊ 2.5 into 10 raised to minus 2 ഇങ്ങനെ എഴുതാം നമുക്ക്. ശരിയല്ലേ? This is equal to 2 into 10 raised to 6. കഴിഞ്ഞു. 2 into 10 raised to 6. ഏത് ഓപ്ഷൻ ആണോ? സി ഓപ്ഷൻ, 2 into 10 raised to 6. സിമ്പിൾ ആയിട്ട് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് വൺ കേട്ടോ. 2023 ചോദിച്ച ക്വസ്റ്റ്യൻ. An air bubble volume 1 centimeter cube rises from the bottom of like 40 meter deep to the surface at a temperature 12 degrees Celsius. Atmospheric pressure is 1 into 10 raised to 5 pascal എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്ക് അറിയുന്നതാണ്, ജിന്റെ വാല്യൂ അറിയുന്നതാണ്. There is no difference in temperature of water at depth 40 meter and the surface. ഈ സെന്റൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് എയർ ബബിൾ when it reaches the surface will be. ഒരു കാര്യം ചെയ്യാം, 40 മീറ്റർ ഡെപ്തിലെ പ്രഷർ P2 ആണ്, അവിടുത്തെ വോളിയം V2 ആണ്. സർഫസിലെ പ്രഷർ P1 ആണ്, അവിടുത്തെ വോളിയം V1 ആണ്. ടെമ്പറേച്ചർ സെയിം ആയതുകൊണ്ട് ആ ടേമിന്റെ ആവശ്യം നമുക്കില്ല. എടാ 40 മീറ്റർ ഡെപ്തിലുള്ള പ്രഷറിനെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് HρG എന്ന് എഴുതാം. അവിടുത്തെ വോളിയം ആൻസർ സെന്റിമീറ്റർ ക്യൂബിലാണ് വേണ്ടത്. അപ്പൊ അവിടുത്തെ വോളിയം 1 അങ്ങനെ എഴുതിയാൽ മതി. ഇനി P1 എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻറ്റു V1. ആ V1 ആണ് കണ്ടുപിടിക്കേണ്ടത് സർഫസിലെ വോളിയം. നിങ്ങൾ ആലോചിക്കുക, അറ്റ്മോസ്ഫിയറിക് പ്രഷർ 10 raised to 5, H40, ഡെൻസിറ്റി 10 raised to 3 ഇൻറ്റു 10, വോളിയം 1. അത് എഴുതേണ്ട ആവശ്യമില്ല. അറ്റ്മോസ്ഫിയറിക് പ്രഷർ 10 raised to 5 ഇൻറ്റു V1 ഇങ്ങനെ വരും. 10 raised to 5, ലിസൺ, ഈ കാണുന്നത് 10 raised to 5, ഈ കാണുന്നത് 4 into 10 raised to 5. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കിട്ടുന്നത് 5 into 10 raised to 5, ഇപ്പുറത്താണെങ്കിൽ 10 raised to 5 into V1.
ഇത് ക്യാൻസൽ ചെയ്തു. V1 ഈക്വൽ ടു 5 സെന്റിമീറ്റർ ക്യൂബ്. 5 സെന്റിമീറ്റർ ക്യൂബ്. പി വി കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ സെയിം ആയതുകൊണ്ട് പി വി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ P1 V1 is equal to P2 V2 ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. A fluid flowing 2020 ക്വസ്റ്റ്യൻ കേട്ടോ. Fluid flowing through a horizontal pipe with varying cross section with a speed V meter per second. അപ്പോൾ horizontal pipe ആണ് with a speed V meter per second. At a point where the pressure P Pascal, at another point where pressure P/2 Pascal, speed capital V meter per second. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് V1 ഉം ഇത് V2 ആയിക്കോട്ടെ. If the density of fluid is rho kilogram per meter cube and flow streamline, then V equal to രണ്ടാമത്തെ എൻഡിലെ വെലോസിറ്റി V2 ആണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് ബെർണോളിസ് തിയറം അറിയാം. എടാ ബെർണോളിസ് തിയറം പറയുന്നത് P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1. പക്ഷെ ഹൊറിസോണ്ടൽ പൈപ്പ് ആയതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ GH2 വരും. H1 is equal to H2 ആയതുകൊണ്ട് ആ ടേം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. P1 പകരം ഞാൻ P എന്ന് കൊടുത്തു. എടാ പ്ലസ് റോ V1 സ്ക്വയർ ബൈ 2. P2 പകരം P/2. സോറി P/2. ഓക്കെ, ബൈ 2 പ്ലസ് റോ V2 സ്ക്വയർ ബൈ 2 ഇങ്ങനെ എഴുതാം. കഴിഞ്ഞു. ഈ P/2 ഇപ്പുറത്തോട്ട് മാറ്റിയാൽ P മൈനസ് P/2 അതായത് P/2 പ്ലസ് റോ V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2 which is equal to റോ V2 സ്ക്വയർ ബൈ 2 ഇങ്ങനെ വന്നു. എടാ ഇതിൽ 2ന്റെ ടേമുകളൊക്കെ ക്യാൻസൽ ചെയ്തു. കഴിഞ്ഞു. P പ്ലസ് റോ V1 സ്ക്വയർ is equal to റോ V2 സ്ക്വയർ. P പ്ലസ് റോ V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ റോ ഈക്വൽ ടു V2 സ്ക്വയർ. സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ P ബൈ റോ പ്ലസ് റോ V1 സ്ക്വയർ ബൈ റോ V1 സ്ക്വയർ ഈക്വൽ ടു V2 സ്ക്വയർ. V2 കിട്ടണമെങ്കിൽ ഇതിന്റെ റൂട്ട് എടുക്കണം. P ബൈ റോ പ്ലസ് V1 സ്ക്വയർ. P ബൈ റോ പ്ലസ് V1 സ്ക്വയർ. V1 സ്ക്വയർ ഉണ്ടാവില്ലടാ. P ബൈ റോ പ്ലസ് V സ്ക്വയർ. ഇതായിരിക്കും ആൻസർ. ഡി ഓപ്ഷൻ. ഓക്കെ. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ. ലിസൺ. A hole is drilled in a metal sheet. At 27 degrees Celsius, diameter of hole is 5 cm. But diameter and initial diameter 5 cm. When the sheet is heated to 177 degrees Celsius, change in the diameter of hole is D into 10 raised to minus 3 cm. Value of D will be. Coefficient of linear expansion നമുക്ക് തന്നിട്ടുണ്ട് 1.6 into 10 raised to minus 5. എടാ ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം L ആൽഫ ഡെൽറ്റ ടി ആണ്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഡയമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ഡി ആൽഫ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഇനീഷ്യൽ ഡയമീറ്റർ 5 ആണ്. ആൽഫയുടെ വാല്യൂ 1.6 into 10 raised to minus 5 ആണ്. ഓക്കെ. ഡെൽറ്റ ടി എന്ന് പറയുന്നത് 27 177 ആയി എന്ന് പറഞ്ഞാൽ 150 ആണ് ഡെൽറ്റ ടി. ഓക്കെടാ, ഡെൽറ്റ ടി 150 ആണ്. ഓക്കെ, ഇത് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. 5 into 1.6 എന്ന് പറഞ്ഞാൽ 8 into 1.5 10 raised to minus 3 ഇങ്ങനെ എഴുതാം. 150 1.5 into 10 raised to minus 3 എന്ന് കൊടുത്തു. This is equal to 12 into 10 raised to minus 3. ഇതാണ് ഡെൽറ്റ ടി. നിങ്ങളടുത്ത് പറയാണ് D into 10 raised to minus 3 എന്ന് പറഞ്ഞു. അപ്പൊ ഡിന്റെ വാല്യൂ കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും 12. ഇതായിരിക്കും ഡിന്റെ വാല്യൂ. 12 ആണ് ഡിന്റെ വാല്യൂ കേട്ടോ. എടാ അടുത്ത ക്വസ്റ്റ്യൻ. ലിസൺ. When temperature of metal wire increases from 0 to 10 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 10 ആണ്. Its length increases by 0.02%. Percentage of change in mass density will be. എടാ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഡെൽറ്റ റോ ബൈ റോ ഈക്വൽ ടു ഗാമ ഡെൽറ്റ ടി ആണ്. പെർസെൻറ്റേജ് കിട്ടണമെങ്കിൽ ഇൻറ്റു 100 ചെയ്യണം. ഡെൽറ്റ ടി നമുക്ക് കൃത്യമായിട്ട് അറിയാം 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗാമ തന്നിട്ടില്ല. പക്ഷെ പ്രശ്നം പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ട്. ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറയുന്നത് നമുക്കറിയണം ആൽഫ ഡെൽറ്റ ടി ആണ്. ഈ ഡെൽറ്റ എൽ ബൈ എല്ലിനെ നോക്കിക്കോ. ഡെൽറ്റ എൽ ബൈ എൽ 0.02% ആണ് എന്ന് പറഞ്ഞാൽ 0.02 ഡിവൈഡ് ബൈ 100. അതിന് ഞാൻ 2 into 10 raised to minus 4 എന്ന് കൊടുത്തു. കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം.
ആൽഫ ഇൻറ്റു 10. അപ്പൊ ഇവിടുന്ന് ആൽഫ ഈക്വൽ ടു 2 ഇൻറ്റു 10⁻⁻5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഗാമ ഈക്വൽ ടു 3 ആൽഫ ആണല്ലോ. 6 ഇൻറ്റു 10⁻⁻5 ആണ് ഗാമ. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 6 ഇൻറ്റു 10⁻⁻5 ഗാമ. ഡെൽറ്റ ടിന്റെ വാല്യൂ 0 എന്ന് 10 എന്ന് പറഞ്ഞാൽ 10. പെർസെൻറ്റേജ് കിട്ടണമെങ്കിൽ ഇവിടെ 100 കൂടെ വേണം. അപ്പൊ നമ്മൾ ആൻസർ 6 ഇൻറ്റു 10⁻2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 0.06. സി ഓപ്ഷൻ 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് സി ഓപ്ഷൻ. ഓക്കെ, വളരെ കൃത്യമായിട്ട് നമുക്ക് അതിൽ ആൻസറിൽ എത്താൻ പറ്റും കേട്ടോ. എടാ അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂ ടു കോൾഡ് വെതർ 1 meter water pipe cross sectional area 1 centimeter square is filled with ice at -10 degrees Celsius. Resistive heating is used to melt the ice. അത് നിങ്ങൾ മെൽറ്റ് ചെയ്യാണ് റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട്. Current 0.5 ampere is passed through 4 kilo ohm resistance. Assuming that all heat produced is used for melting, what is the minimum time required for the melting process is? എടാ അവിടെയുള്ള ഐസിന്റെ മാസ് നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? ഓക്കെ, ഡെൻസിറ്റി ഓഫ് ഐസ് 10⁻³ തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ മാസ് കിട്ടണമെങ്കിൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇങ്ങനെ കൊടുക്കാം. ലെങ്ത് 1 മീറ്ററും ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ വോളിയം ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് 1 മീറ്ററും ഏരിയ 10⁻⁻4ഉം. അപ്പൊ വോളിയം 10⁻⁻4 മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ഡെൻസിറ്റി 10⁻³ ആണ്. എന്ന് പറഞ്ഞാൽ മാസ് 0.1 കിലോഗ്രാം ആണ്. ഇത് നമുക്ക് കിട്ടി. ഇനി നമുക്കറിയാം ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത്, ആദ്യം ഐസ് അതിന്റെ ടെമ്പറേച്ചർ -10 നിന്ന് 0 വരെ കൂട്ടും. അതിനാവശ്യമായിട്ടുള്ള ഹീറ്റ് MC ഡെൽറ്റ ടി. അത് കഴിഞ്ഞാൽ ഐസ് മെൽറ്റ് ചെയ്യും, LFM. എടാ ഈ ഹീറ്റ് കൊടുക്കുന്നത് ഒരു റെസിസ്റ്ററിലൂടെ കറന്റ് പാസ് ചെയ്യിച്ചിട്ടാണ്. I² RT is equal to MC ഡെൽറ്റ ടി പ്ലസ് LFM ഇങ്ങനെ എഴുതി. അതിന്റെ വാല്യൂ 0.5 ആണ് അല്ലെ. അപ്പൊ I² എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്വയർ 1/4. എടാ റെസിസ്റ്റൻസ് 4 ആണ്. 4 ഇൻറ്റു 10⁻³ ഇൻറ്റു ടി ഇങ്ങനെ വന്നു. മാസ് നമുക്കറിയാം 0.1 കിലോഗ്രാം, അതായത് 10⁻⁻1. ഐസിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 2 ഇൻറ്റു 10⁻³. അല്ലെങ്കിൽ നമുക്ക് അറിയുന്നതാണ് 2 ഇൻറ്റു 10⁻³. ഐസിന്റെ റൈസിംഗ് ടെമ്പറേച്ചർ 10. LFന്റെ വാല്യൂ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസും ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 3.3 ഇൻറ്റു 10⁻5. അത് ഞാൻ കൊടുത്തു. 3.3 ഇൻറ്റു 10⁻5. അവിടുത്തെ മാസ് 10⁻⁻1. ഇത് നമുക്ക് കിട്ടി. എടാ ഈ 4ഉം പോയാൽ LHS ഉണ്ടാകുന്നത് ലിസൺ 10⁻³ ആണ് LHS ഉണ്ടാവുക. RHS ലിസൺ ഈ 10⁻⁻1ഉം ഈ 10ഉം പോയാൽ RHS ഉണ്ടാകുന്ന ആള് 2 ഇൻറ്റു 10⁻³. 2 ഇൻറ്റു 10⁻³. ഇനി അപ്പുറത്ത് ആരാ ഉണ്ടാവുക നോക്കാം. നോക്ക്, 3.3നെ 33 എന്ന് കൊടുത്തു. 10⁻5ഉം 10⁻⁻1ഉം 10⁻4, പിന്നെ 33 ആക്കാനും വേണ്ടി ഒരു 10ഉം കൂടെ എടുത്തു. അപ്പൊ നമുക്ക് 33 ഇൻറ്റു 10⁻³ എന്നും കിട്ടി. ഈ 10⁻3യും ഈ 10⁻3യും ഈ 10⁻3യും ക്യാൻസൽ ചെയ്തു. അപ്പൊ T ഈക്വൽ ടു 2 പ്ലസ് 33 വിച്ച് ഇസ് ഈക്വൽ ടു 35 സെക്കൻഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം കേട്ടോ. 35 സെക്കൻഡ് ആണ് ആൻസർ വരിക. അങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും 35.3. ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായാൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് 35.3. നെക്സ്റ്റ് വൺ M1 gram ice at -10 degrees Celsius, specific heat 0.5, is added to M2 gram water at 15 degrees Celsius. Finally, no ice is left. മുഴുവൻ മെൽറ്റ് ചെയ്തു. And the water is at 0 degrees Celsius, which means ഒഴിച്ചു കൊടുത്ത വാട്ടർ 50 വരെ 0 ആകുന്നവരെ ഹീറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. The value of latent heat of ice is simple. എടാ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ വാട്ടറിന് നഷ്ടപ്പെടുന്ന ഹീറ്റ് അതിന്റെ മാസ് M2 ആണ്. ഓക്കേടാ, അയാളുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 1 ആണ്. 50ന്ന് ടെമ്പറേച്ചർ 0 ആയിട്ട് മാറുന്നവരെ ഹീറ്റ് നഷ്ടപ്പെടും. ആ ഹീറ്റ് ഉപയോഗിച്ച് ആദ്യം ഐസ് അതിന്റെ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് കൂട്ടും. മാസ് M1 ആണ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 0.5 ആണ്, ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് കൂട്ടി. അത് കഴിഞ്ഞാൽ ആ M ഗ്രാം ഐസ് മെൽറ്റ് ചെയ്യും, വിച്ച് ഇസ് ഈക്വൽ ടു LFM. ഇങ്ങനെ നമ്മൾ കൊടുത്തു. എടാ ഇപ്പൊ പണി കഴിഞ്ഞു. ഇപ്പുറത്ത് 50 M2 എന്ന് കിട്ടും.
ഈ 0.5 into 10 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ ഇവിടെ 5m1 വന്നു. പ്ലസ് പ്ലസ് LF_m1 എന്നും കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്ന് LF_m1 ഈക്വൽ ടു 50m2 മൈനസ് 5m1 ഇങ്ങനെ വന്നു. ഞാൻ ഓപ്ഷൻക്കൊക്കെ നോക്കി. അപ്പൊ LF is equal to 50m2 divided by m1 minus 5. 50m2 divided by m1 minus 5. ഏത് ഓപ്ഷനാണ്? 50m2 by m1 minus 5. D option is the correct answer. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, 50m2 divided by minus 50m2 divided by m1 minus 5. സിയും ഡിയും ഒരേ ആൻസർ ആലടാ. ഓക്കെ ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. 50m2 divided by m1 minus 5. Okay. Next one. Okay. Two material having coefficient of thermal conductivity 3 can K and thickness D and 3D respectively are joined to form a slab as shown in the figure. Temperature of the outer surface theta 2 and theta 1. Theta 2 greater than theta 1. Temperature at the interface is junction temperature. കണ്ടുപിടിക്കാൻ പറയും. ഞാൻ അങ്ങോട്ട് പലപ്പോഴായിട്ട് നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജംഗ്ഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ H1 is equal to H2. H1 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന ഹീറ്റ് ആണ്. H2 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന ഹീറ്റ് ആണ്. ഈ ജംഗ്ഷൻ ടെമ്പറേച്ചറിന് തീറ്റ എന്ന് കൊടുത്തു. എടാ, നമ്മൾ ഡിസ്കസ് ചെയ്താണ് H കണ്ടുപിടിക്കാൻ ഇക്വേഷൻ KA/DT ഡിവൈഡഡ് ബൈ X. A എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ഈ രണ്ടാളുകളുടെയും ക്രോസ് സെക്ഷണൽ ഏരിയ സെയിം ആണ്, ആണല്ലോ. അപ്പൊ H1 പകരം ലിസൺ, K1 എന്ന് പറഞ്ഞാൽ 3K, A1 ക്രോസ് സെക്ഷണൽ ഏരിയ സെയിം ആയതുകൊണ്ട് A എന്ന് കൊടുക്കാം. DT1 അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് θ2 മൈനസ് തീറ്റ, ആ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡ് ബൈ X1 അതിന്റെ തിക്നെസ് D ഈക്വൽ ടു H2 എഴുതുമ്പോൾ K2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്ഥലത്ത് H2 ഹീറ്റ് ഫ്ലോ ചെയ്യുന്ന ഈ സെക്ഷനിലെ കണ്ടക്ടിവിറ്റി K, ഏരിയ A തന്നെയാണ്. അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് തീറ്റ മൈനസ് തീറ്റ 1 ഡിവൈഡ് ബൈ തിക്നെസ് 3D കഴിഞ്ഞു. എടാ, ഇത് ചെയ്യുമ്പോൾ KDA അത് ക്യാൻസൽ ചെയ്തു. അപ്പൊ ഈ സൈഡിൽ ഉണ്ടാവുന്നത് 3θ2 മൈനസ് തീറ്റ, ഇപ്പുറത്തുണ്ടാവുന്നത് തീറ്റ മൈനസ് θ1 ബൈ 3 ഇങ്ങനെ. ശരിയല്ലേ? എടാ, ഇവിടുന്ന് 9θ2 മൈനസ് 9θ ഈക്വൽ ടു തീറ്റ മൈനസ് θ1. ശരിയല്ലേ? തീറ്റയാണ് വേണ്ടത്. തീറ്റേന്റെ ടേം ഒക്കെ ഒരു സൈഡിലേക്ക് എടുത്താൽ 9θ2 പ്ലസ് θ1 ഈക്വൽ ടു 10θ. തീറ്റ ഈക്വൽ ടു 9θ2 പ്ലസ് θ1 ഡിവൈഡ് ബൈ 10. 9θ2 പ്ലസ് θ1 ഡിവൈഡ് ബൈ 10. ഏത് ഓപ്ഷനാണ് വരിക? 9θ2 plus θ1 equal to 10θ. 9θ2 plus θ1 divided by 10. ഓക്കെ, ദാ ഈ കാണുന്നതായിരിക്കും ആൻസർ. ലിസൺ, ഇത് ഞാൻ കണ്ടുപിടിച്ചു. 9θ2 plus θ1 divided by 10. B option. Next one. A metallic sphere cools from 50 to 40 in 300 seconds. If atmospheric temperature is around 20 degrees Celsius, then the sphere temperature after next 5 minutes will be. അതായത് 50 to 40 ആയി, അതിലെടുത്ത സമയം 300 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ആണ്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 20 ആണെങ്കിൽ അടുത്ത 5 സെക്കൻഡ് മിനിറ്റ് കൊണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത 300 സെക്കൻഡ് കൊണ്ട് ടെമ്പറേച്ചർ എത്രയാവും? എടാ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. dT/dt is equal to minus K into T minus T0. ഇനി നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. 50 നിന്ന് 40 ആയി. 50 മൈനസ് 40, അതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 300. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് K ഇൻറ്റു, ഞാൻ പറഞ്ഞിരുന്നു 15ന്റെയും 40ന്റെയും ആവറേജ് എടുക്കാൻ, വിച്ച് മീൻസ് 45 മൈനസ് 20 ഇങ്ങനെ കിട്ടിയില്ലേ? ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. 10/300 is equal to മൈനസ് K ഇൻറ്റു 25. എടാ, ഇതിനെ ഇക്വേഷൻ നമ്പർ 1 വെച്ചു. അതിനുശേഷം രണ്ടാമത്തെ കേസ് എടുക്കാം. 40 ടെമ്പറേച്ചർ എത്രയാവും എന്നുള്ളതാണ് ചോദ്യം.
അപ്പോൾ അവിടെ നമ്മൾ 40 മൈനസ് ടി ഡിവൈഡ് ബൈ അതിനെടുക്കുന്ന സമയം ഇതേ 300 തന്നെയാണ്. മൈനസ് കെ ഇൻറ്റു 40 പ്ലസ് ടി ബൈ 2 മൈനസ് 20. എടാ ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 40 മൈനസ് ടി ഡിവൈഡഡ് ബൈ 300 ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി ബൈ 2 ഇങ്ങനെ വരും. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ ടി ബൈ 2 വരും. ഇക്വേഷൻ നമ്പർ 2. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. ഓക്കെ, എടാ 1 ബൈ 2 ചെയ്താൽ LHSൽ 10 ബൈ 300 ബൈ 40 മൈനസ് ടി ബൈ 300 വിച്ച് മീൻസ് 10 ഡിവൈഡഡ് ബൈ 40 മൈനസ് ടി ഈക്വൽ ടു മൈനസ് കെ ക്യാൻസൽ ചെയ്ത് പോയി. 25 ഡിവൈഡ് ബൈ ടി ബൈ 2 25 ഡിവൈഡ് ബൈ ടി ബൈ 2 എന്ന് പറഞ്ഞാൽ 50 ബൈ ടി. ഇതും ക്യാൻസൽ ചെയ്തു. അപ്പൊ ടി ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ടി ഈക്വൽ ടു 200 മൈനസ് 5t. 6t ഈക്വൽ ടു 200. t is equal to 200 by 6 അല്ലെങ്കിൽ 100 by 3, that is 33.3 degrees Celsius. Nearly 33.3 degrees Celsius. 33 degrees Celsius. ശരിയായോ? ഇതായിരിക്കും ആൻസർ. 33 degrees Celsius. ഓക്കെ, എടാ next question. 1 gram of liquid is converted into vapor at 3 into 10 raised to 5 Pascal pressure. If 10% of heat supplied is used for increasing the volume by 1600 centimeter cube during this phase change, then increase in energy. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. കോൺസ്റ്റന്റ് പ്രഷറിൽ 1 ഗ്രാം ലിക്വിഡിനെ സ്റ്റീം ആക്കി മാറ്റുകയാണ്. അതിനുവേണ്ടി നമ്മൾ കൊടുത്ത ഹീറ്റ് എന്ന് പറയുന്നത്, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ച എനർജി എന്ന് പറയുന്നത് ടോട്ടൽ ഹീറ്റിന്റെ 10% ആണ്. ടോട്ടൽ കൊടുത്ത ഹീറ്റിന്റെ 10% ആണ്. എന്ന് പറഞ്ഞാൽ വോളിയം കൂടാനും വേണ്ടി, വിച്ച് മീൻസ് വർക്ക് ചെയ്യാനും വേണ്ടി കൊടുത്ത എനർജി ടോട്ടൽ ഹീറ്റിന്റെ 10% ആണ്. അത് സിമ്പിൾ ആയിട്ട് ചെയ്യാം. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു V2 മൈനസ് V1 എന്ന് കൊടുക്കാം. ഓക്കെ, ലിസൺ, W is equal to വർക്ക് ഡൺ. പിക്ക് പകരം ഞാൻ 3 into 10 raised to 5 എന്ന് എഴുതി. V2 മൈനസ് V1 നോക്കടാ, ഫൈനൽ വോളിയം 1600 ആണ്. സ്റ്റീം ആയതിന് കഴിഞ്ഞ ശേഷമുള്ള വോളിയം. ഇനീഷ്യൽ വോളിയം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വോളിയം. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വോളിയത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസ് സ്റ്റേറ്റിലുള്ള വോളിയം വളരെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവിടുത്തെ ചേഞ്ച് ഇൻ വോളിയം നമുക്ക് 1600 തന്നെ കൊടുക്കാം. ഡെൽറ്റ വി നിയർലി കൃത്യമായിട്ട് തരാത്തത് കൊണ്ട് ഞാൻ ഈ ഡെൽറ്റ വിനെ 1600 സെന്റിമീറ്റർ ക്യൂബ് തന്നെ എഴുതി. വിച്ച് മീൻസ് 1600 ഇൻറ്റു 10 raised to minus 6 meter cube. ഇങ്ങനെ കൊടുത്തു. എടാ ഇത് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 10 raised to 6 10 raised to minus 6 ഒക്കെ ക്യാൻസൽ ചെയ്തു. വർക്കായിട്ട് മാറിയത് 480 ജൂളാണ്. ഇത് ടോട്ടൽ ഹീറ്റിന്റെ 10% ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ടോട്ടലി നമ്മൾ കൊടുത്ത ഹീറ്റ് 4800 ജൂളായിരിക്കും. അങ്ങനെ ആവുമ്പോഴാണ് വർക്കായിട്ട് മാറുന്നത്. ഇതിന്റെ 10% 480 ജൂൾ ആകുകയുള്ളൂ. കഴിഞ്ഞു. ഇനി അവിടുത്തെ ഇൻഡയറക്റ്റ് ചേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഡെൽറ്റ ക്യൂ is equal to ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചു. എടാ ഡെൽറ്റ ക്യൂവിന് പകരം നമ്മൾ കൊടുത്ത ഹീറ്റ് 4800. ഡെൽറ്റ യു കണ്ടുപിടിക്കണം. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് 480. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ചേഞ്ച് ഇൻ ഇൻഡയറക്റ്റ് കിട്ടണമെങ്കിൽ 4800 നിന്ന് 480 മൈനസ് ചെയ്താൽ മതി. അത് മൈനസ് ചെയ്യുമ്പോൾ 4320 എന്ന് കിട്ടും. 4320 ഇതായിരിക്കും ആൻസർ കേട്ടോ. എടാ നെക്സ്റ്റ് വൺ. A monatomic gas performs Q/4 work of Q/4. അപ്പൊ ഇവിടുത്തെ വർക്ക് Q/4 ആണ്. Where Q is the heat supplied. Molar specific heat capacity of gas is C ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്യാസ് മോണോറ്റോമിക് ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്യൂറിംഗ് ദി ട്രാൻസ്ഫോർമേഷൻ where R is the gas constant ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കട്ടോ. എടാ ഇവിടുത്തെ ഇൻഡയറക്റ്റ് ചേഞ്ച് എത്രയായിരിക്കും? നമ്മൾ കൊടുത്ത ഹീറ്റ് Q, അതിൽ വർക്കായിട്ട് മാറിയത് Q/4. അപ്പൊ ഞാൻ പറയും ഇവിടുത്തെ ഇൻഡയറക്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് Q minus Q/4, that is 3Q/4 ആണ്. ഈ ഇൻഡയറക്റ്റ് ചേഞ്ചിനെ NCV ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. ഫോർ എനി തെർമോഡൈനാമിക് പ്രോസസ് ഇൻഡയറക്റ്റ് ചേഞ്ച് ഈക്വൽ NCV ഡെൽറ്റ ടി. 3/4 ഇൻറ്റു ഈ ക്യൂവിനെ നമുക്ക് NC ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. ആ സി ആണ് അവിടുത്തെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നും ക്യാൻസൽ ചെയ്തു, ഡെൽറ്റ ടിയും ക്യാൻസൽ ചെയ്തു.
സി വി മോണോറ്റോമിക് ഗ്യാസ് ആയതുകൊണ്ട് സി വിന്റെ വാല്യൂ 3/2 R ആണ്. അത് നമുക്കറിയണം. വിച്ച് ഇസ് ഈക്വൽ ടു 3/4 ഇൻറ്റു സി. എടാ എത്ര ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. നിങ്ങൾക്ക് ഇത് കണ്ടാൽ ചെയ്യാൻ പറ്റണം. 3ഉം 3ഉം പോയി, ഈ 2ഉം ഈ 4ഉം കൂടെ പോയാൽ ഇവിടെ 2 വരും. Therefore C ഈക്വൽ ടു 2R. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. 2R ആയിരിക്കും ആൻസർ. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കേട്ടോ. 2R ആണ് ഇതിന്റെ ആൻസർ വരിക. എടാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോയേക്കാം. ലിസൺ. എ ഗ്യാസ് ക്യാൻ ബി ടേക്കൺ ഫ്രം എ ടു ബി. എന്ന് ബിയിലോട്ട് ഗ്യാസിനെ എടുക്കണം. ഞാനത് ഹൈലൈറ്റ് ചെയ്യാം. എ ടു ബി. വൈ ടു ഡിഫറെന്റ് പ്രോസസ് എ സി ബി ആൻഡ് എ ഡി ബി. എ സി ബി എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്, എ ഡി ബി എന്ന് പറഞ്ഞ മറ്റൊരു പ്രോസസ് ഉണ്ട്. ഞാൻ രണ്ടും കാണിച്ചു. ഇനി when path ACB is used 60 joule of heat flows into the system. അപ്പോൾ നമ്മൾ കൊടുത്ത ഹീറ്റ് 60 joule ആണ്. And 30 joule of work done by the system. ഓക്കെ, അപ്പൊ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായ ഒരു കാര്യം, എ സി ബിയിലെ ഇൻചാർജ് ചേഞ്ച് എന്ന് പറയുന്നത് കൊടുത്ത ഹീറ്റ് 60, വർക്ക് 30, അപ്പൊ ഇൻചാർജ് ചേഞ്ച് 30 joule ആണ്. അതേ ഇൻചാർജ് ചേഞ്ച് ആയിരിക്കും എ ഡി ബിയിൽ ഉണ്ടാവുക. കാരണം ഇനീഷ്യൽ സ്റ്റേറ്റ് രണ്ടിൻ്റെ എയും ബിയും. ഇൻചാർജ് ഇനീഷ്യൽ സ്റ്റേറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എടാ അങ്ങനെ വരുമ്പോൾ എ ഡി ബിയിലെ വർക്ക് ഡൺ 10 joule ആണ്. ചോദ്യം എ ഡി ബിയിലെ ഹീറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എടാ എ ഡി ബിയിലെ ഹീറ്റ് കിട്ടണമെങ്കിൽ എ ഡി ബിയിലെ ഇൻചാർജ് ചേഞ്ച് പ്ലസ് എ ഡി ബിയിലെ വർക്ക്, ഇതാണ് അവിടുത്തെ ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എ ഡി ബിയിലെ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എ സി ബിയിലെ ഇന്റേണൽ ചേഞ്ച് തന്നെയാണ് 30. അവിടുത്തെ വർക്ക് 10 ആണ്. Therefore the answer is 40 joule. ഇതായിരിക്കും ആൻസർ 40 joule. Okay, next one. Listen. Half mole of ideal monatomic gas. Half mole of an ideal monatomic gas is heated at constant pressure 1 atm from 20 to 90. Work done by gas has close to. എടാ ഇത് കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹീറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടെമ്പറേച്ചർ 20 to 90 ആയിട്ട് മാറുക. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ NR ഡെൽറ്റ ടി നമുക്കറിയണം. പി ഡെൽറ്റ വി അല്ലെങ്കിൽ NR ഡെൽറ്റ ടി. ഇതാണ് സംഭവം. N ഹാഫ് ആണ്. ആറിന് പകരം നമുക്ക് 8.3 എന്ന് കൊടുക്കാം. ഡെൽറ്റ ടി 20 to 90 ആയിട്ട് മാറുകയാണ്, അതായത് 70. കഴിഞ്ഞു. ഈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആൻസർ കേട്ടോ. ഓക്കെ, ഇതായിരിക്കും ആൻസർ. നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം 4 into 70 വരും എന്ന് പറഞ്ഞാൽ 280 ജൂള്. 291 ആയിരിക്കും. ഞാൻ 8.3 8 ആയിട്ട് എടുത്തുകൊണ്ടാണ് എനിക്ക് 280 കിട്ടിയത്. നെക്സ്റ്റ് വൺ. തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ഇൻചാർജ് ഓഫ് ദി സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. ഇൻചാർജ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സിന് ഐസോതെർമൽ പ്രോസസ് എന്ന് വിളിക്കും. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐസോകോറിക്, ഹീറ്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ അഡയാബാറ്റിക്, ദെൻ ഐസോബാറിക്. 2023 ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. എടാ അടുത്ത ക്വസ്റ്റ്യൻ ലിസൺ, ശരിക്കും ശ്രദ്ധിക്കണം, നല്ല രസകരമായ ക്വസ്റ്റ്യൻ. A hypothetical gas expands adiabatically such that its volume changes from 8 liter to 27 liter. Ratio of final pressure of the gas to initial pressure of the gas is 16/81. Ratio of Cp by Cv. അപ്പൊ നോക്ക്, നമുക്ക് P1 V1 raised to gamma is equal to P2 V2 raised to gamma. ഇങ്ങനെ എഴുതാം. P2 by P1 അതായത് ഫൈനൽ പ്രഷർ ടു ഇനീഷ്യൽ പ്രഷർ, which is equal to V1 by V2 all raised to gamma. ഇവർ പറയാണ് P2 by P1 16/81 ആണ്. P2 by P1. V1 എന്ന് പറയുന്നത് 8ഉം V2 എന്ന് പറയുന്നത് 27 ആണ്. അപ്പൊ 8/27 all raised to gamma എന്ന് എഴുതും. ഇങ്ങനെ എഴുതിക്കൂടെ? ഞാൻ ഇതിനെ ഇങ്ങനെ കാണിച്ചു. ലിസൺ നമുക്ക് എടാ ഇത് നമുക്ക് 16/81 അല്ല, ഇത് നമുക്ക് 2/3 all raised to 4 എന്ന് കൊടുക്കാം. ഇപ്പുറത്താണെങ്കിൽ 2/3 all raised to 3 gamma എന്ന് കൊടുക്കാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ കഴിഞ്ഞു. 3 gamma is equal to 4 എന്ന് വന്നു. Gamma is equal to 4/3. സിമ്പിൾ. ഒരു മാത്തമാറ്റിക്കൽ മാത്രം അറിഞ്ഞാൽ മതി. 60 എന്ന് പറഞ്ഞാൽ 2 raised to 4 ആണ്, 81 എന്ന് പറഞ്ഞാൽ 3 raised to 4 ആണ്. അപ്പൊ 2/3 all raised to 4. അപ്പുറത്ത് 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ആണ്, 27 എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് ആണ്. ഓക്കെ, അപ്പോൾ LHS 2/3 all raised to 4ഉം RHS 2/3 all raised to 3 ഗാമയും വന്നു. ക്യാൻസൽ. ഓക്കെ, ആൻസർ കിട്ടി. നെക്സ്റ്റ്, എ മോണോറ്റോമിക് ഗ്യാസ്
at pressure P and volume V suddenly compressed to 1/8 of its original volume. Final pressure at constant entropy. Constant entropy എന്ന് പറഞ്ഞാൽ ഐസോഎൻട്രോപിക് പ്രോസസ് എന്നാണ്. ഐസോഎൻട്രോപിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ അത് അഡയാബാറ്റിക് പ്രോസസ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് സഡൻലി കംപ്രസ്ഡ് എന്ന് പറഞ്ഞാലും അഡയാബാറ്റിക് പ്രോസസ് ആണ്. ഫൈനൽ പ്രഷർ എന്നാണ് പറഞ്ഞത്. എടാ P1 V1/V2 ഹോൾ റൈസ് ടു ഗാമയാണ് ഫൈനൽ പ്രഷർ എന്ന് പറയുന്നത്. P1 P ആണ്, V1 V ആണ്, V2 എന്ന് പറഞ്ഞാൽ സഡൻലി കംപ്രസ്ഡ് ടു 1/8 V/8 ആണ്, ഓൾ റൈസ് ടു ഗാമ. മോണോറ്റോമിക് ഗ്യാസ് ആയതുകൊണ്ട് 5/3 ആണ്, which is equal to P2 നമുക്ക് എഴുതാം. എടാ ഇവിടുന്ന് P2 equal to 8 raised to 5/3 P എന്ന് പറഞ്ഞാൽ P2 equal to 2 raised to 5 P. ഇങ്ങനല്ലേ വരിക? 2 raised to 5 P. 2 raised to 5 എന്ന് പറഞ്ഞാൽ 32 ആണ് അല്ലേ? Therefore 32 P. C ഓപ്ഷൻ ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്, 32 P. ഓക്കെ. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ശരിക്കും ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. Temperature of 3 moles of an ideal monatomic gas increased by 40 degrees Celsius, 3 mole, without changing pressure of the gas. അതായത് പറഞ്ഞാൽ ഐസോബാറിക്കലി. Molecules of gas rotate but not oscillate എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിലല്ല. റൊട്ടേറ്ററി മോഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി, വൈബ്രേഷൻ കൺസിഡർ ചെയ്യണ്ട. If the ratio of change in energy of the gas to the amount of work എന്ന് പറഞ്ഞാൽ change in energy divided by work is x/10, then the value of x is. എടാ അത് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഞാൻ അടുത്ത് പറഞ്ഞിരുന്നു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 1/ഗാമയാണ്. ഇത് നമുക്കറിയുന്ന. ഇനി ഡെൽറ്റ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 1 - 1/ഗാമയാണ്. അതായത് ഗാമ -1 ഡിവൈഡ് ബൈ ഗാമയാണ്. ഇത് രണ്ടും ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്. ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുത്തിട്ട് രണ്ടും ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്. അപ്പൊ ഡെൽറ്റ യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1/ഗാമ -1. ഇപ്പോ ഇവിടുന്ന് ഡെൽറ്റ യു ബൈ ഡെൽറ്റ ഡബ്ല്യുവിനെ നമുക്ക് 1/ഗാമ -1 എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു x/10. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. എടാ ഗ്യാസ് ഏതാണെന്നുള്ളത് ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാക്കണം. ഡയറ്റോമിക്, ഹൈ ടെമ്പറേച്ചർ അല്ല. അപ്പൊ ഗാമ വാല്യൂ 7/5 ആണ്. 1/7/5 -1 is equal to x/10 ഇങ്ങനെ കിട്ടി. അപ്പൊ 5 divided by 2 equal to x/10. x is equal to 50/2, അതായത് x is equal to 25. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. x is equal to 25 ആയിരിക്കും ആൻസർ കേട്ടോ. ഓക്കെടാ, ഇതാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ. x is equal to 25. ഓക്കെ. നെക്സ്റ്റ് വൺ. 1 mole of an ideal gas at 27 degrees Celsius is taken from A to B as shown in the PV diagram. Work done by the system will be dash into 10 raised to -1. എടാ ഈ പ്രോസസ്സ് കാണുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. അപ്പൊ ഒന്നെങ്കിൽ ഐസോതെർമൽ അല്ലെങ്കിൽ അഡയാബാറ്റിക്, അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ പ്രഷർ നേരെ പകുതിയാണ്, 200 ആവാണ്, വോളിയം 2 4 ആവാണ്. അപ്പൊ അത് P പ്രൊപ്പോർഷണൽ ടു 1/V ആണ് എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ ആണ്. ഐസോതെർമൽ ആണെങ്കിൽ വർക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ nRT log V2/V1 കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ 1 മോള്, ആറിന് പകരം 8.3 എന്ന് കൊടുക്കുക. ടി അവിടുത്തെ ടെമ്പറേച്ചർ 27 ഡിഗ്രീസ് ആണ്, അതായത് 300 ആണ്. ലോഗ് V2 എന്ന് പറയുന്നത് V2 4 ആണ്, V1 2 ആണ്. ലോഗ് 4/2 എന്ന് പറഞ്ഞാൽ ലോഗ് 2 ആണ്. അപ്പൊ ആൻസർ കിട്ടിയടാ 8.3 ഇൻറ്റു 300 ഇൻറ്റു ലോഗ് 2ന്റെ വാല്യൂ 0.6931. ഇത് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആൻസർ. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. എടാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. An engine operating between boiling and freezing point of water will have. എടാ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 373 കെൽവിൻ ആണ്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത് 0 ഡിഗ്രീസ് ആണ്, അല്ലെങ്കിൽ 273 കെൽവിൻ ആണ്. ഇതിനിടയിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിന്റെ എഫിഷ്യൻസി നിയർലി 26.something%. അപ്പൊ അവർ പറയാണ് എഫിഷ്യൻസി മോർ ദാൻ 27%. തെറ്റാണ്. എഫിഷ്യൻസി ലെസ് ദാൻ ദി എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ സെയിം ടു ടെമ്പറേച്ചർ. ശരിയാണ്.
എപ്പോഴും കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവുക കാർനോട്ട് എഞ്ചിനാണ്. കാരണം കാർനോട്ട് എഞ്ചിൻ ഐഡിയൽ എഞ്ചിനാണ്, അത് റിവേഴ്സിബിൾ എഞ്ചിനാണ്, ബാക്കി എഞ്ചിനെല്ലാം ഇറിവേഴ്സിബിൾ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവുന്നത് കാർനോട്ട് എഞ്ചിനാണ്. അപ്പോൾ ഈ ഓപ്ഷൻ ശരിയാണ്. ഇതിന്റെ എഫിഷ്യൻസി കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസിയേക്കാൾ കുറവാണെന്നുള്ള ഓപ്ഷൻ ശരിയാണ്. ഇനി എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 27% തെറ്റാണ്. എഫിഷ്യൻസി ലെസ് ദാൻ 27% ആണ്. എഫിഷ്യൻസി ലെസ് ദാൻ 27% അത് ശരിയാണ്. അപ്പൊ ആൻസർ 2ഉം 4ഉം ആണ് ശരി. സി ഓപ്ഷൻ ആയിരിക്കും ആൻസർ. 2 and 4 സി ഓപ്ഷൻ ആയിരിക്കും ഇവിടുത്തെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം കേട്ടോ. ഇതിൽ 2-3 ക്വസ്റ്റ്യൻ ഞാൻ വിടുന്നുണ്ട്, അത് നിങ്ങൾ ചെയ്തു നോക്കുക. അസേർഷൻ ആൻഡ് റീസണും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി വാട്ട് വിൽ ബി ദി എഫക്ട് ഓഫ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഓഫ് ഓക്സിജൻ മോളിക്യൂൾ ഇഫ് ദ ടെമ്പറേച്ചർ ഇസ് ഡബിൾഡ് and the oxygen molecule dissociated into atomic oxygen? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ടെമ്പറേച്ചർ ഡബിൾ ആയി ഓക്സിജൻ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്ത് അറ്റോമിക് ഓക്സിജൻ ആയി. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. റൂട്ട് ഓഫ് 3r ടെമ്പറേച്ചർ ഡബിൾ ആയി 2t ആയി. ഓക്സിജൻ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്ത് അറ്റോമിക് ഓക്സിജൻ ആയി എന്ന് പറഞ്ഞാൽ ഓക്സിജൻ മോളിക്യൂളിന്റെ മാസ് 32 ആയിരുന്നു. അറ്റോമിക് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 16 ആണ്. നൗ ഇറ്റ് ബിക്കംസ് m/2. എടാ ഇത് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും RMS സ്പീഡ് റൂട്ട് ഓഫ് 4 into 3RT divided by m ആണ്. which means RMS സ്പീഡ് 2 times കൂടും. വെലോസിറ്റി ഓഫ് അറ്റോമിക് ഓക്സിജൻ remains same. വെലോസിറ്റി ഓഫ് അറ്റോമിക് ഓക്സിജൻ doubled. ബി ഓപ്ഷൻ ആയിരിക്കും ഇതിനകത്തെ ആൻസർ വരുന്നത്. ഓക്കെടാ, ബി ആയിരിക്കും ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, ലിസൺ. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഓഫ് ഗ്യാസ്. നമുക്കറിയാം ആവറേജ് കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേ. നെക്സ്റ്റ് വൺ. For particle P revolving around the center O with a radius of circular, നമ്മൾ ഓസിലേഷൻ വേവ്സ് കിടക്കാണ്, ലാസ്റ്റ് സെക്ഷൻ കിടക്കാം കേട്ടോ. For a particle P revolving around the center O with a radius of circular path R and angular velocity omega as shown in the figure. Projection of OP along x-axis. Simple question. ഇതാണ് OP. അതിന്റെ പ്രൊജക്ഷൻ along x-axis. എടാ ഇത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും അതിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ആംഗിൾ, ഞാൻ റെഡിൽ മാർക്ക് ചെയ്ത ആംഗിൾ ഒമേഗ ടി ആണെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് അതിന്റെ പ്രൊജക്ഷൻ കിട്ടുന്നത് R cos ഒമേഗ ടി പ്ലസ് 30 എന്ന് പറഞ്ഞാൽ π/6 ആണ്. അപ്പൊ R cos ഒമേഗ ടി പ്ലസ് π/6. എ ഓപ്ഷൻ ആയിരിക്കും ആൻസർ. R cos ഒമേഗ ടി പ്ലസ് π/6. ഓക്കെ, എടാ അടുത്ത ക്വസ്റ്റ്യൻ. ലിസൺ. ഇൻ എ ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ restoring force is proportional to displacement. ശരിയാണ്, F proportional to x ആണ്. Acceleration and displacement are opposite direction. ശരിയാണ് അല്ലേ? A equal to നമുക്കറിയാം -ω² x ആണ്. A proportional to -x ആണ് നമ്മൾ പറയാം. Velocity is maximum at the mean position. ശരിയാണ്, mean position ആണ് velocity maximum. Acceleration is maximum at the extreme position. Acceleration is maximum at the extreme position. ഓക്കെ, ദി ആക്സലറേഷൻ ഈസ് മിനിമം. സോറി ഞാൻ അതാണ് ആലോചിക്കുന്നത്. മിനിമം അറ്റ് ദി എക്സ്ട്രീം പൊസിഷൻ അല്ല, എക്സ്ട്രീം പൊസിഷനിൽ മാക്സിമം ആണ്, അത് ω²A ആണ്. അപ്പൊ ഇത് തെറ്റാണ്. എയും ബിയും സിയും ശരിയാണ്. എ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, എടാ നെക്സ്റ്റ് വൺ. ലിസൺ. അസ്യൂം ദാറ്റ് Earth is a solid sphere having uniform density and a tunnel is dug along the diameter throughout the Earth. It is found that when the particle is released in the tunnel, it executes simple harmonic motion. Mass of the particle is 100 gram. The time period of the motion of the particle is. എടാ നമ്മൾ ഇതിന്റെ ഒരു കേസ് എന്ന് പറഞ്ഞ് ഇത് ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇന്ത്യയിലാണെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ എർത്ത് ഇങ്ങനെ ഡഗ് കുഴിച്ച് അപ്പുറത്തെ എൻഡിലെത്തി. ഇവിടുന്ന് ഒരു ബോളൻ ഇട്ടു. ആ സാധനം ഇങ്ങനെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലായിരിക്കും. അത് ഓസിലേറ്റ് ചെയ്യും. അത് ഓസിലേറ്റ് ചെയ്യുന്ന ടൈം പീരീഡ് ആണ് ചോദ്യം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും? ടൈം പീരീഡ് ഞാൻ കാണിച്ചു തരാതെ ഓസിലേറ്റ് ചെയ്യുമ്പോഴുള്ള ടൈം പീരീഡ്. ഓക്കെ, നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു സംഭവമാണത്. അത് ഓസിലേറ്റ് ചെയ്യുമ്പോഴുള്ള ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ T equal to 2π √R/G ആണ്. എർത്തിന്റെ റേഡിയസ് ആണ് അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എർത്തിന്റെ സെന്ററിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് റേഡിയസ് ആണ്. എടാ 24 hour ഒന്നും അല്ല വരിക. 2π √R/G.
അപ്പം നിങ്ങൾ ആലോചിച്ച് 2π ഇൻറ്റു റൂട്ട് ഓഫ് ഇത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. 6 6.4 ഇൻറ്റു 10⁻6 ഞാൻ അതിനെ 64 ഇൻറ്റു 10⁵ എന്ന് കൊടുത്തു. ജീൻ്റെ വാല്യൂ 10 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് 64 എന്ന് പറഞ്ഞാൽ 8 10⁻4ന്റെ റൂട്ട് 10². ഇത്രയും സെക്കൻഡ്. മിനിറ്റിക്ക് മാറ്റുകയാണെങ്കിൽ ഡിവൈഡഡ് ബൈ 60 വരും. ഓക്കേടാ, ഇത് നിങ്ങൾ ചെയ്താൽ കിട്ടുന്നത് 16π ഇൻറ്റു 10 ഡിവൈഡ് ബൈ 6 ആണ്. എടാ ഇത് ചെയ്ത് നോക്കിയാൽ ഏകദേശം 84 മിനിറ്റ് ആണ് വരിക. 84 മിനിറ്റ്. 2π റൂട്ട് ഓഫ് r/g 84 മിനിറ്റ്. അത് ശരിക്കും മനസ്സിലാക്കണം. 1 hour 24 മിനിറ്റ്. അത് ഓർത്ത് വെച്ചോളൂ കേട്ടോ, അതാ നല്ലത്. അങ്ങനെ എർത്ത് കുഴിച്ചു പോയിട്ട് ഒരു ബോൾ അതിലോട്ട് ഇട്ടാൽ അതിങ്ങനെ എർത്തിന്റെ സെൻട്രലിൽ മീൻ പൊസിഷൻ ആയിട്ട് വെച്ചിട്ട് അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ T = 2π റൂട്ട് ഓഫ് L/g. നമ്മൾ കേട്ടിട്ടുണ്ട്. L-ന് പകരം R ആണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. 84 മിനിറ്റ് ആയിരിക്കും അതിന്റെ ഓസിലേഷൻ കേട്ടോ. അപ്പോൾ 1 hour 24 മിനിറ്റ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യാനൊക്കെ പറ്റും. ഞാനിപ്പോൾ അതിക്ക് കടക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. Displacement of simple harmonic motion after 3 seconds starting from mean position is equal to half of its amplitude. Then time period is starting from mean position. Therefore, x is equal to a sin omega t. എടാ അത് ഹാഫ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സിന് പകരം a/2 which is equal to a sin omega t. ഇങ്ങനെ വന്നു. ഇത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ sin omega t 1/2 ആണ്. omega t is equal to 30 ഡിഗ്രി അല്ലെങ്കിൽ π/6. നമുക്ക് വേണ്ടത് ടൈം പീരീഡ് ആണ്. എടാ 2π/t ഒമേഗയ്ക്ക് പകരം കൊടുത്തു. t എന്ന് പറഞ്ഞാൽ 3 ആണ് which is equal to π/6. ഇങ്ങനെ കിട്ടി. ഈ പൈയും ക്യാൻസൽ ചെയ്തു. അപ്പൊ ടൈം പീരീഡ് is equal to 36 സെക്കൻഡ്. 36 സെക്കൻഡ്. ഡി ഓപ്ഷനാണ് ആൻസർ. 36 സെക്കൻഡ് ആൻസർ വരും. ഓക്കെ, എടാ അടുത്ത ക്വസ്റ്റ്യൻ. A particle executing simple harmonic motion of amplitude A. Distance from the mean position when its kinetic energy becomes equal to its potential energy. Kinetic energy becomes equal to its potential energy. എടാ kinetic energy കണ്ടുപിടിക്കാൻ ഇക്വേഷൻ half m omega square into a square minus x square. പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ half m omega square x square. ഇതിന്ന് a square minus x square is equal to x square. നിങ്ങൾക്ക് അറിയാം x is equal to a/√2. ഇതല്ലേ ആൻസർ വരിക. x is equal to a/√2. C ഓപ്ഷൻ ആയിരിക്കും ആൻസർ. Next one. Maximum potential energy of a block executing simple harmonic motion is 25 joule. Extreme endile. അപ്പോൾ അത് half m omega square a square ആണ് 25 joule എന്ന് പറയുന്നത്. A is the amplitude of oscillation. At a/2, the kinetic energy is a/2 la kinetic energy. Kinetic energy at a/2 half m omega square a square minus x square. x ന് പകരം a/2 എന്ന് കൊടുക്കണം. അതായത് a square by 4. എടാ ഇത് ചെയ്താൽ നമുക്ക് half m omega square 3/4 a square എന്ന് കിട്ടും. half m omega square a square എത്രയാണെന്നുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 25. അപ്പൊ നമ്മൾ ആൻസർ 3/4 into 25. 3/4 into 25 എത്രടാ വരിക? 3/4 into 25 അല്ലേ? 18 point something. ഓക്കെ, എടാ ഇപ്പൊ നമ്മൾ ഏകദേശം എല്ലാ ചാപ്റ്ററിലൂടെയും ഓടിച്ച് കവർ ചെയ്തു. ഓക്കെ, ഇതാ ഇപ്പോൾ നമുക്ക് തൽക്കാലം +1 ഒരു റിവിഷനാണ് നമ്മൾ നടത്തിയത്. ഈ +1 സെക്ഷനിൽ സാധാരണ രീതിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു 100-ലധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഒരു കുറച്ചും കൂടെ സമയം ഉള്ളൂ എക്സാമിന്. വളരെ സീരിയസ് ആയിട്ട് എടുത്ത് +2ന്റെ ടോപ്പിക്ക് തൽക്കാലം ഒന്ന് മാറ്റി വെക്കുക. നമുക്ക് JEE എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീണ്ടും പഠിക്കാം കേട്ടോ. അപ്പോൾ വേഗം നല്ല പോലെ നിങ്ങൾക്ക് ഫ്രീ ടൈമിലൊക്കെ കണ്ട് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് ഉഷാറായിട്ട് എക്സാം എഴുതാം കേട്ടോ. ഓക്കെ, താങ്ക് യു.